ട്രാൻസിസ്റ്റർ എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതിപ്പോ നിങ്ങൾ ഒരു 8ാം ക്ലാസ് മുതലൊക്കെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ. ഇപ്പോൾ +2 സയൻസ് ഗ്രൂപ്പോ VHSC ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ്, അല്ലെങ്കിൽ ITI കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്കും ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവും. ഇങ്ങനെ വളരെ ലളിതമായ രീതിയിൽ ഒന്ന് ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഇത് നമുക്ക് ബോർഡ് എക്സാമിനുള്ള ഒരു ടോപ്പിക് അല്ല, എങ്കിലും നമ്മുടെ സബ്ജക്റ്റിലേക്ക് ആവശ്യമുള്ള ഒരു ചെറിയൊരു സംഭവമായതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊന്ന് പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കുക, കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ട്രാൻസിസ്റ്ററിലേക്ക് കിടക്കുന്നതിന് നമുക്ക് ഡയോഡ് എന്താന്ന് പറയാം. ഇപ്പൊ ഇതാണ് ഒരു ഡയോഡ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇയാള് P ജംഗ്ഷൻ, ഇയാള് N ജംഗ്ഷൻ. അപ്പൊ ഒരു ഡയോഡായി. ഇതേ ഡയോഡിനെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ തൊട്ട് ഇപ്പുറത്തുനിന്ന് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പൽ കൂടി ഒന്ന് വരച്ച് ചെയ്തിരിക്കുക. ഈ ജംഗ്ഷൻ PNP ആയി, ഇയാളിപ്പോ PNP ട്രാൻസിസ്റ്റർ ആയി. അപ്പൊ രണ്ട് ഡയോഡ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂട്ടിച്ചേർത്ത് എങ്ങനെ ഉണ്ടാവും, അതാണ് ഇപ്പൊ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഒരു മാനുഫാക്ചറിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് ഈ ട്രാൻസിസ്റ്ററിന്റെ ഒരു സിമ്പല് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് NPN ട്രാൻസിസ്റ്റർ ആണ്. ഈ ട്രാൻസിസ്റ്ററിന്റെ സിമ്പല് വരയ്ക്കല് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊത്തത്തിലൊരു ഫിഗറൊക്കെ വരച്ചിട്ട് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അത് ആൻസർ കറക്റ്റായിട്ട് ചെയ്താലും മാർക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ NPN ട്രാൻസിസ്റ്ററിനകത്തും PNP ട്രാൻസിസ്റ്ററിനകത്തും നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നതിൽ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സിമ്പിൾ വരയ്ക്കലും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദയവായി ഇതിനുള്ള മാർക്കുകൾ എഴുതുക. അപ്പൊ നമ്മൾ NPN ട്രാൻസിസ്റ്റർ വരയ്ക്കുമ്പോൾ ട്രാൻസിസ്റ്ററിന് 3 ജംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ വരയ്ക്കുക. അപ്പൊ ഇയാള് N, ഇയാള് P, ഇയാള് N. ശ്രദ്ധിക്കുക, ഇയാള് N, ഇയാള് P, N. NPN ട്രാൻസിസ്റ്ററിന്റെ ആരോ മാർക്ക് നമ്മൾ പുറത്തേക്കാണ് ചെയ്യാൻ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പിള്. NPN ട്രാൻസിസ്റ്ററിന്റെ ഇയാള് എമിറ്റർ, ഇയാള് ബേസ്, ഇയാള് കളക്ടർ റീജിയൻ. ഈ ആരോ മാർക്ക് കാണിച്ചിട്ടാണ് ഇതിന്റെ എമിറ്റർ റീജിയൻ, ഇതാണ് ഇതിന്റെ ബേസ് റീജിയൻ, ഇതാണ് ഇതിന്റെ കളക്ടർ റീജിയൻ. അപ്പൊ ഇതിന്റെ ആരോ മാർക്ക് എന്നുള്ളത് പുറത്തേക്കാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ആ ട്രാൻസിസ്റ്ററാണ് അത് NPN ട്രാൻസിസ്റ്റർ. അപ്പൊ ദയവായിട്ട് കാര്യങ്ങളൊക്കെ മറക്കരുത്. അടുത്തതാണ് PNP ട്രാൻസിസ്റ്റർ. അപ്പൊ PNP ട്രാൻസിസ്റ്റർ നമ്മൾ വരയ്ക്കുക ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ എമിറ്റർ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇയാള് എമിറ്റർ, ഇയാള് ബേസ്, ഇയാള് കളക്ടർ, ഇയാള് P റീജിയൻ, ഇയാള് N റീജിയൻ, ഇയാള് വീണ്ടും P റീജിയൻ. ഇതാണ് PNP ട്രാൻസിസ്റ്റർ. PNP ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ആരോ മാർക്ക് ഉള്ളിലേക്കാണ് കൊടുക്കുക കേട്ടോ. അപ്പൊ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇയാള് എമിറ്റർ, ഇയാള് ബേസ്, ഇയാള് കളക്ടർ. എമിറ്ററിന്റെ ആരോ മാർക്ക് ഡയറക്ഷൻ ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ അയാൾ PNP ട്രാൻസിസ്റ്റർ ആണ്. അതേമാതിരി NPN ട്രാൻസിസ്റ്റർ എന്നുള്ളത് ഇയാള് എമിറ്റർ, ഇയാള് ബേസ്, ഇയാള് കളക്ടർ. അതിനകത്ത് എമിറ്ററിനകത്ത് ആരോ മാർക്കിന്റെ ഡയറക്ഷൻ പുറത്തേക്കാണ്. അപ്പൊ NPN ട്രാൻസിസ്റ്ററിൽ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ പുറത്തേക്കും, PNP ട്രാൻസിസ്റ്ററിൽ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ ഉള്ളിലേക്കാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ സിമ്പിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ തെറ്റാതെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം. അതേപോലെ ഈ സിമ്പിൾ വരയ്ക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഈ 2 ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നടുക്കിലേക്കാണ് ഈ ലൈൻ വരയ്ക്കേണ്ടത്. ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, നടുക്കിലേക്ക് വരയ്ക്കുന്നതിന് നമ്മൾ നിങ്ങളത് വരയ്ക്കും. അതേമാതിരി ചില വിദ്യാർത്ഥികൾ നിങ്ങളും വരയ്ക്കും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല മാത്രമല്ല, അത് സിമ്പിൾ മാറിപ്പോവുകയും ചെയ്യും. അത് നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. കാരണം ഈ ഒരു വര ഇവിടുന്ന് രണ്ടൊക്കെ മാറി വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സിമ്പിളിന്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യും, മാറിപ്പോകും. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഈ എമിറ്റർ ബേസ് കളക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ എങ്ങനെ ഡോപ്പ് ചെയ്തെടുക്കണമെന്നുള്ളതാണ്. ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ആക്കിയിട്ട് വരയ്ക്കാം. ഇയാള് N, ഇയാള് P, ഇയാള് N. ഈ ഭാഗമായിരിക്കും എമിറ്റർ ഉണ്ടാവാം, ഈ ഭാഗം ബേസ് ആയിരിക്കും, ഈ ഭാഗം കളക്ടർ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ എമിറ്റർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഡോപ്പിംഗ് ലെവൽ കൂടുതലായിരിക്കും. ഇയാൾക്ക് ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഹോൾസിനെ എമിറ്റ് ചെയ്യാനാണ് ഇയാളുടെ പരിപാടി.
അപ്പോൾ ഇവിടുത്തെ ഡ്രോപ്പിംഗ് ലെവൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ ഈ കളക്ടറിന്റെ പരിപാടി എന്താ? ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അതിന്റെ ഹോൾസ് ഏതാ ചാർജ് കയറി വെച്ചത് അതിനെ കളക്ട് ചെയ്യാനാണ് പരിപാടി, കളക്ടറിന്റെ പരിപാടി. അപ്പോൾ ഇവിടെ ഡ്രോപ്പിംഗ് ലെവൽ ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ബേസ് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് മീഡിയം ഡോപ്പിംഗ് ആണ് എന്തെങ്കിലും ഇവിടെ കൊടുക്കുള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം, ഇതാണ് എമിറ്റർ റീജിയൻ. എമിറ്റർ റീജിയൻ എന്നുള്ളത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അവിടെ നിന്നാണ് ചാർജ് എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്ത് പോവുക. ഇയാൾ കളക്ടർ റീജിയൻ, അവിടെ ഡോപ്പിംഗ് ലെവൽ കുറവായിരിക്കും. ഇവിടുന്ന് വരുന്നതിനെ കളക്ട് ചെയ്യലാണ് ഈ കളക്ടറിന്റെ പരിപാടി. അതേപോലെ ഇവിടുന്ന് പോകുന്ന സിഗ്നലിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് പിടിക്കലാണ്, ഒന്ന് നിയന്ത്രിക്കലാണ് ബേസിന്റെ പരിപാടി. അപ്പൊ അയാൾ മീഡിയം ലെവലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇനി ഭൂരിഭാഗം സർക്യൂട്ടിനകത്തും ആംപ്ലിഫയർ സർക്യൂട്ടിനകത്തും എമിറ്റർ ടു ബേസ് എന്നുള്ളത് ഫോർവേഡ് ബയാസും കളക്ടർ ടു ബേസ് എന്നുള്ളത് റിവേഴ്സ് ബയാസ് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് എമിറ്റർ ടു ബേസ് എന്നുള്ളത് ഫോർവേഡ് ബയാസും കളക്ടർ ടു ബേസ് എന്നുള്ളത് റിവേഴ്സ് ബയാസ് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഭൂരിഭാഗം കേസിനകത്തും കാണാം എമിറ്റർ ടു ബേസ് ആണ് നമ്മൾ അധികം ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുക, കളക്ടർ ബേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് സിഗ്നൽ എടുക്കുക. കോമൺ ബേസ് ആംപ്ലിഫയറിന് അതിന്റെ സ്ഥലത്തേക്ക്. അപ്പൊ നമുക്ക് ഈ എമിറ്റർ ടു ബേസ് എന്നുള്ള ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം? ഫോർവേഡ് ബയാസ് ആണ്. അപ്പൊ ഫോർവേഡ് ബയാസ് ആക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എടുക്കുക. ഇയാൾ പി റീജിയൻ, ഇയാളല്ല എൻ റീജിയൻ. പി റീജിയനിൽ പോസിറ്റീവും എൻ റീജിയനിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡയോഡ് എന്തായി? ഫോർവേഡ് ബയാസ് ആയി. പി റീജിയനിൽ പോസിറ്റീവും എൻ റീജിയനിൽ നെഗറ്റീവും വന്നാൽ ഡയോഡ് എന്തായി? ഫോർവേഡ് ബയാസ് ആയി. അപ്പൊ അതേ സംഭവം തന്നെയാണ് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ എടുക്കുക. നമുക്ക് എമിറ്റർ ടു ബേസ് എന്ത് ചെയ്യണം? ഫോർവേഡ് ബയാസ് ആക്കണം. അപ്പൊ എമിറ്റർ ടു ബേസ് ഫോർവേഡ് ബയാസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ റീജിയൻ ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് സപ്ലൈ കൊടുത്തു. ഇവിടെ ആരാണ്? പി റീജിയൻ ആണ്. ഇവിടെ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു. ഇവിടെ അവസാനിച്ചു. ബസ്. ഇനി അടുത്തത് എമിറ്റർ ടു ബേസ് എന്നുള്ളത് ഫോർവേഡ് ബയാസ് ആക്കണം. അപ്പൊ ഇവിടെ എൻ റീജിയൻ ആണ്. ഇവിടെ നെഗറ്റീവ് കൊടുത്തു. ഇവിടെ പി റീജിയൻ ആണ്. അപ്പൊ പോസിറ്റീവ് കൊടുത്തു. ഇനി കളക്ടർ ടു ബേസ് നമുക്ക് എന്ത് ചെയ്യണം? റിവേഴ്സ് ബയാസ് ആക്കണം. കളക്ടർ ടു ബേസ് നമുക്ക് എന്ത് ചെയ്യണം? റിവേഴ്സ് ബയാസ് ആക്കണം. അപ്പൊ റിവേഴ്സ് ബയാസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ റീജിയൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? പോസിറ്റീവ് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്തു? നെഗറ്റീവ് കൊടുത്തു. സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ ഫോർവേഡ് ബയാസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ എൻ റീജിയൻ ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് കൊടുത്തു. ഫോർവേഡ് ബയാസ് ആയി. ഇവിടെ റിവേഴ്സ് ബയാസ് നേരത്തെ എൻ റീജിയൻ ആണ്. അപ്പോൾ നെഗറ്റീവ് കൊടുത്തു പറഞ്ഞു ചെയ്തു. റിവേഴ്സ് ബയാസ് ആയി. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്ററിന്റെ പൊതുവെയുള്ള കണക്ഷൻ വരിക. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് NPN ട്രാൻസിസ്റ്റർ ആണ്. PNPN ഉപയോഗിക്കില്ല എന്നതല്ല, 98% സ്ഥലത്തും നമ്മുടെ NPN ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിക്കുക. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ PNPN ട്രാൻസിസ്റ്ററിന്റെ ഉപയോഗം കുറച്ച് കുറവാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും അതിന്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി NPN ട്രാൻസിസ്റ്റർ ആണ്. അതിന്റെ ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കാനും ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് NPN ട്രാൻസിസ്റ്റർ അത്രയുടെ സ്മൂത്ത് അല്ല. അതുകൊണ്ടാണ് NPN ട്രാൻസിസ്റ്റർ അത് ഉപയോഗിക്കുന്നത്. എന്നാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് മോഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ ബേസിക്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ വരച്ചെന്നുള്ളൂ. ഇതൊന്നുകൂടി ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ആനിമേഷൻ ചെയ്ത വീഡിയോ കണ്ടുനോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. The transistor is like an electronic valve that can be used as an amplifier or a switch. It can control a large current flowing through two regions of a semiconductor crystal, like silicon, with a small current applied to a middle region. There are many kinds of transistors. Typical is the bipolar, which has 3 layers: an input layer, a control layer, and an output layer. The layers are either N-type material, which conducts negative charges, or P-type material, which conducts positive charges. The layers are arranged like a sandwich in an NPN or PNP configuration. The individual layers are formed by treating pure silicon with trace amounts of impurities. Adding boron will create N-type material, phosphorus P-type material. N-type material will have a surplus of electrons, whereas P-type material will have a lack. P-type material has a surplus of electron holes and is therefore positive. The silicon crystal is called a semiconductor because it will only conduct a small amount of current unless a change occurs at the junctions of the layers. In bipolar transistors, the input layer is called the emitter, the control layer the base, and the output layer the collector. When a current is applied to the emitter of an NPN transistor, electrons readily cross over to the P-type base, filling the electron holes. But when these holes are filled, the resulting negative charge repels further electrons that would come from the emitter. The transistor does not conduct. But
When a small positive current is applied to the base, it will produce additional holes that will, in turn, allow more electrons to come from the emitter and pass through the base to the collector. Adding more or fewer holes into the base with positive current allows more or less current flow from emitter to collector, like a throttle controlling the speed of an engine. Because the emitter to collector current flow is up to several hundred times greater than the emitter to base current, the transistor makes a powerful amplifier. നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ വേണ്ടി പോണത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇത് ബോർഡ് എക്സാമിനകത്ത് 6 മാർക്ക് 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികളും ഇതൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് വലിയൊരു സംഭവമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ല. ആക്ച്വലി എന്താണ് ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന ആളാണ് ആരെങ്കിലും ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇൻപുട്ടിൽ നമ്മളൊരു മൈക്ക് സെറ്റ് ഫ്രീ ആയിരിക്കാം. നമ്മളെല്ലാവരും അനൗൺസ്മെന്റ് വാഹനം കാണുന്നതാണ്, സ്റ്റേജ് പ്രോഗ്രാമുകൾ കാണാൻ പോകുന്ന ആളുകളാണ്, അങ്ങനെ പല ഫംഗ്ഷനും പല പരിപാടികളും അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ആ മൈക്കിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ ഹലോ എന്നൂടെ പറയുമ്പോൾ അത് ലൗഡ് സ്പീക്കറിലൂടെ വളരെ വലിയൊരു സൗണ്ടായിട്ട് നമുക്ക് പുറത്തേക്ക് കേൾക്കാം. അപ്പോൾ ഇൻപുട്ടിൽ വരുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയാം. ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ അനൗൺസ്മെന്റ് സിസ്റ്റം ആണ്. അതിന്റെ ഇൻപുട്ടിൽ നമ്മൾ ഹലോ എന്നിവിടെ പറയുമ്പോഴത്തേനും ഹലോ എന്നുള്ള വളരെ വലിയൊരു സൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പൊ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിലെ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത് ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയാം. അപ്പൊ ഇതിപ്പോ ഒരു സിമ്പിൾ ആയിട്ട് കളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇൻപുട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു. ഇതിന്റെ ഇൻപുട്ട് സിഗ്നലാണ് ആംപ്ലിഫയറിന്റെ. അത് കഴിഞ്ഞാൽ അതിങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് വളരെ വലിയൊരു സിഗ്നലാണ് ഔട്ട്പുട്ടിൽ വന്ന് വിചാരിക്കാം. ഇതാണ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട്. അപ്പൊ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിനെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് ഔട്ട്പുട്ടിൽ തരുന്ന സർക്യൂട്ടാണ് ആംപ്ലിഫയർ സർക്യൂട്ട്. ഇത് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഈ വേവ് ഫോം വരച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 മാർക്കിന്റെ ആൻസറിന് ഫുൾ മാർക്ക് കിട്ടും. കാര്യങ്ങൾ അതിന്റെ താഴെ നമ്മൾ പറഞ്ഞ് എഴുതി വെച്ചാൽ ഇനിയിപ്പോൾ സർക്യൂട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലോക്ക് ഡയഗ്രം വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സംഭവം കാണിക്കാം, ഇത് ഇൻപുട്ട് എന്ന് കാണിക്കാം, എന്നിട്ട് വേണമെങ്കിൽ പറയുന്ന ചെറിയൊരു സൈൻ വേവ് കാണിക്കാം, അത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം കാണിക്കാം, ഇവിടെ ഔട്ട്പുട്ട് വയ്ക്കാം. ഇതിന്റെ ഔട്ട്പുട്ടിലെ വേവ് ഫോം എന്നുള്ളത് ഇൻപുട്ടിന്റെ അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് വലിയൊരു വേവ് ഫോം ഔട്ട്പുട്ട് വരയ്ക്കാം. അത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ആംപ്ലിഫയർ എന്ന് മാർക്ക് ചെയ്യാം. ഇതിൽ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന സർക്യൂട്ടാണ് ആംപ്ലിഫയർ എന്ന രീതിയിൽ ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിന് വളരെ സുഖമായിട്ട് എന്ത് ചെയ്യും? 2 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 6 മാർക്കിന്റെ ആണെങ്കിൽ 6 മാർക്കും കിട്ടും. ഈ ഒരു ഡയഗ്രം എന്തായാലും നിങ്ങൾക്ക് വരയ്ക്കാം. അത് ഓർത്ത് വയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. ജസ്റ്റ് ഇൻപുട്ട് കൊടുത്തു, ഇൻപുട്ടിൽ വീക്ക് ആയിട്ടുള്ള സിഗ്നൽ കൊടുത്ത് ഹലോ എന്ന് പറഞ്ഞത് അങ്ങനെ നേരെ എവിടേക്ക് പാസ് ചെയ്തു? ആംപ്ലിഫയറിലേക്ക് പാസ് ചെയ്തു. ആംപ്ലിഫയറിന്റെ ആ സിഗ്നലിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്തു? കൂട്ടി. ആ സർക്യൂട്ടാണ് എന്ത് സർക്യൂട്ട്? ആംപ്ലിഫയർ സർക്യൂട്ട്. അതിന് നമ്മൾക്ക് ഔട്ട്പുട്ടിലേക്ക് വരുന്നതിനും ഹലോ എന്നുള്ള വലിയൊരു സിഗ്നലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വരിക. അപ്പൊ ഞാൻ ഈ രീതിയിൽ പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് നമ്മൾ ഈ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ആണ്, നമ്മൾ ഈ മൈക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ഇൻപുട്ടില് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ആ 2 ഹാഫ് സൈക്കിളും ഔട്ട്പുട്ടിൽ വരുന്ന ആംപ്ലിഫയർ ഉണ്ടാവും. അതിനെ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയും. ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ മാത്രം കിട്ടുകയായിരിക്കാം, അതിനെ ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയും. ഇതിന്റെ 180 ഡിഗ്രിയിൽ താഴെ കിട്ടുന്നതായിരിക്കാം, അതിനെ ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയും. നമുക്ക് ആകെ അത്രയാണ് ഇതിനകത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് അത് മോണി വിശദമായിട്ട് തന്നെ എഴുതാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ക്ലാസ് എ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമുക്ക് ക്ലാസ് എ ആംപ്ലിഫയറിനെ കുറിച്ചിട്ട് പറയാം. ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുക്കും. അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ താഴേക്ക് ഒന്നിനൊന്ന് പ്രൊജക്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ഇതിന്റെ 2 ഹാഫ് സൈക്കിളും നമുക്ക് പുറത്തേക്ക് ആംപ്ലിഫൈ ചെയ്തിട്ടാണ്. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഒരേപോലെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരികയാണെങ്കിൽ അത് ക്ലാസ് എ ആംപ്ലിഫയർ ആണ്.
അതായത് ഇൻപുട്ടിനകത്തുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ആംപ്ലിഫൈ ചെയ്തിട്ട് പുറത്തേക്ക് കിട്ടുന്ന തരം ആംപ്ലിഫയറിനെ നമ്മൾ എന്ത് പറയുക, ക്ലാസ് എ ആംപ്ലിഫയർ പറയുക. അതിനകത്ത് ഇൻപുട്ടിൽ കൊടുത്ത 360 ഡിഗ്രി സിഗ്നൽ എന്ത് ചെയ്യും, പുറത്തേക്ക് കിട്ടും. ഈ ഒരു പോയിന്റ് മുതൽ ഇതുവരെ 180 ഡിഗ്രി, ഇവിടുന്നാണ് ഇതുവരെ 360 ഡിഗ്രി. അതിനെ നമ്മളിത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 0 to π, ഇവിടെ 2π എന്ന് പറഞ്ഞിട്ട് ചില ബുക്കിൽ മാർക്ക് ചെയ്തതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇൻപുട്ടിലുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഒരേപോലെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആംപ്ലിഫയർ ആണ് ആര്, ക്ലാസ് എ ആംപ്ലിഫയർ. അതേപോലെ ഇൻപുട്ടിലുള്ള 360 ഡിഗ്രി സിഗ്നലും എവിടെ കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ. അതേമാതിരി 0 to 2π എന്നുള്ള ആ ഒരു സിഗ്നൽ ഫുള്ളായിട്ടും എവിടെ കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. ഇതൊക്കെ ഇതിൽ എഴുതാവുന്ന പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലറിയോ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയർ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ വിശദമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ്സ് പ്രത്യേകം എന്ത് ചെയ്യുന്നത്, എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ക്ലാസ് എ ആംപ്ലിഫയർ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് വിചാരിക്കണം. ഇൻപുട്ടിലുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരേപോലെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആംപ്ലിഫയർ ആണ് ആര്, ക്ലാസ് എ ആംപ്ലിഫയർ. 0 to 360 ഡിഗ്രി എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ 0 to 2π എന്നുള്ള ആ ഒരു ഇതിലും പീരീഡിൽ എന്ത് ചെയ്യും, ഇതിന് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഞാൻ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ക്ലാസ് ബി ആംപ്ലിഫയർ ആണ്. ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ സിമ്പിൾ ആണ്, ചെറിയ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ക്ലാസ് എ ആംപ്ലിഫയറിനേക്കാളും വളരെ ലളിതമായിട്ടുള്ള വ്യത്യാസമുള്ളതായിരിക്കും ക്ലാസ് ബി ആംപ്ലിഫയറിന്. ഇപ്പൊ ഇത് ആംപ്ലിഫയർ, ആ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് സിഗ്നൽ ആണ് ഇയാൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. അപ്പൊ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് പ്രൊജക്ട് ചെയ്യാം, നമുക്കത് വരയ്ക്കുന്നത് തെറ്റാതെ ചെയ്യാം. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും ക്ലാസ് ബി ആംപ്ലിഫയറിൽ ഔട്ട്പുട്ടിൽ വരും. ഇയാൾ ക്ലാസ് ബി ആംപ്ലിഫയർ ആണ്. ഇത് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ആണ്. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. ഈ ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ടിൽ വരുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ടിൽ വരുള്ളൂ. അത്തരം ആംപ്ലിഫയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയാം. ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ഔട്ട്പുട്ടിൽ വരും, അതല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ വരും. ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ടിൽ വരുള്ളൂ ക്ലാസ് ബി ആംപ്ലിഫയർ. അപ്പൊ അത് 0 to π എന്നും 2π എന്നൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ 180 ഡിഗ്രി എന്നും ഇവിടെ 360 ഡിഗ്രി എന്നൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വിചാരിക്കാം. അപ്പൊ ഒന്നല്ലെങ്കിൽ ഔട്ട്പുട്ടില് 0 to 180 ഡിഗ്രി സിഗ്നൽ മാത്രമേ വരുള്ളൂ, അതല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ വരുള്ളൂ നമുക്ക് ഉണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി ടു 360 ഡിഗ്രി അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമാണ് ഔട്ട്പുട്ടിൽ വരുന്നത് നമുക്ക് സെന്റൻസ് ചെയ്യണം. അതല്ലെങ്കിൽ 0 to π പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ വരുള്ളൂ എന്ന് നമ്മൾ നോട്ട്സ് ചെയ്താം. അതല്ലെങ്കിൽ π to 2π നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ടിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ നോട്ട്സ് ചെയ്തേക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് ബി ആംപ്ലിഫയറിനെ നമുക്ക് എഴുതാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലാസ് ബി ആംപ്ലിഫയറിനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഒന്നുകൂടി ലളിതമായിട്ട് പറയാം. ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തു, അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ട് ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരം ആംപ്ലിഫയറിനെ നമ്മൾ എന്ന് പറയുന്നത് ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയാം. ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം പ്രസന്റ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം എന്ത് ചെയ്യും, പ്രസന്റ് ആവും. ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ മാത്രം പ്രസന്റ് ആയിരിക്കുന്ന ആംപ്ലിഫയറിനെ നമ്മൾ എന്ന് പറയുക ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 0 to π എന്നോ അല്ലെങ്കിൽ 0 to 180 ഡിഗ്രി എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് സാങ്കേതിക ഭാഷ ഉപയോഗിച്ചിട്ട് എഴുതിയാലും നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഈ വേവ് ഫോം വരച്ചതിന്റെ കാര്യം മനസ്സിലാവും. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് സി ആംപ്ലിഫയർ. എന്താ ഈ ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഒരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് സിഗ്നലാണ്. ഇനി ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോ ഇവിടെ 0 to 180 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇതിലും കുറഞ്ഞ ഔട്ട്പുട്ട് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ അങ്ങനെ, അതല്ല നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ അങ്ങനെ. ഈ ഒരു 0 to 180 ഡിഗ്രിനേക്കാളും 0 to 180 ഡിഗ്രിനേക്കാൾ കുറഞ്ഞ ഔട്ട്പുട്ടാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് വിചാരിക്കാം. അത്ര ആംപ്ലിഫയർ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയും.
അത് ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിലാവാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം നെഗറ്റീവ് സൈഡിലാവാം. അതായത് ഒരു 180 ഡിഗ്രിനേക്കായി താഴ്ന്ന സിഗ്നലായിരിക്കും എന്ത് ചെയ്യുക ഔട്ട്പുട്ട് കിട്ടുക. അത്ര ആംപ്ലിഫയറിനെ നമ്മൾ ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പൊ ക്ലാസ് സി ആംപ്ലിഫയർ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇൻപുട്ട് സിഗ്നൽ വരയ്ക്കാം, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഔട്ട്പുട്ട് സിഗ്നൽ വരയ്ക്കാം. അപ്പൊ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 180 ഡിഗ്രിയിലും താഴെ സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്പുട്ടിൽ കിട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ 180 ഡിഗ്രിയിൽ താഴെ സിഗ്നലാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുക. അത്തരം ആംപ്ലിഫയറിനെ നമ്മൾ പറയുക ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പൊ ഇവിടെ ശരിക്കും 0 to 180 ഡിഗ്രി 360 ഡിഗ്രി എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം, എന്നാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയറിനകത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണം. എങ്കിലും ഒന്നും കൂടി എല്ലാം നമുക്കൊന്ന് എടുത്ത് വരയ്ക്കാം. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഇങ്ങനെ വരച്ചു. ഇൻപുട്ടിൽ ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ട്. ആ ഇൻപുട്ടിലെ സിഗ്നൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഒരേപോലെ ആംപ്ലിഫൈ ചെയ്ത് പുറത്തേക്ക് കിട്ടിയാൽ അതേതായി ക്ലാസ് എ ആംപ്ലിഫയർ ആയി. അതുപോലെ ഇവിടെ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ ഉണ്ട്. ഇൻപുട്ട് സിഗ്നലിനെ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ, ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ ആംപ്ലിഫൈ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ അത് ക്ലാസ് ബി ആംപ്ലിഫയർ ആയി. അതുപോലെ ഇൻപുട്ടിൽ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻപുട്ട് കൊടുത്ത സിഗ്നലിന്റെ 180 ഡിഗ്രിയിലും താഴെ ഉള്ള ഒരു ഭാഗം മാത്രം ആംപ്ലിഫൈ ചെയ്ത് പുറത്തു വന്നു. അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാവാം അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാവാം. അതിന് ക്ലാസ് സി പവർ ആംപ്ലിഫയർ എന്ന് പറയും. അപ്പൊ ഇത് മൂന്നും തമ്മിലുള്ള കമ്പാരിസൺ ആണ് സാധാരണ ചോദിക്കുക, അല്ലെങ്കിൽ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയർ എന്താണെന്നുള്ളതാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ 3 ഫിഗർ വരച്ച് വെക്കുക. 3 ഫിഗറും വരച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇതിന് വേണമെങ്കിൽ ക്ലാസ് എ, ഇത് ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയർ മാത്രം നമുക്ക് എഴുതി കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ ആൻസർ കാര്യങ്ങളൊക്കെ കൃത്യമാവും. നമുക്ക് മനസ്സിലായതാണെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്കിന് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളുടെ അടുത്ത ക്ലാസ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോണത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ കുറിച്ചാണ്. അപ്പൊ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്നുള്ളത് നമ്മളെ ബോർഡ് എക്സാമിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു 6 മാർക്ക് 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. അപ്പൊ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ അതൊരു ഫിഗർ ഉണ്ട്. അതിന്റെ പുറമെ നമ്മൾ കോമൺ എമിറ്റർ എന്നുള്ളത് RC കപ്പിളിന്റെ ആംപ്ലിഫയറിന്റെ ഒരു ഫിഗർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഒരു ഇതിനകത്ത് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഇപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഒരു ഫിഗർ വരയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് പഠിക്കാനും വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രയാസമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിന്റെ ഡയഗ്രം വരച്ചാലും നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ആൻസർ ആയിട്ട് ഇത് എഴുതാൻ പറ്റും. വിരോധമല്ല, അതിന് മാർക്കും കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ശരിക്കുള്ള ഫിഗറിനെ കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി പോണ ടോപ്പിക് എന്നുള്ളത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്, സി ആംപ്ലിഫയർ. അപ്പോ ആ പേരിനകത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ആദ്യം നമ്മളെ ട്രാൻസിസ്റ്റർ നമ്മൾ വരയ്ക്കാം. നമ്മുടെ ട്രാൻസിസ്റ്റർ ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. അതായത് നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്നുള്ളത് NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ഈ NPN ട്രാൻസിസ്റ്റർ നമ്മൾ ഇത് കോമൺ എമിറ്റർ എന്ന് പറയാൻ കാരണം ഇതാണ് ഇതിന്റെ എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. അത് നിങ്ങൾക്ക് മുന്നേ അറിയാവുന്നതാണ്, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ പഠിക്കുകയും അതിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അപ്പൊ ഇത് ഇതിന്റെ എമിറ്റർ ആണ്, ഇതിന്റെ ബേസ് ആണ്, ഇതിന്റെ കളക്ടർ ആണ്. അപ്പൊ ഈ എമിറ്റർ ജംഗ്ഷൻ എന്നുള്ളത് കോമൺ ആയിട്ട് ഇൻപുട്ട് സൈഡിലേക്കും കണക്ഷൻ വരും, അതേപോലെ കോമൺ ആയിട്ട് ഔട്ട്പുട്ട് സൈഡിലേക്കും കണക്ഷൻ വരും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതിൽ പേരിനകത്ത് ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പേര് വരാൻ തന്നെ കാരണം ഇതിന്റെ ഈ ഒരു എമിറ്റർ സൈഡ് എന്നുള്ളത് ഇൻപുട്ട് സൈഡിലേക്ക് കണക്ഷൻ വരും, അതേപോലെ എന്ത് ചെയ്യും ഔട്ട്പുട്ട് സൈഡിലേക്ക് കണക്ഷൻ വരും. അതിന്റെ 2 സൈഡിലേക്കും കണക്ഷൻ വരുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയാനുള്ള പ്രധാന കാരണം. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഇതിന്റെ ഇൻപുട്ട് സൈഡ് ഫോർവേഡ് ബയാസും ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് ബയാസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് സൈഡ് ഫോർവേഡ് ബയാസും ഔട്ട്പുട്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ബയാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ പി ജംഗ്ഷൻ ആണ്. അപ്പൊ ഈ ട്രാൻസിസ്റ്ററിന്റെ പി ജംഗ്ഷനിൽ നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു, ഇവിടെ നെഗറ്റീവ് സപ്ലൈ കൊടുത്തു. ക്ലിയർ ആയില്ലേ?
ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് സൈഡ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബേസിലാണ്. ബേസ് എന്നുള്ളത് പി റീജിയൻ ആണ്. പി റീജിയനകത്ത് നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവ് കൊടുത്തു. പി റീജിയനിൽ പോസിറ്റീവ് കൊടുത്ത് നോക്കുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്നത് പോലെ ഈ ജംഗ്ഷൻ ഇപ്പം എന്ത് ചെയ്തു, ഫോർവേഡ് ബയസ് ആയി. ഇനി നമുക്ക് ഈ കലക്ടർ ടു എമിറ്റർ ജംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് എടുക്കാം. അങ്ങനെ കലക്ടർ ടു ഈ എമിറ്റർ ജംഗ്ഷൻ നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ നേരത്തെ ഇവിടെ നമ്മൾ റിവേഴ്സ് ബയസ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ റീജിയൻ ആണ്. ഈ എൻ റീജിയന് നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു, ഇവിടെ നെഗറ്റീവ് സപ്ലൈ കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഔട്ട്പുട്ട് സൈഡ് എന്ത് ചെയ്തു, റിവേഴ്സ് ബയസ് ആയി. അപ്പൊ നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് എമിറ്റർ എന്നുള്ളത് എന്ത് ചെയ്യും, ഇതാണ് നമ്മുടെ എമിറ്റർ, ഇയാള് എമിറ്റർ, ഇയാള് ബേസ്, ഇയാള് കലക്ടർ. ഈ എമിറ്റർ എന്നുള്ളത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ് ഇതിനെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻപുട്ട് സൈഡ് നമുക്ക് ഫോർവേഡ് ബയസ് ആക്കണം, ഔട്ട്പുട്ട് സൈഡ് നമുക്ക് റിവേഴ്സ് ബയസ് ആക്കണം. അപ്പോൾ ഒരു പി റീജിയൻ ആണ്. ഈ പി റീജിയനെ ഫോർവേഡ് ബയസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തോടെ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു. അപ്പൊ ഈ ഭാഗം ഫോർവേഡ് ബയസ് ആയി. ഈ ഒരു ഭാഗം എൻ റീജിയൻ ആണ്. അപ്പൊ ഈ ഭാഗം റിവേഴ്സ് ബയസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എൻ റീജിയനിൽ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു നോക്കുമ്പോൾ ഈ ഭാഗം എന്ത് ചെയ്തു, റിവേഴ്സ് ബയസ് ആയി. നമ്മുടെ ഒന്നാമത്തെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ഈ സപ്ലൈന്ന് കയറി വരുന്ന കറന്റ് ഒന്ന് ലിമിറ്റ് ചെയ്യണം. അപ്പൊ ആ കറന്റ് ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, നമ്മളിവിടെ ജസ്റ്റ് ഒരു റെസിസ്റ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി നമുക്ക് ഈ ഔട്ട്പുട്ട് സൈഡിലും ഇവിടെ കറന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ രണ്ട് റെസിസ്റ്റർ ആഡ് ചെയ്തു. ഇപ്പൊ ഈ വഴി ഭാഗത്ത് ഒരു റെസിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്ത് കണക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഇൻപുട്ട് സിഗ്നൽ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഇങ്ങനെ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കൊടുക്കും. ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ നമ്മൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻപുട്ടിനകത്തുള്ള നോയ്സോ ഡിസ്റ്റോർഷൻസോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ആംപ്ലിഫയറിനകത്തേക്ക് വരാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ആംപ്ലിഫയർ ഓണാക്കി കഴിഞ്ഞാൽ കാണാൻ ചില സമയത്ത് മറ്റൊരു കൂക്കലും അതേപോലത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കേൾക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള നോയ്സോ മറ്റോ ഡിസ്റ്റോർഷൻസോ കാര്യങ്ങളൊക്കെ കയറി വന്നാൽ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള ആ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഒഴിവാക്കി നിർത്തണം. അതിനെ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കും. ഒരു ഇൻപുട്ട് കപ്പാസിറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ നമുക്ക് പേര് കൊടുക്കണം. അപ്പൊ നമ്മളിപ്പോ സർക്യൂട്ട് വരച്ചു. നമ്മൾ ഈ ഭാഗം ഫോർവേഡ് ബയസ് ആക്കി, അതിന് വേണ്ടിയിട്ട് പി റീജിയൻ നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു. ഈ ഭാഗം റിവേഴ്സ് ബയസ് ആക്കി. അതിന് ഈ എൻ റീജിയൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു നോക്കുമ്പോൾ ആ ഭാഗം റിവേഴ്സ് ബയസ് ആയി. അതിനുശേഷം ഇവിടെ ഇൻപുട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സിഗ്നൽ കൊടുത്തു. ഇൻപുട്ടിൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യമില്ലാത്ത നോയ്സ് ഡിസ്റ്റോർഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറി വരും. ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കൊടുത്തു. ഇൻപുട്ട് കൊടുക്കുന്ന കപ്പാസിറ്റർ ആണ് CI. ഇനി നമ്മൾ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ എടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഈ ഭാഗത്താണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് കിട്ടി. അതിന് ഔട്ട്പുട്ട് സിഗ്നൽ ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ നമ്മളിപ്പോ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ നമ്മൾ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത നോയ്സ് ഡിസ്റ്റോർഷൻസ് അങ്ങനത്തെ കാര്യങ്ങളും മറ്റു വിഷയങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല, കയറി വരാൻ പാടില്ല. അപ്പൊ ഔട്ട്പുട്ടിനകത്ത് അത്തരത്തിലുള്ള ഡിസ്റ്റോർഷൻസ് മറ്റു സിഗ്നലൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യും, ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് കൊടുക്കും. ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് കപ്പാസിറ്റർ CO എന്ന് പറയും. അപ്പൊ കണ്ടോ, നമ്മളിപ്പോ എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് സർക്യൂട്ട് വരച്ചത്. നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എമിറ്റർ ജംഗ്ഷൻ എന്നുള്ളത് കോമൺ ആയിട്ട് ഇൻപുട്ട് സൈഡിലേക്കും വരും ഔട്ട്പുട്ട് സൈഡിലേക്കും വരും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയാൻ തന്നെ കാരണം. പിന്നെ അതിനകത്ത് നമുക്ക് ഇൻപുട്ട് സൈഡ് എന്ത് ചെയ്യണം, ഫോർവേഡ് ബയാസ് ആക്കണം. അപ്പൊ ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. NPN ട്രാൻസിസ്റ്റർ ആണ്. ഈ പി റീജിയൻ നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു. അതുപോലെ ഔട്ട്പുട്ട് സൈഡ് നമുക്ക് റിവേഴ്സ് ബയാസ് ആക്കണം. അപ്പൊ ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ഈ N റീജിയൻ നമ്മളോട് പോസിറ്റീവ് സപ്ലൈ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് സൈഡ് എന്ത് ചെയ്തു, റിവേഴ്സ് ബയാസ് ആയി. അതിന് പുറമെ നമ്മളിവിടെ ഒന്നുള്ള കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെസിസ്റ്റൻസ് R കൊടുത്തു. അതേപോലെ ഔട്ട്പുട്ടിൽ ഈ ബയാസിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഔട്ട് റെസിസ്റ്റൻസ് അവിടെ ഒരു കറണ്ട് റെസിസ്റ്റർ കൊടുത്തതിനാണെങ്കിൽ നമുക്ക് RC എന്ന് പേര് കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ബേസിലേക്ക് കൊടുക്കുന്ന RB എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. അതായത് സോറി പോലെ നമുക്ക് കൊടുക്കാം. അതേപോലെ നമ്മളിവിടെ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കൊടുക്കും. അങ്ങനെ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കൊടുത്ത സമയത്ത് ആ ഇൻപുട്ടിനകത്ത് വരുന്ന ആവശ്യമില്ലാത്ത നോയ്സ് ഡിസ്റ്റോർഷൻസ് സിഗ്നലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കണം, ഫിൽട്ടർ ചെയ്ത് കളയാം. അങ്ങനെ ആവശ്യമില്ലാത്ത നോയ്സ് ഡിസ്റ്റോർഷൻസ് സിഗ്നലൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കളയാം, ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് കപ്പാസിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ കൊടുക്കും. ഔട്ട്പുട്ടിനകത്തും ആവശ്യമില്ലാത്ത നോയ്സോ ഡിസ്റ്റോർഷൻസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ കൊടുത്തു. അതിൽ നമ്മൾ സി ഔട്ട് എന്നുള്ള ഒരു പേര് അതിനും കൊടുത്തു. അപ്പൊ ഇതിനകത്ത് അടുത്തതായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന്റെ വേവ് ഫോം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വരച്ചിട്ടില്ല. കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഇൻപുട്ടിലൊരു സിഗ്നൽ ഇങ്ങനെ കൊടുത്താൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഹൈ ആക്കി വരുന്ന സംവിധാനമാണ് ആംപ്ലിഫയർ. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ വരിക, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ വരിക. അപ്പൊ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനിക്കറിയാം, ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തു, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിയിട്ട് വരുന്ന സംവിധാനമാണ് ആംപ്ലിഫയർ സർക്യൂട്ട് എന്നുള്ളത്. അപ്പൊ അടുത്ത് നമുക്ക് ഹൈ ആയിട്ടുള്ള സിഗ്നൽ കിട്ടി. അതായത് ഒരു മൈക്കിൽ നമ്മൾ ഹലോ എന്ന് പറയുമ്പോൾ നമുക്ക് ലൗഡ് സ്പീക്കറിലൂടെ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സൗണ്ടാണ് നമുക്ക് വരിക. അതേ രീതിയിൽ നമ്മളുടെ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ ആംപ്ലിഫൈ ചെയ്ത ഒരു സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഇൻപുട്ടില് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഔട്ട്പുട്ടില് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കുക. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതായത് ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ ഇൻപുട്ടിലെ സിഗ്നലും ഔട്ട്പുട്ടിലെ സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ കോമൺ ബേസ് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ കോമൺ ബേസ് ആംപ്ലിഫയറിനകത്ത് ഇൻപുട്ട് കൊടുത്തു, അതേ സാധനം തന്നെ നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇതിണ്ടാവാം, പുറത്തേക്ക് കിട്ടിണ്ടാവുക. അവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നിട്ടില്ല. നേരെ മറിച്ചിട്ട് നമ്മളെ ഇത് നമ്മൾ കോമൺ ബേസ് ആംപ്ലിഫയറിന്റെ കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. നേരെ മറിച്ചിട്ട് നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിന്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യാറ്, ഔട്ട്പുട്ടിൽ കിട്ടാറ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും. അപ്പൊ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് സിഗ്നൽ വരച്ചാൽ അതിന്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുക. അപ്പൊ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതിന്റെ ഔട്ട്പുട്ട് ഒരു ഫോർമുല ഉണ്ട്, V0 VCC മൈനസ് IC RC. V0 VCC മൈനസ് IC RC എന്നുള്ള ഒരു ഫോർമുല ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്കിത് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്തെ ജസ്റ്റ് ഈ ഫിഗർ വരക്കല് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഈ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ക്ലിയർ ആയിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ വരച്ചതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് എഴുതിയിട്ട് ഈ പറഞ്ഞ ഫോമും കാര്യങ്ങളും ഈ ഫോർമുല എഴുതി വെച്ചാൽ തന്നെ എനിക്ക് മാർക്ക് കിട്ടും. ഇനി ഒന്നും കൂടി അതിന്റെ പരിപൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്തുള്ള മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും, അതിനകത്ത് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഒന്നും കൂടി ഇതിന്റെ വർക്കിംഗ് ഒന്നുകൂടി പറയാം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് ഒന്നുകൂടി സ്കോർ ചെയ്യാൻ പറ്റും. വേവ് ഫോം എങ്ങനെ വരിക എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മുടെ ഇൻപുട്ട് സൈഡിൽ ഇങ്ങനെ ഒരു വേവ് ഫോം കൊടുക്കും. അപ്പൊ അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ ഇത് പി റീജിയൻ ആണ്, ഇയാൾ എന്ത് ചെയ്തു, ഫോർവേഡ് ബയസ് ആയി. അപ്പൊ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. അപ്പൊ ഇവിടുത്തെ ഈ ഒരു കളക്ടർ കറണ്ട് IC എന്ത് ചെയ്യും, കൂടും. അപ്പൊ VCC മൈനസ് IC RC എന്നുള്ള ഫോർമുല പ്രകാരം ഇത് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, പോകും. അതിനടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ റീജിയൻ എന്തായി, റിവേഴ്സ് ബയസ് ആയി. അപ്പൊ ഇവിടുത്തെ കളക്ടർ കറണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പൊ VCC മൈനസ് IC RC എന്നുള്ള ഫോർമുല പ്രകാരം ഈ സൈഡ് എന്ത് ചെയ്യും, പോസിറ്റീവ് സൈഡിലേക്ക് എന്ത് ചെയ്യും, പോകും. അങ്ങനെയാണ് ഈ സർക്യൂട്ടിന്റെ ഈ ഒരു വേവ് ഫോം വരാനുള്ള ഒരു പ്രധാന കാരണം. ബാക്കിയുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഫിഗർ വരച്ചു. ഈ ഫിഗറാണ് ശരിക്കും കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ശരിയായിട്ടുള്ള ഫിഗർ. ഇത് തന്നെ നമുക്കൊന്ന് വേണമെങ്കിൽ വേറെ ഫിഗർ കൂടി നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. അപ്പൊ ആ ഫിഗർ കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് വരച്ചു തരാം. നമ്മൾ ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിച്ച ഒരു സാധനമാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. നമുക്കിപ്പോ സിംഗിൾ സ്റ്റേജ് നമുക്കിപ്പോ ചർച്ച ചെയ്യാം. ഈ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ വരച്ചാലും നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്നുള്ള സെയിം സാധനം തന്നെയാണ് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. എന്താ ഈ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ബോർഡ് എക്സാമിനകത്ത് സ്ഥിരമായിട്ട് 7 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് 8 മാർക്കിന് ചോദിക്കുന്ന
ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണെന്ന് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ. മനസ്സിലായില്ലേ? ബോർഡ് എക്സാമിനകത്ത് സ്ഥിരമായിട്ട് 6 മാർക്കിന് 7 മാർക്കിന് 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണത് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ തന്നെയാണ് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയറിനകത്ത് വരിക. അപ്പൊ ബൈ ചാൻസ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന്റെ സമയത്ത് ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ശരിയായിട്ട് നമ്മൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സർക്യൂട്ട് എനിക്ക് വരയ്ക്കാൻ ഓർമ്മ കിട്ടിയില്ല, എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് വിചാരിക്കാം. ഉടനെ നമ്മൾ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിന്റെ ആ ഒരു ഫിഗർ വരച്ചാൽ തന്നെ, ഈ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിന്റെ ഫിഗർ വരച്ചാൽ അത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ സെയിം സർക്യൂട്ട് ആയിട്ട് തന്നെ വരിക. അപ്പൊ ഈ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്താൽ അതിന്റെ പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ എമിറ്റർ ആംപ്ലിഫയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അതിന് 2 ഗുണമുണ്ട്. ഒന്ന് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, അതിനൊപ്പം തന്നെ നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ആദ്യം നമ്മളെ ട്രാൻസിസ്റ്റർ വരയ്ക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ 4 റെസിസ്റ്റർ വരയ്ക്കാം. എന്നിട്ട് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊരു ബയാസിംഗ് വോൾട്ടേജ് കൂടെ കൊടുക്കും, അത് +VCC. ഇവിടെ നമ്മൾ ഇതിന് ഗ്രൗണ്ട് ചെയ്തതായിട്ട് നിർബന്ധമായിട്ട് കാണിക്കണം. അതേപോലെ ഈ റെസിസ്റ്ററിന്റെ പേര് കൊടുക്കാം R1, ഇയാള് R2, ഇയാള് RC, ഇയാള് RE. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിവിടെ ഇൻപുട്ടിൽ സിഗ്നൽ കൊടുക്കണം. അപ്പൊ ഇൻപുട്ട് സിഗ്നൽ നമ്മളിവിടെ കൊടുത്തു. ആ ഇൻപുട്ട് സിഗ്നലിലുള്ള നോയ്സ് ഡിസ്റ്റോർഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തു. ഇയാൾക്ക് നമുക്ക് വേണമെങ്കിൽ Cin എന്നിട്ട് പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് എടുത്തു. ഔട്ട്പുട്ടിനായിട്ടുള്ള നോയ്സ് ഡിസ്റ്റോർഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തു. അയാൾക്ക് വേണമെങ്കിൽ നമുക്ക് Cout എന്ന് പേര് കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റെബിലിറ്റി ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുക്കാം. അയാൾക്ക് നമുക്കൊരു പേര് കൊടുക്കാം CE. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിനകത്ത് ഈ ഒരു എമിറ്റർ ജംഗ്ഷൻ കണ്ടില്ലേ, ഇയാള് എമിറ്റർ, ഇയാള് ബേസ്, ഇയാള് കളക്ടർ. ഇയാള് എമിറ്റർ, ഇയാള് ബേസ്, ഇയാള് കളക്ടർ. ഇത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് തന്നെയാണ് ഇവിടെ RC കപ്പിൾ ആംപ്ലിഫയറിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് പറയാം. ഇതേ സാധനം തന്നെ നമുക്ക് ഏത് ഉപയോഗിക്കാം, കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്റെ ഈ ഫിഗർ വരയ്ക്കാൻ പഠിച്ചു. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും 2 സെന്റൻസ് എടുത്ത് എഴുതണം. അപ്പൊ ഇതിനകത്ത് ഓരോന്നിനകത്തുള്ള ഫംഗ്ഷൻ നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് റെസിസ്റ്റർ R1, R2, RE. ഈ റെസിസ്റ്റർ കൂടി ശ്രദ്ധിക്കാം. റെസിസ്റ്റർ R1, R2, RE. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്, ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കണം. അപ്പൊ നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് ആണ്. ക്ലിയർ ആയില്ലേ? ഒരു ട്രാൻസിസ്റ്റർ നമ്മള് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കണം. നമ്മൾ ഈ ഒരു സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനകത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ്. ആ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റർ R1, R2, RE ഈ 3 റെസിസ്റ്റർ എന്ത് ചെയ്തു നമ്മൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C ആംപ്ലിഫയർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം. ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഈ പറഞ്ഞ റെസിസ്റ്ററുകൾ R1, R2, RE ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ റെസിസ്റ്റർ R1, R2, RE ന്റെ ഫംഗ്ഷൻ വരിക. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് C. ഈ കപ്പാസിറ്റർ C ന്റെ ഫംഗ്ഷൻ എന്നുള്ളത് ഇതിനകത്ത് ആവശ്യമില്ലാത്ത സിഗ്നൽസും നോയ്സും ഡിസ്റ്റോർഷൻസ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് കളയലാണ് ഈ കപ്പാസിറ്റർ CE ഫംഗ്ഷൻ. അതായത് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം, അതിനെ പോലെ പുറമെ ആവശ്യമില്ലാത്ത നോയ്സ് ഡിസ്റ്റോർഷൻസ് സിഗ്നലൊക്കെ എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്ത് കളയാം. പിന്നെ ഇൻപുട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട് Cin, അത് നമ്മൾ ഇൻപുട്ട് സൈഡിൽ നിന്നുള്ള നോയ്സ് ഡിസ്റ്റോർഷൻസ് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യാനും. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് Cout, അത് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ഡിസ്റ്റോർഷൻസ് ഒഴിവാക്കാൻ. പിന്നെ RC എന്നുള്ളത് ഇതിന്റെ ബയാസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ വരാം. അപ്പൊ ഈ സർക്യൂട്ട് വരയ്ക്കാം. സർക്യൂട്ട് വരച്ചിട്ട്
ഈ റെസിസ്റ്റർ R1, R2, RE എന്നുള്ളത് വോൾട്ടേജ് ഡിവൈഡർ ബയസ് കൊടുക്കാനാണ്, ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാനാണ്, ബയസ് സ്റ്റെബിലിറ്റി കൊടുക്കാനാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്നുള്ള കാര്യം എടുത്ത് എഴുതുക. ഇത് അതേപോലെ ഫീഡ്ബാക്ക് കൊടുക്കാൻ ബയസ് സ്റ്റെബിലിറ്റി വേണ്ടി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ് എടുത്ത് എഴുതുക. അതുപോലെ ഇൻപുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇത് രണ്ടും കൊടുക്കുന്നത് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നോയ്സും ഡിസ്റ്റർബൻസും ഒഴിവാക്കാനാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നിർബന്ധമായിട്ട് എടുത്ത് എഴുതണം. അതിന് പുറമെ നമ്മൾ വരയ്ക്കാൻ മറന്നു പോകാത്തൊരു സാധനമുണ്ട്. ഇവിടെ പ്ലസ് VCC സപ്ലൈ കൊടുക്കണം, ഇവിടെ നമ്മൾ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതെ വളരെ വലിയൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിന്റെ വേവ് ഫോം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ അതേ വേവ് ഫോം തന്നെയാണ് ഇവിടെയും വരിക. ഇൻപുട്ടിൽ ഇങ്ങനെ സിഗ്നൽ കൊടുത്താൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ വരിക. പക്ഷെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്തുണ്ട്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇത് നമ്മുടെ ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൽ കൊടുത്ത സിഗ്നലിനേക്കാളും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള സിഗ്നലാണ് നമുക്ക് എവിടെ കിട്ടുക, സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം സർക്യൂട്ട് വരയ്ക്കുക. സർക്യൂട്ട് വരച്ചാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഓരോ റെസിസ്റ്ററിന്റെയും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എടുത്തെഴുതുക. അതിന് ആ റെസിസ്റ്ററിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എടുത്തെഴുതി, ഈ കാര്യങ്ങളൊക്കെ എടുത്തതിന് വർക്കിംഗ് ആയി. അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും എന്ത് ചെയ്യാൻ പാടില്ല, വരയ്ക്കാൻ മറക്കാൻ പാടില്ല. വരയ്ക്കാൻ മറന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടൂല. അപ്പൊ ഇൻപുട്ടിൽ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്ന സിഗ്നൽ എന്നുള്ളത് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലുള്ള സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനകത്ത് നമുക്ക് എന്ത് ചെയ്ത് പുറത്തേക്ക് കിട്ടാതെ. അപ്പൊ എന്താ വെച്ചാൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്താണോ അതിന്റെ അതേ ആൻസർ തന്നെയാണ്. അതിന് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ചോദിച്ചാൽ നമുക്ക് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിന്റെ സർക്യൂട്ടും പഠിക്കാം. അപ്പൊ ഈ ഒരു സാധനം പഠിച്ചാൽ എനിക്ക് 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ചെറിയൊരു ആനിമേഷൻ ചെയ്ത ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഒന്നുകൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. What is common emitter transistor amplifier? The common emitter transistor amplifier circuit is one of the mainstay circuits for use within electronic design. The common emitter circuit configuration is used as a basic switch for logic circuits, as an analog amplifier, and in many other applications. The common emitter circuit configuration provides voltage gain combined with a moderate current gain, as well as a medium input and medium output impedance. The common emitter amplifier has the signal applied to the base, and the output is then taken from the collector circuit. As the name implies, the emitter circuit is common to both input and output. Practical common emitter amplifier circuit. However, for the circuit to be able to operate in a real system, other elements such as bias, decoupling, and the like need to be added. As a result, the overall circuit for a common emitter amplifier utilizes several components to ensure that it is able to operate in the fashion required. Within the circuit, there are a number of components that provide different functions to enable the overall circuit to operate in the fashion required. Where R1, R2, these resistors provide the bias for the base of the transistor. R3, this is the collector load resistor within the common emitter amplifier. R4, this resistor in the common emitter amplifier provides a measure of DC feedback to ensure that the DC conditions within the circuit are maintained. C1, C2, these capacitors provide AC coupling between stages. They need to be chosen to provide negligible reactance at the frequencies of operation. C3, this is a bypass capacitor. The effect of R4 is to reduce the gain of the circuit. Bypassing the resistor enables greater levels of AC gain to be achieved. The circuit shown here is that of a basic AC coupled common emitter amplifier. The common emitter circuit can be used in a variety of forms, sometimes as a transistor logic output, a directly coupled amplifier, and in many areas. It is widely used, providing a good compromise between voltage and current gain along with input and output impedance. അപ്പോൾ നമ്മളിപ്പോ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആനിമേഷൻ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലേക്ക് കാര്യങ്ങൾ കൂടി മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആണ്.
അപ്പൊ ഈ ഫിഗർ വായിക്കാതെ തന്നെ ഞങ്ങൾക്ക് 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണം ഇതിൽ വളരെ ചെറിയ ഒരു നിസ്സാര മാറ്റം വരുത്തി കഴിഞ്ഞാൽ 2 സ്റ്റേജ് ആംപ്ലിഫയർ ആവും, 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആവും. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കി 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആയി. നമ്മൾ അടുത്തേത് എടുക്കാൻ പോണത് 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ. അപ്പൊ എവിടെ 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കാം? വേറെ ഒന്നുമില്ല, നമുക്കൊരു സിംഗിൾ സ്റ്റേജിനകത്ത് നമുക്ക് വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കാം. അപ്പൊ നമ്മൾ ഇൻപുട്ടിൽ ഒരു 1 മില്ലി വോൾട്ട് കൊടുക്കും, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 20 വോൾട്ട് ആണ്. ഒരു സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനകത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത് 10 വോൾട്ട് ആണ്. നമുക്ക് ആക്ച്വലി വേണ്ടത് എത്രയാണ്? 20 ആണ്. അപ്പൊ നമുക്ക് 20 വോൾട്ടിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ അടുത്തതായിട്ട് ഒരു സ്റ്റേജ് ആംപ്ലിഫയറോട് കൊടുക്കും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ട 20 വോൾട്ട് സപ്ലൈ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ അവിടെ ഒരു സിംഗിൾ സ്റ്റേജിലുള്ള ആംപ്ലിഫയർ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യാം? 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ഉപയോഗിക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ വരച്ച ഇതേ ഫിഗർ തന്നെ ഇതിനകത്ത് ചെറുതായിട്ടൊരു കൂട്ടിച്ചേർക്കൽ നടത്തിയാൽ മതി. ഇതിനകത്ത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കൂട്ടിച്ചേർക്കൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആയിട്ട് ഈ സർക്യൂട്ടിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോ നമ്മൾ ഈ നിലവിലുള്ള ഫിഗർ എന്താണ്? സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതിനെ 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സർക്യൂട്ട് ഇതിന്റെ തൊട്ട് ഇപ്പുറത്തും വരയ്ക്കാം. അതായത് ഒരു ട്രാൻസിസ്റ്റർ വരച്ചു, എന്നിട്ട് ഇവിടെ റെസിസ്റ്റർ കൊടുത്തു, അത് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത റെസിസ്റ്റർ കാണിച്ചു, അത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റെസിസ്റ്റർ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ അങ്ങനെ ഓക്കെ ആക്കി. അത് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നേരെ എടുത്തിട്ട് ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാം. ഓക്കെ, അതായത് ഇതേ ബയാസിംഗ് സപ്ലൈ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഗ്രൗണ്ട് കണക്ട് ചെയ്ത പോയിന്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെയും R1 R2 RC RE മാർക്ക് ചെയ്യാം. അതിന്റെ പുറമെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? എമിറ്ററിൽ ഒരു കപ്പാസിറ്റർ കൊടുക്കുക, അതായത് CE. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഔട്ട്പുട്ട് എടുക്കണം. അപ്പൊ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുക്കുക. ഇവിടെ നമുക്ക് V ഔട്ട് കിട്ടും, ഈ കപ്പാസിറ്റർ നമുക്ക് C എന്നുള്ള പേര് കൊടുക്കാം. അപ്പൊ കണ്ടോ, നമ്മൾ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനെ നേരെ പിടിച്ചിട്ട് എന്താക്കി മാറ്റി? 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആക്കി അല്ലെ? ഒരു സിംഗിൾ സ്റ്റേജ് RC കപ്പിളിലെ ആംപ്ലിഫയറിനെ നമ്മൾ നേരെ എന്താക്കി മാറ്റി? 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആക്കി മാറ്റി. നമുക്ക് അതിനകത്ത് കാര്യമായിട്ടൊരു കൂട്ടിച്ചേർക്കലോ മറ്റു കാര്യങ്ങളോ വിഷയങ്ങളോ ഒന്നും വന്നില്ല. കാരണം സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഉണ്ട്. അതിനകത്തുള്ള ഒരു നമ്മൾ വിചാരിച്ച പെർഫോമൻസിലേക്ക് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ എത്തിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്റ്റേജ് കൂടി ഇവിടെ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇയാൾക്ക് എന്തായി? 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആയി. ബാക്കിയുള്ള റെസിസ്റ്റർ R1 R2 RE അതിനാ കൊടുക്കുന്നത്. ഈ ട്രാൻസിസ്റ്ററിനെ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കണം. അപ്പൊ ഇത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് R1 R2 RE എന്നുള്ള 3 റെസിസ്റ്റർ കൊടുത്തത്. അതേപോലെ ഈ ഒരു സാധനം ഈ ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടുള്ള സിഗ്നൽ നേരെ ഇതിന്റെ ഇൻപുട്ടിലേക്ക് വരും. ഇത് നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തു. സിയുടെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ ഇതിനകത്തുള്ള വേവ് ഫോം വരയ്ക്കുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഇൻപുട്ടിൽ ഇങ്ങനെ സിഗ്നൽ കൊടുത്തല്ലേ? അതായത് ഇൻപുട്ടിൽ ഇങ്ങനെ സിഗ്നൽ. ഈ സിഗ്നല് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് വരാം. ഇൻപുട്ടിൽ കൊടുത്ത ഈ സിഗ്നല് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ക്ലിയർ ആയി? ഇതിന്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇവിടെ. ഇതേ സാധനം ഈ ആംപ്ലിഫയറിന് പിന്നെയും നമുക്ക് പുറത്തേക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്ത അതേ സെയിം ഫേസിലുള്ള സിഗ്നലാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. അപ്പൊ 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് സിഗ്നൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം ഫേസിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് സിഗ്നലും വരിക. ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള ഇൻപുട്ട് സിഗ്നലിന്റെ അതേ ഫേസിൽ തന്നെയാണ് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് സിഗ്നലും വരിക. സാധാരണ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനുള്ള ഇൻപുട്ട് സിഗ്നലായിട്ടുള്ള 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മള് 2 സ്റ്റേജ് RC കപ്പിളിലെ ആംപ്ലിഫയർ ആണ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളൊരു സാധാ ഒരു സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനെ പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ഇതാക്കിയിട്ടുള്ളത്? 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ പരിപാടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇനി ഇതിനകത്ത് വേണമെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസിസ്റ്ററിനെ T1 എന്നും ഈ ട്രാൻസിസ്റ്ററിനെ നമുക്ക് വേണമെങ്കിൽ T2 എന്നും നോക്കാം. ബാക്കിയുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു സിംഗിൾ സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയർ എന്തെങ്കിലും അത് തന്നെയാണ് നമുക്ക് 2 സ്റ്റേജ് RC കപ്പിൾ ആംപ്ലിഫയറിനകത്ത് നമുക്ക് വർക്കിംഗ് കാര്യങ്ങളൊക്കെ എന്നുള്ളത്.
കൂടുതലായിട്ടൊന്നും എഴുതാനില്ല, കുറച്ചിട്ടൊന്നും എഴുതാനില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേജ് ആകുമ്പോൾ ഇൻപുട്ട് കൊടുക്കുന്ന അതേ ഫേസ് സീക്വൻസിൽ സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്പുട്ട് ആയിട്ടും വരിക. അവിടെ വന്നിട്ട് രീതി ഫേസ് ഷിഫ്റ്റോ കാര്യങ്ങളോ സിംഗിൾ സ്റ്റേജ് ആർസി കപ്പിൾ ആംപ്ലിഫയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ആനിമേഷൻ ചെയ്തൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. This circuit represents a two-stage capacitively coupled amplifier. This amplifier successfully increases the size of an AC input signal without inverting its phase or adding any DC voltage at the output. The amplifying process begins with the input of an AC signal. Upon entering the amplifier, the signal passes through an initial coupling capacitor, C1, which will strip it of any DC voltage. However, entering the circuit will add a small DC value of 1.8 volts. The signal next passes through the first transistor, Q1. This process produces a larger and inverted AC signal at the collector and also adds a DC voltage of 5 volts. Before reaching the second transistor, the signal passes through another coupling capacitor, C2, which also strips away the DC voltage. However, the signal will once again pick up a low DC voltage of 1.8 at the base of the second transistor. Passing through the second transistor, Q2, yields an AC signal that is increased again but is also back in phase with the original input signal. A third and final coupling capacitor, C3, filters the amplified signal once again of any residual DC voltage, resulting in a final amplified wave output that is in phase with the original input. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. എന്തിപ്പോ ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു ഗാനമേള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുക വിചാരിക്കാം. ഒരു ഗാനമേളയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ നിങ്ങൾക്ക് അവിടെ ഇപ്പൊ ഒരു ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഒരുപാട് ആംപ്ലിഫയർ കാണാൻ വെച്ചിരുന്നത്, 1-2 ആംപ്ലിഫയർ അല്ല, ഒരുപാട് ആംപ്ലിഫയർ വെച്ചിട്ടായിരിക്കും ഒരു ഗാനമേള നടക്കുക. കാരണം എന്താണ്, അവിടെ ഒരു 25,000 വാട്ട്സ് സൗണ്ട്, അല്ലെങ്കിൽ 50,000 വാട്ട്സ് സൗണ്ട്, അല്ലെങ്കിൽ 1,00,000 വാട്ട്സ് സൗണ്ട്, ഇങ്ങനെയൊക്കെയാണ് അവിടെ സൗണ്ടിന്റെ റിക്വയർമെന്റ് വരിക. അപ്പൊ ഒരാളൊരു മൈക്ക് ഉപയോഗിച്ചത് പാടുണ്ടാവാം. അപ്പൊ ഇത്രയും വലിയൊരു സൗണ്ട് ആയിട്ട് അത് പുറത്തേക്ക് വരണം. അപ്പൊ ഒരു ആംപ്ലിഫയർ മതിയാവില്ല, ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയർ അവിടെ ഉപയോഗിക്കും. അതാണ് അവിടെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉപയോഗിക്കുക. അതൊരു ഉദാഹരണമാണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നിങ്ങളുടെ ഓർമ്മയിലേക്കായിരുന്നു എനിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. അത് തന്നെ കാണാൻ ഒരുപാട് ആംപ്ലിഫയറിന്റെ ഒരു ബോക്സ് വെച്ചിട്ടായിരിക്കും അത് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടാവുക, അസംബിൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ നമ്മള് ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫോമൻസിലേക്കുള്ള സിഗ്നൽ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കും. അത്തരം ആംപ്ലിഫയറിനെ നമ്മൾ എന്താ പറയുക, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുക. ഇത് 2 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സർക്യൂട്ട് വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കും. അത് കഴിഞ്ഞാല് നമ്മളിവിടെ ഫസ്റ്റത്തെ ആംപ്ലിഫയർ കൊടുത്തു A1. അത് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയർ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയൊരു കപ്ലിംഗ് സർക്യൂട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അടുത്ത ആംപ്ലിഫയറിലേക്ക് സിഗ്നൽ കൊടുത്തു. ഇയാള് ആംപ്ലിഫയർ കേട്ടു. അങ്ങനെ ഇവിടെ അടുത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്തു, ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ കണ്ടു, ഇവിടെ 1-ൽ കൂടുതൽ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് കൊടുത്ത ആംപ്ലിഫയറിലേക്ക് അത് ആംപ്ലിഫൈ ചെയ്തു. ആ സിഗ്നലോട് നമ്മളെ കാര്യങ്ങൾ വിചാരിച്ച പെർഫോമൻസിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അടുത്തൊരു ആംപ്ലിഫയറോട് ഉപയോഗിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ ഔട്ട്പുട്ട് എടുത്തു, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സിഗ്നൽ കിട്ടി. അപ്പൊ ഇതാണ് 1-ൽ കൂടുതൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയുക, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുക. ആ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്നുള്ളത് നമ്മളിപ്പോ പറയാൻ കാരണം 1-ൽ കൂടുതൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കാണാം ഒരു കപ്ലിംഗ് സർക്യൂട്ട്, നമുക്കൊരു സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എന്താ ഈ കപ്ലിംഗ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്, നമുക്ക് ഇവിടെ നിന്നുള്ള ഫുള്ള് സിഗ്നൽ എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് കിട്ടണം. അതിനാണ് നമ്മൾ ആര് ഉപയോഗിക്കാം, കപ്ലിംഗ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് തന്നെ കാണാം, RC കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ഡയറക്റ്റ് കപ്ലിംഗ്. അങ്ങനെ പറഞ്ഞിട്ട് കപ്ലിംഗ് സർക്യൂട്ട് പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ വേണ്ടി കഴിയും. അപ്പൊ കപ്ലിംഗ് സർക്യൂട്ട് നമ്മൾ വളരെ വിശദമായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് വളരെ വിശാലതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ കപ്ലിംഗ് സർക്യൂട്ട്. അതുപോലെ ഇംപെഡൻസ് മാച്ചിങ്,
നമുക്ക് വേറെ പരിപാടി കൂടി കാണാം. അത് നമുക്ക് അടുത്തൊരു ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. അതിനകത്ത് RC കപ്ലിങ്, ട്രാൻസ്ഫോമർ കപ്ലിങ്, ഡയറക്റ്റ് കപ്ലിങ് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി നമ്മുടെ വരും ടോപ്പിക്കുകളിൽ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. നമ്മൾ അത് വെച്ചിട്ടുള്ള സർക്യൂട്ടുകൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ കപ്ലിംഗ് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പറഞ്ഞു നിർത്തി. അതായത് ഇപ്പൊ ഇവിടെ ഉള്ള സിഗ്നൽ ഫുള്ളായിട്ട് പോകണം. അതിനകത്ത് ആവശ്യമില്ലാത്ത സിഗ്നലോ നോയ്സോ ഡിസ്റ്റോർഷൻസോ ഒന്നും വരാൻ പാടില്ല. അതൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ഇവിടെയുള്ള ഫുള്ള് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവിടെ നിങ്ങളുടെ സർക്യൂട്ട് അതിന്റെ ഇടയിൽ കൊടുക്കും. അതിനെ നമ്മളതിനെ കപ്ലിംഗ് സർക്യൂട്ട് പറയാം. അതിനകത്ത് പല ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. RC കപ്ലിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉപയോഗിക്കുന്നുണ്ട്, ഡയറക്റ്റ് കപ്ലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്താന്നുള്ളത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവും. അപ്പൊ ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയുക? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുക. നമ്മൾ വിചാരിച്ച പെർഫോമൻസിലേക്ക് സിഗ്നൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഗാനമേളയുടെ ഒരു കാര്യം നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പ് വെച്ചാൽ നമുക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു സ്റ്റേജിലുള്ള സിഗ്നലിന് ഫുള്ളായിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് കിട്ടണം. അപ്പൊ അതിന് വേണ്ടി ആ സിഗ്നലിന് ഒരു നോയ്സോ ഡിസ്റ്റോർഷൻസ് ഒന്നും വരാതെ, അതിനകത്ത് മറ്റു ലോസസ് ഒന്നും വരാതെ ഇവിടെയുള്ള സിഗ്നലിന് ഫുള്ളായിട്ട് ഇപ്പുറത്തേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കപ്ലിംഗ് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് സ്കീമുകൾ എന്നാണ് RC കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ഡയറക്റ്റ് കപ്ലിംഗ്, അങ്ങനെ പല കപ്ലിംഗ് സ്കീമുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. എന്തിനാണ് കപ്ലിംഗ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതേപോലെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കപ്ലിംഗ് സ്കീം എന്താണെന്നുള്ളത് ചോദിക്കുമ്പോൾ ആ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ആൻസർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ ഭംഗിയായിട്ട് എഴുതി വെക്കണം. പിന്നുള്ളത് നീഡ് ഓഫ് കപ്ലിംഗ് എന്ന് നമുക്കാണ്. അടുത്ത എന്തിനാണ് ഈ കപ്ലിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ പുറമെ ഇംപിഡൻസ് മാച്ചിങ് എന്നൊരു സംഭവം ഉണ്ടാവും. ഇംപിഡൻസ് മാച്ചിങ് എന്നൊക്കെണ്ടാവും. അതായത് ഈ ട്രാൻസ്ഫോമർ ഇപ്പൊ നമ്മളിവിടെ ഒരു ആംപ്ലിഫയർ വെച്ചു, ഇവിടെ ഇൻപുട്ട് കൊടുത്തു. ഇത് നമ്മുടെ ആംപ്ലിഫയർ ആണ്. അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോഡാണ്. ലോഡായിട്ട് ഞാനൊരു ലോഡ് സ്പീക്കറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ലളിതമായിട്ട് വരയ്ക്കാം. ഇവിടെ ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഞാൻ ഒരു ലോഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ലൗഡ് സ്പീക്കറാണ്. ഇതാണ് നമ്മൾ അനൗൺസ്മെന്റിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിന്റെ സിസ്റ്റം. അപ്പൊ ഈ ആംപ്ലിഫയറിന്റെ ആ ഒരു ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബ്ലാക്ക് കളറിൽ നമ്മൾ ആഹ്വാനിച്ച ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഇരിക്കണം. അതിന്റെ പുറത്തേക്കുള്ള കേബിൾ കണക്ഷൻ എടുക്കുന്നവർക്ക്, ഇൻപുട്ടിൽ കൊടുക്കുന്നതല്ല, പുറത്തേക്കുള്ള കേബിൾ കണക്ഷൻ എടുക്കുന്നവർക്ക് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും 8 ohm അല്ലെങ്കിൽ 12 ohm എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലായി ഏകദേശം ഈ 8 ohm എന്നുള്ള 8 ohm എടുക്കുകയാണെങ്കിൽ 8 ohm എന്നുള്ള ഇന്റർണൽ ഇംപെഡൻസ് ഉള്ള ലൗഡ് സ്പീക്കറാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അല്ല 12 ohm എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഏകദേശം 12 ohm ഇന്റർണൽ ഇംപെഡൻസ് ഉള്ള ലൗഡ് സ്പീക്കറാണ് ഇവിടെ എന്ത് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടുന്നുള്ള ഫുള്ള് സിഗ്നൽ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇവിടേക്ക് കിട്ടില്ല. അതെന്താ വെച്ചാൽ ഇംപെഡൻസ് മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഈ ആംപ്ലിഫയറിന്റെ ഇന്റർണൽ ഇംപെഡൻസും ഈ ലൗഡ് സ്പീക്കറിന്റെ ഇന്റർണൽ ഇംപെഡൻസും തമ്മിൽ മാച്ച് ആയാലാണ് ഇവിടുന്നുള്ള ഫുള്ള് സിഗ്നൽ, മാക്സിമം സിഗ്നൽ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. മാക്സിമം പവർ ട്രാൻസ്ഫർ തീർന്നു കൂടി, അല്ലെങ്കിൽ വോയിസിന് എന്ത് ചെയ്യില്ല, ക്ലാരിറ്റി കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് കാറ് അതുപോലത്തെ വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മളൊരു മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അതിന്റെ ബോക്സ് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ അവർ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ മാച്ച് ചെയ്യുന്ന ആ ഒരു സംഗതി വെച്ചിട്ടാണ് ചെയ്യാം ഈ പറഞ്ഞ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ഇതിന്റെ ആംപ്ലിഫയറിന്റെ ഇവിടെ 8 ohm എഴുതിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 8 ohm എന്നുള്ള ഇംപെഡൻസ് ഉള്ള ലൗഡ് സ്പീക്കർ ആയിരിക്കും ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും കണക്ട് ചെയ്ത്. നിങ്ങൾ ആംപ്ലിഫയർ ഒക്കെ കണക്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ അവര് കാണാം ഇതിന്റെ ഔട്ട്പുട്ടിൽ എടുക്കുന്ന ഈ ഒരു കേബിൾ എടുക്കുന്ന പോയിന്റ്സ് നോക്കി നോക്കാം. അപ്പോൾ അവിടെ 8 ohm എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ലൗഡ് സ്പീക്കറിന്റെ പുറകില്, ആ മാഗ്നറ്റിന്റെ പുറകില് ആണ് 8 ohm എഴുതിയിട്ടുണ്ടാവും. ഇതിങ്ങനെയാണ് നിൽക്കുക. നമ്മള് കഴിഞ്ഞ ബേസിക് ഇലക്ട്രിക്കൽ പഠിക്കുമ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ എന്നുള്ള സബ്ജക്ട് പഠിക്കുമ്പോൾ അവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്നൊക്കെ തിയറികൾ പഠിക്കും. അപ്പൊ അവിടെ കാണാൻ ഇവിടെ അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടാവും. ഇതിൽ ഇവിടെ ഇതിന്റെ റെസിസ്റ്റർ ഉണ്ടാവും RS എന്നുള്ളത്. ഇവിടെ അങ്ങനെ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും 6 കഴിഞ്ഞിട്ടാണ്. ഈ RS is equal to 6 കഴിഞ്ഞു. ഈ റെസിസ്റ്റർ ഈക്വൽ വേരിയബിൾ ആണ്. ഇവിടുന്ന് ഫുള്ള് പവർ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള രീതിയിൽ ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഇയാൾക്ക് 10 ohm റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇയാൾ 10 ohm ആണെങ്കിൽ ഇവിടെ നിന്നുള്ള ഫുള്ള് പവർ ട്രാൻസ്ഫർ ചെയ്യും.
നേരെ ഇയാൾ 10 ഓമും ഇയാൾ 9 ഓം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 19 ഓം എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടുന്ന് നിന്നുള്ള ഫുള്ള് പവർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമല്ല നമുക്ക് ആ പവറിനകത്ത് ക്വാളിറ്റി കാര്യങ്ങളും കിട്ടും. ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ട്രാൻസ്ഫോമറിന്റെ ഈ ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ടെർമിനലും ഈ ലോഡിന്റെ ഈ ഒരു ആംപ്ലിഫയറിന്റെ ഇന്റർണൽ ഇംപെഡൻസും ലോഡിന്റെ ഇന്റർണൽ ഇംപെഡൻസും നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അങ്ങനെ ഒരു ഇംപെഡൻസ് മാച്ചിങ് വന്നാലാണ് ഇവിടെ നിന്നുള്ള ഫുൾ സിഗ്നൽ പവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഉദാഹരിച്ചത് നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ പഠിച്ച മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറാണ്. ഇവിടെ ഇതിന്റെ ഒരു പ്രശ്നം ഇവിടെ കണക്ട് ചെയ്തത് ലോ പ്രഷർ ഇവിടെ കണക്ട് ചെയ്തത് രണ്ടും ഒരേ വാല്യൂ ആണെങ്കിൽ RS = R, അതായത് രണ്ടും 10 ഓം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള മാക്സിമം പവർ എന്നത് ട്രാൻസ്ഫർ ചെയ്യും. ഇയാൾ 10 ഓമും ഇയാൾ 19 ഓം ആണ്, അല്ലെങ്കിൽ 9 ഓം ആണ്. അപ്പൊ ഇവിടെ നിന്നുള്ള പവർ ഫുള്ളായിട്ട് എന്തില്ല, ട്രാൻസ്ഫർ ചെയ്യില്ല. അതുപോലെ ഒരു സർക്യൂട്ടിന്റെ കേസാണ്. നേരെ മറിച്ച് നമ്മൾ നേരെ ഇവിടേക്കാ വരുന്നത് വിചാരിക്കാം. നേരെ ഇവിടേക്കാ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഫുള്ള് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വോയിസും കാര്യങ്ങളും എന്തില്ല, ക്ലാരിറ്റി കിട്ടില്ല. അപ്പൊ ഇത് എന്നുള്ളത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിനകത്ത് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്താന്ന് പറഞ്ഞു, അത് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്കുള്ള കപ്ലിംഗ് സ്കീം എന്താന്ന് പറഞ്ഞു 2 മാർക്കിന്റെ ഓപ്ഷനാണ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്താന്നുള്ള 2 മാർക്കിന്റെ ഓപ്ഷനാണ്. അതുപോലെ ഇംപെഡൻസ് മാച്ചിങ് എന്താന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ഇംപെഡൻസ് മാച്ചിങ് എന്നുള്ളത് 2 മാർക്കിനും 6 മാർക്കിനും വരുന്ന ചോദ്യമാണ്. നമ്മൾ ഈ ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കണം. നമ്മൾ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്ന ലോഡ് ആംപ്ലിഫയറിന്റെ ഇന്റർണൽ ഇംപെഡൻസും ഈ ലോഡിന്റെ ഇന്റർണൽ ഇംപെഡൻസും നമ്മൾ മാച്ചായി വന്നാലാണ് ഇവിടുന്നുള്ള ഫുള്ള് സിഗ്നലിലൂടെയൊക്കെ വരുള്ളൂ. അതാണെങ്കിൽ ഫുള്ള് സിഗ്നലിലൂടെ വരാൻ മാത്രമല്ല ആംപ്ലിഫയറിന്റെ പെർഫോമൻസ് ഈ ഒരു ലോഡിലേക്ക് വരുന്ന പെർഫോമൻസ് എന്ത് ചെയ്യും, കുറയും. അതിനാണ് നമ്മൾ ഇംപെഡൻസ് മാച്ചിങ് കറക്റ്റ് ആയിട്ട് വേണം പറയുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മൈക്ക് സിസ്റ്റം. നമ്മളിവിടെ ഹലോ എന്ന് പറഞ്ഞു, ഹലോ എന്നുള്ള വലിയൊരു സൗണ്ട് എന്ത് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കിട്ടി. അപ്പൊ ആംപ്ലിഫയറിന്റെ ഔട്ടിൽ ഏറ്റവും നല്ല ഒരു ഇംപെഡൻസ് മാച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഇന്റർണൽ ഇംപെഡൻസ് ഉള്ള ഒരു ലൗഡ് സ്പീക്കറാണ് ഇവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു നമ്മൾ എന്ത് ചെയ്യില്ല, മാച്ച് ആവില്ല. അങ്ങനെ മാച്ച് ആയില്ലെങ്കിൽ ഇവിടെ ഫുള്ള് സൗണ്ട് സിഗ്നലിംഗ് വന്നില്ല എന്നുണ്ടെങ്കിൽ വോയിസിനകത്തൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. അപ്പൊ നമ്മള് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതേ ഭാഗത്ത് ചർച്ച ചെയ്തു. കപ്ലിംഗ് എന്താ നമ്മൾ പറഞ്ഞു, അത് കപ്ലിംഗ് സ്കീം ഏതൊക്കെയാണെന്ന് ചോദിക്കുക, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ആൻസർ ചെയ്തു. അതുമാതിരി എന്തിനാണ് ഇവിടെ ഇംപെഡൻസ് മാച്ചിങ് എന്തിനാണ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് 6 മാർക്കിനാണ് ചോദിക്കുക. അതൊക്കെ മനസ്സിലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മുടെ ബോർഡ് എക്സാമിന് എഴുതാം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഓർത്ത് വെച്ചാൽ പരീക്ഷയ്ക്ക് എഴുതാവുന്ന കാര്യങ്ങളല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എഴുതാം. അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകും. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എങ്കിലും അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എങ്ങനെയാണ് ജസ്റ്റ് ഡിസൈൻ ചെയ്യാം, ഒരു സ്റ്റേജിൽ നിന്ന് എങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് പോവാം, അപ്പൊ അതിന്റെ ആംപ്ലിഫിക്കേഷൻ ഗെയിൻ എങ്ങനെ വ്യത്യാസം വരും, അപ്പൊ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എങ്ങനെ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറയാനുണ്ട്. അപ്പൊ ഞാനത് കൂടുതലായിട്ട് പറഞ്ഞിട്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അതിന്റെ പുറമെ നമ്മൾ ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എടുക്കുമ്പോൾ അതിന്റെ ഗെയിനും കാര്യങ്ങളും, വോൾട്ടേജ് ഗെയിനും, ഓപ്പൺ ലൂപ്പ് ഗെയിനും, ക്ലോസർ ലൂപ്പ് ഗെയിനൊക്കെ അതിന്റെ നോക്കി പിടിക്കാന്നുള്ള കാര്യങ്ങൾ കൂടി ആ ചുരുങ്ങിയ വീഡിയോക്കകത്ത് നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. What is multi-stage amplifiers? In practical applications, the output of a single-stage amplifier is usually insufficient, though it is a voltage or power amplifier. Hence, they are replaced by multi-stage transistor amplifiers. In multi-stage amplifiers, the output of first stage is coupled to the input of next stage using a coupling device. These coupling device can usually be a capacitor or a transformer. This process of joining two amplifier stages using a coupling device can be called as cascading. The following figure shows how a two-stage amplifier connected in cascade. Input V1 is equal to first stage AV1 and pass it on to coupling device, then into second stage AV2, then output VO. The overall gain is the product of voltage gain of individual stages. AV is equal to AV1 into AV2 is equal to V2 by V1 into VO by V2 is equal to V0 by V1, where AV is equal to overall gain, AV1 is equal to voltage gain of first stage, AV2 is equal to voltage gain of the second stage.
If there are n number of stages, the product of voltage gains of those n stages will be the overall gain of that multi-stage amplifier circuit. Purpose of coupling device. The basic purpose of a coupling devices are to transfer the AC from the output of one stage to the input of next stage, to block the DC to pass from the output of one stage to the input of next stage, which means to isolate the DC conditions. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിലൊക്കെ നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓടിച്ചിട്ട് ഓരോ മൊഡ്യൂളിൽ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നുള്ള നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിലായിട്ട് വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരം കാണുന്ന സാധനമാണ്. അതിനൊക്കെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ സ്ഥിരം കാണാം. അതായത് ഇപ്പൊ നമ്മളൊരു ഇലക്ട്രോണിക്സിന്റെ ഒരു ഉപകരണം നമ്മൾ നേരാക്കാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അവൻ പറയും, ആ സാറേ ഇതിന്റെ മറ്റേ ആംപ്ലിഫയർ പോയിരുന്നു, ആംപ്ലിഫയറിന്റെ ഐസി പോയിരുന്നു എന്ന് പറയും. ഇപ്പൊ എല്ലാം ഐസിയുടെ കാലഘട്ടമാണ്. ഇപ്പൊ നമ്മൾ എന്തൊരു സാധനങ്ങള് നേരാക്കാൻ വേണ്ടി കൊടുത്താൽ, പണ്ടൊക്കെ നമ്മളൊരു ടെക്നീഷ്യന്റെ കയ്യിൽ കൊടുത്താൽ അവൻ അതിന്റെ റെസിസ്റ്ററും മാറ്റി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററും മാറ്റി സാധനം ഒക്കെ റെഡി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. പക്ഷെ ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ മാറി. ഇപ്പൊ പകരം എന്ത് ചെയ്യും, അതിന്റെ ബോർഡ് പോയി അല്ലെങ്കിൽ ഐസി പോയി എന്ന് പറയും. നമ്മളിപ്പോ ഒരു ആംപ്ലിഫയർ ആണ് നേരാക്കാൻ കൊണ്ടുപോയി കൊടുത്തു വിചാരിക്കാം. ആംപ്ലിഫയർ നേരാക്കാൻ കൊണ്ടുപോയി കൊടുത്താൽ ആ ആംപ്ലിഫയറിന്റെ ഐസി പോയിട്ടാണ്. എന്നിട്ട് ഐസിയുടെ ആ ഒരു നോച്ചിന് അവരൊരു ചെറിയൊരു ഇത്ര പോകുന്ന സാധനം എടുത്തിട്ട് മാറ്റിയിട്ട് വേറെ ഐസി വെച്ച് കഴിഞ്ഞാൽ സംഗതി ഓക്കെ. അപ്പൊ നമ്മൾ അതിനൊരു കാര്യം മനസ്സിലായി. മുമ്പ് ഒരു ആംപ്ലിഫയർ സെറ്റ് ചെയ്യണമെങ്കിൽ 5-6 ട്രാൻസിസ്റ്ററും അതിന്റെ സർക്യൂട്ടും ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടായിരുന്നു. അപ്പൊ അതൊക്കെ ടെക്നോളജി ഉപയോഗിച്ച് ചെറുതാക്കി ചെറിയൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ഫംഗ്ഷൻ തന്നെ നമുക്ക് നടത്താവുന്ന രീതിയിൽ ടെക്നോളജി അത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നുള്ളത്. അപ്പൊ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സിമ്പിളൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. സിമ്പിൾ വരയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സിമ്പിൾ വരാം അല്ലെ. ഇതിനൊരു ഇവിടെ ഒരു പ്ലസ് VCC, ഇവിടെ ഒരു പ്ലസ് VCC എന്നുള്ള ഒരു ബയാസിംഗ് സപ്ലൈ കൊടുക്കും. അതേപോലെ ഇവിടെ മൈനസ് VCC എന്നുള്ള അടുത്ത ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കും. ഓക്കെ, ഇതാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സിമ്പിൾ വരിക. അതിന്റെ ഒരു സൈഡിൽ നമ്മൾ പ്ലസ് VCC എന്നുള്ള ഒരു ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കും, അടുത്ത സൈഡിൽ നമ്മൾ മൈനസ് VCC എന്നുള്ള അടുത്ത ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കും. ഇതാണ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട്. ക്ലിയർ ആയാലോ? ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് കൂടാതെ നമുക്ക് ഇതിന് ഇൻപുട്ട് കൊടുക്കണം. അപ്പൊ ഇൻപുട്ട് കൊടുക്കുമ്പോൾ 2 ഇൻപുട്ട് ഉണ്ടാവും. ഒരു ഇൻവെർട്ടിംഗ് ടെർമിനൽ ഉണ്ടാവും, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഉണ്ടാവും. ഇത് ഇൻവെർട്ടിംഗ് ഇൻപുട്ട്, ഇത് നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. എന്താണ് ഇപ്പൊ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ നമ്മൾ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിൽ ഒരു സിഗ്നൽ ഇങ്ങനെ കൊടുത്താൽ അതിന്റെ നേരെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള സിഗ്നലാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക്. ഇൻവെർട്ടിംഗ് ഇൻപുട്ടിൽ ഇങ്ങനെ സിഗ്നൽ കൊടുത്താൽ അതിന്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിൽ കിട്ടുക. നേരെ മറിച്ച് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ അതേ സെയിം ഫേസിലുള്ള സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ അത് ക്ലിയർ ആയിട്ട് വിചാരിക്കും. അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കിട്ടുക. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്താൽ സെയിം ഫേസിലുള്ള സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, ആ ഒരു ഫേസ് ഡിഫറൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ്, ഇതിന് ഇന്നമായിട്ടൊരു ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ടാവും, അത് വളരെ ഹൈ ആയിരിക്കും. അതേമാതിരി ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത് ഇൻഫിനിറ്റി ആയിരിക്കും. അതേമാതിരി കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്നൊരു ടെക്നിക്കൽ ഗെയിം ഉണ്ട്, അത് ഇൻഫിനിറ്റി ആയിരിക്കും. പിന്നെ ഡിഫറൻഷ്യൽ മോഡ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട്, അതൊക്കെ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊരു 2 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാറ്, ചോദിക്കാറ്. സിമ്പിളി ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സിമ്പിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 മാർക്കിന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ അതിന്റെ സിമ്പിൾ വരയ്ക്കുക. സിമ്പിൾ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ അതിന്റെ ഒരു ബയാസിംഗ് വോൾട്ടേജ് ഉണ്ടാവും, അത് പ്ലസ് VCC മാർക്ക് ചെയ്യുക. ഇവിടെ അടുത്ത ബയാസിംഗ് വോൾട്ടേജ് ഉണ്ടാവും, അത് മൈനസ് VCC മാർക്ക് ചെയ്യുക. ഇവിടെ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും, ടെർമിനൽ ഉണ്ടാവും. അതേമാതിരി നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഇൻപുട്ട് ഉണ്ടാവും, ടെർമിനൽ ഉണ്ടാവും.
ഇവിടെ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള സിഗ്നലാണ് ഔട്ട്പുട്ടിൽ വരിക. ഇവിടെ ഈ പ്ലസ് പോയിന്റിൽ ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഫേസ് സീക്വൻസ് ഉള്ള സിഗ്നൽ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത് ഔട്ട്പുട്ടിൽ വരിക. ഇത്രയും കാര്യങ്ങൾ നമ്മളായിട്ട് മിനിമം അറിഞ്ഞിരിക്കും. ഓക്കെ. പിന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന ഈ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓപ്പറേഷണൽ ആംപ്ലിഫയർ. എന്താ പിന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണം, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അഡീഷൻ സെറ്റ് ചെയ്യാം, സബ്സ്ട്രാക്ഷൻ, അതായത് എല്ലാ മാത്തമെറ്റിക്കൽ ഓപ്പറേഷനും നമുക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ ഇതിനകത്ത് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു ഇതിന്റെ ഒരു ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് ഒരു 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 6 പോയിന്റ് എടുത്ത് തരുന്നത്. അതായത് ഇൻപുട്ട് ഇംപെഡൻസ് ഹൈ ആണ്, ബാൻഡ് വിഡ്ത്ത് ഹൈ ആണ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഹൈ ആണ്, അതേമാതിരി ഇതിനകത്ത് ഫീഡ്ബാക്ക് സർക്യൂട്ടിനനുസരിച്ച് തന്നെ നെറ്റ്വർക്ക് ഇതാക്കാം, എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വെച്ചിതാക്കാം. അങ്ങനെ കുറെ ഇതിന്റെ പ്രത്യേകതകളും മെറിറ്റ്സും ഡീമെറിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ മാത്രമായിട്ടുള്ള ഐഡിയൽ ഓപ്പാമിന്റെ ക്യാരക്ടേഴ്സ് മാത്രമായിട്ട് നമുക്ക് ഒരു 2 മാർക്കിന്റെ ചോദ്യം കിട്ടുമ്പോൾ അവിടെ ചില കുറച്ച് ആൻസറുകൾ വേറെ ഉണ്ട്. അപ്പൊ ഞാനത് ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ അതൊരു ബോറായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ക്യാരക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആനിമേഷൻ ചെയ്തൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ ആനിമേഷൻ ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ എന്ത് ചെയ്യും, നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ആ ഒരു ആനിമേഷൻ ചെയ്ത വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓപ്പാമിന്റെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് വേണം, ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയണം. അപ്പൊ അറിഞ്ഞാലാണ് നമുക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ആനിമേഷൻ ചെയ്ത വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന്റെ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഐഡിയൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഐഡിയൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. Hey friends, welcome to the YouTube channel all about electronics. So in this video we are going to talk about the basics of the operational amplifier, and in the upcoming videos we will talk more about this operational amplifier, and we will see how we can design the different circuits using this operational amplifier. So as its name suggests, this op-amp is basically a amplifier, and the basic job of any amplifier is to amplify the input signal. Now let us understand why it is known as the operational amplifier. So in early days when digital computers were not evolved, at that time the different mathematical functions like addition, subtraction, integration and differentiation were performed using this operational amplifier. So just by connecting a few resistors and capacitor, it is possible to perform different mathematical operations, and that is why this amplifier is known as the operational amplifier. So now if you see the circuit symbol of operational amplifier, it can be represented by this symbol. So it consists of 2 inputs and 1 output, and most of the amplifiers consist of a 2 power supply, the positive and the negative power supply, but there are many op-amp ICs which runs on the single power supply. So now in this operational amplifier, the input terminal which is marked by this positive sign is known as the non-inverting input terminal, and the another input terminal which is marked by this negative sign is known as the inverting input terminal, and it will be get clear to you very shortly why it is known as the non-inverting as well as the inverting input terminals. So now if you see this operational amplifier, it is a one kind of differential amplifier with a single output. It means that this amplifier amplifies the difference between the 2 input signals. So let's say V1 and V2 are the input signals which is being applied to this operational amplifier, and let's say the gain of this operational amplifier is A, then the output will be equal to A times the V1 minus V2. So let's say if we have applied the single input to this operational amplifier and we have grounded the another input terminal, then at the output you will get a A times V1, where A is the open loop gain of this operational amplifier. The reason it is being known as the open loop gain because it is the gain of the operational amplifier when there is a no feedback from the output to the input side. So suppose if you are applying the sinusoidal signal over here, then at the output that sinusoidal signal should be get multiplied by the factor of this gain,
and at the output you should get a amplified sinusoidal signal. Now here the phase of this output voltage will be the same as the input voltage. Likewise, whenever we are applying a input to this negative terminal and we are grounding the another terminal, then the output of this amplifier will be equal to minus A times the V2, because the difference between these two input terminal will be equal to 0 minus V2, that is equal to minus V2. So suppose let's say if we are applying the sinusoidal signal at the input, then at the output we will get the amplified sinusoidal signal which is having a 180 degree phase with respect to input signal. That means the output will be get inverted by a 180 degree, and that is why this input terminal is known as the inverting terminal, because the output will be get inverted with respect to input. So now here, suppose if we apply the input signal between these two positive and the negative terminals, then at the output we will get A times this differential input signal, where here this A represents the open loop gain of this operational amplifier. Now this operational amplifier is very high gain amplifier, and the value of gain used to be in the range of 10 to the power 5 to the 10 to the power 6. So let's say even if we apply the 1 millivolt of signal between these two terminals, and let's say if the gain of this op-amp is 10 to the power 5, then at the output theoretically we should get 1 millivolt signal that is multiplied by the 10 to the power 5, that is equal to 100 volt. Or let's say if we apply 1 volt of signal, then theoretically we should get a output as a 10 to the power 5 volt, but that is not possible, and the output of this op-amp is restricted by the biasing voltages that is being applied to this op-amp. So the output voltage will be between this biasing voltages. So if you see the voltage transfer curve of op-amp, then it will look like this. So here the x-axis represents the differential input that is being applied to this operational amplifier, and the y-axis represents the output voltage of the amplifier, and here the slope basically represents the gain of the amplifier, which used to be in the range of 10 to the power 5 to the 10 to the power 6. Now here let's say the gain of the op-amp is 10 to the power 6, and let's say we are applying a 1 microvolt of signal, then at the output we should get a 1 volt of signal. Likewise, let's say if we apply 10 microvolt of signal, then at the output we will get a 10 volt of output. But as we increase this input signal, then you will find that after some value of input signal, the output will be get saturated to the value plus Vset, which used to be less than the positive biasing supply. So in this way, as soon as the input voltage goes beyond some certain value, the output will be get saturated to the plus saturation voltage, and same is true for the negative input voltages. So as soon as the input voltage goes beyond some threshold value, at the output you will get a minus saturation voltage. So whenever this operational amplifier is used in an open loop configuration, that means there is no feedback from output to the input side at that time. Even if we apply a small input signal between these two input terminals, then also you will find that the output will be get saturated towards the positive or the negative biasing voltages. So this particular characteristic of the op-amp is particularly useful when we use this op-amp as a comparator. So this is one of the application in which this op-amp can be used. But if you see this op-amp can be also be used in so many other applications, like in designing the active filters, oscillators, waveform converters, and analog to digital and digital to analog converters. And if we count the list will go on. So basically this op-amp is very versatile IC, and you will find this op-amp in so many applications. Now the reason this op-amp is used in so many applications is because of its different characteristic. So let us see the different characteristic of the op-amp, because of which it is being so versatile and used in different applications. So before we see that, let us see the equivalent circuit of the op-amp. So as you can see here, this Ri is the input impedance of this op-amp. Likewise, this Ro represents the output impedance of this op-amp, and the output voltage of the op-amp will be the open loop gain multiplied by the difference between the input signals V1 and V2. So now before we see the different characteristic of the op-amp, let us see the different characteristic of the ideal op-amp. So the ideal op-amp should have this input impedance Ri that is equal to infinity, so that whatever input
that is being applied between the input terminals will directly get applied to the op-amp. Similarly, the output impedance of this op-amp should be equal to 0. That means whenever we are applying the output load to this op-amp, then the output voltage should directly come across this output load. Then if you see the bandwidth of the ideal op-amp, the bandwidth of the ideal op-amp should also be equal to infinity. It means it should support all the frequencies starting from the 0 Hz up to the infinite. Similarly, the gain of the ideal op-amp should also be equal to infinite. Apart from that, whenever these two input terminals are 0, that means the input to this op-amp is 0, at that time the output of this ideal op-amp should be equal to 0. Now apart from these characteristics, there are few more characteristics of the ideal op-amp, that is slew rate and the common mode rejection ratio. So we will see more about these different characteristics in detail in separate videos, but let us see the basics of this different characteristic. So in a simple way, if I say the slew rate is basically how fast the op-amp is able to reach its final value, and that is particularly useful when we are applying a square wave to the op-amp. So let's say we have applied the square wave to the input of this op-amp, and at the output we are getting this output waveform that is varying from 0 volt to the V saturation voltage. So the ideal op-amp should be able to reach from the 0 volt to the V sat volt in a 0 time. So for the ideal op-amp, the slew rate should be equal to infinity. Generally this slew rate is defined in a unit of volt per microsecond. That means how fast the op-amp is able to respond to the output voltage. Then there is another parameter which is known as the common mode rejection ratio. So let us understand very briefly what do we mean by this common mode rejection ratio. We will talk more about it in a separate video. So let's say if we are applying the same input voltage to this V1 and V2, then the difference between these two voltage will be equal to 0, and at the output we should get a 0 volt. Likewise, when we are applying a different input voltages V1 and V2 to this op-amp, then at the output the difference between these two voltages will be get amplified by certain amplifier gain. So this common mode rejection ratio basically defines how well the op-amp is able to reject the common input voltages that is being applied to both its input terminals, and how well it is able to amplify the difference between the two voltages, and it is generally defined as the ratio of differential gain divided by the common mode gain. So for the ideal op-amp, the value of this common mode rejection ratio should be equal to infinity. So here is the list of different ideal op-amp characteristic. So the ideal op-amp has an infinite input impedance, 0 output impedance, infinite open loop gain, and infinite bandwidth and slew rate. And in this ideal op-amp, whenever the input is equal to 0, then at that time the output is also 0, and this ideal op-amp has an infinite common mode rejection ratio. But if you see any practical op-amps, they used to have a finite input as well as the output impedance. Generally this input impedance is in the range of mega ohms, while the output impedance is in the range of few ohms. Similarly, the open loop gain of the op-amp is not infinity, but it used to be in the range of 10 to the power 5 to the 10 to the power 6. Likewise, for the practical op-amps, whenever the input is equal to 0, at that time also you will get some output at the op-amp. Generally used to be in the range of few millivolts. That is known as the offset voltage, and we will talk more about it in the separate video. So here is the list of different parameters and the values of different parameters for the general purpose 741 op-amp IC. So now if you see the different op-amp ICs, they are optimized for the different parameters. So let's say if one op-amp is optimized for the very high slew rate, while the another op-amp is optimized for the very high open loop gain. And if you see some other IC, you might find that it is optimized for the very low offset voltages. So depending upon your application, you need to decide which parameter is critical for your application, and based on that you can decide which op-amp is suitable for your particular application. Now so far we have seen this op-amp in a open loop configuration. That means there was no feedback from output to the input. Now in the next video we will see what happens when we provide the feedback from output to the input side. So I hope in this video
you understood the different characteristics of this op-amp. So അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോണത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. നമ്മൾ പറഞ്ഞു ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും നമുക്ക് ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇൻപുട്ടിൽ ഇങ്ങനൊരു സിഗ്നൽ കൊടുക്കും, നമുക്ക് ഔട്ട്പുട്ടിൽ ഇതിനൊരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ വരണം. നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. അതേപോലെ നമുക്ക് ഇൻപുട്ടിൽ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ 0 ക്രോസ് ചെയ്യുന്ന പോയിന്റുകളുണ്ടാവും. ഈ 0 ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമുക്ക് എപ്പോഴാണ് വരുന്നതെന്നൊന്ന് ഡിറ്റക്ട് ചെയ്യണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചാൽ ഈ രീതിയിൽ ഒരു വേവ് ഫോം ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടിലുള്ള ഈ 0 എന്നുള്ള പോയിന്റ് എപ്പോഴാണ് ക്രോസ് ചെയ്യാമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പൊ അടുത്തൊരു ഓപ്പറേഷൻ ആണ്. ഇപ്പൊ ഇൻപുട്ടിലൊരു 1, 2, 3 V1 V2 V3 ഈ 3 സിഗ്നലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടണം. ഔട്ട്പുട്ട് സിഗ്നൽ V1 പ്ലസ് V2 പ്ലസ് V3. അതായത് ഇൻപുട്ടിൽ കൊടുത്ത 3 സിഗ്നൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് കിട്ടണം. അപ്പൊ അങ്ങനെ 3 സിഗ്നൽ അല്ലെങ്കിൽ 4 സിഗ്നൽ എത്ര സിഗ്നൽ വെച്ചാൽ അത്ര 3 സിഗ്നൽ ആഡ് ചെയ്ത് പുറത്തേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം, ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമുക്ക് അഡീഷൻ നടത്താം. ഇനിയിപ്പോ അടുത്തൊരു കേസ് നമുക്ക് പറയാം. ഇപ്പൊ ഇൻപുട്ടിൽ ഒരു 3 സിഗ്നൽ ഉണ്ട്, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു 4 സിഗ്നൽ ഉണ്ട് V4 വഴി. നമുക്കിപ്പോ ഔട്ട്പുട്ടിന് ഈ സിഗ്നലൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്ത് വരണം. അതായത് ഇൻപുട്ടിൽ V1 V2 V3 V4 അതിന് ഇൻപുട്ടിൽ ആയത് 4 സിഗ്നൽ ഉണ്ട്. ഔട്ട്പുട്ടിൽ നമുക്ക് ഈ സിഗ്നലൊക്കെ കൂടിയിട്ടുള്ള ഡിഫറൻസ് കിട്ടണം. V1 മൈനസ് V2 മൈനസ് V3 മൈനസ് V4 അത് 3 സിഗ്നല് സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടണം. അപ്പൊ നമുക്ക് ഒരു സബ്സ്ട്രാക്ഷൻ ഉള്ള ഒരു ഓപ്പറേഷൻ നടക്കണം. അത് നമുക്ക് ആരെ വെച്ചിട്ട് ഇതാക്കാം, ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇൻപുട്ടിലെ സിഗ്നൽ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഓപ്പ് ആംപ് ഉപയോഗിച്ചു, ഇൻപുട്ടിലെ സിഗ്നൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിച്ചു. ഒരു സിഗ്നൽ ഇൻവെർട്ട് ചെയ്യണോ നമുക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിക്കാം. ഒരു ഇൻപുട്ടിനകത്ത് ഒരു സിഗ്നലിന് 0 ക്രോസ് ചെയ്യുന്ന പോയിന്റ് ട്രേസ് ചെയ്യണോ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിക്കാം. അതേപോലെ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ അടുത്ത ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്കൊരു സിഗ്നലിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഒരു വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊരു ഇന്റഗ്രേറ്റർ സർക്യൂട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അതായത് ഒരു വോൾട്ടേജ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മളിപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ ടവറൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു സാമ്പിൾ വോൾട്ടേജ് VOP ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താലാണ് ആക്ച്വലി നമുക്ക് വേണ്ട ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു ചെറിയ സിഗ്നൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആക്ച്വൽ ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. അത്തരം സ്ഥലങ്ങളിൽ ഒരു ചെറിയ സിഗ്നൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആക്ച്വൽ സിഗ്നലിനെ ജനറേറ്റ് ചെയ്തെടുക്കാം. ആ ഇന്റഗ്രേഷൻ എന്നുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒരു വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോ ചില സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കാണ്. ചില സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കുമ്പോൾ നമുക്കിപ്പോ ചെറിയൊരു വോൾട്ടേജിനെ കിട്ടിയ ഒരു വോൾട്ടേജ് ലെവൽ ഉണ്ട്. ആ വോൾട്ടേജ് ലെവലിനെ ഒന്ന് dV ബൈ വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ചിട്ട് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ പെർഫോമൻസ് നടക്കുന്നത്. അപ്പൊ ഒരു ഡിഫറൻസിയേഷൻ ഉള്ള ഒരു ഓപ്പറേഷൻ നടക്കേണ്ട സ്ഥലത്തും നമുക്ക് ആരെ ഉപയോഗിക്കാം, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കാം. അപ്പൊ എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും നമുക്ക് ആരെ വെച്ചിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും, ഓപ്പറേഷണൽ ആംപ്ലിഫയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ഒരു 2 മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാനാവാം അല്ലെ. അപ്പോൾ 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതേമാതിരി വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ, 0 ക്രോസിംഗ് ഡിറ്റക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സാധനം ഉപയോഗിക്കാൻ നമുക്ക് നമ്മൾ ജസ്റ്റ് 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിലും 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിലും നമ്മൾ ഇത് വെച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു സർക്യൂട്ടുകളുടെ പേരൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 4 ആപ്ലിക്കേഷനുകൾ എഴുതണം. 6 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ട് 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നമ്മളൊരു 6-ലധികം ആപ്ലിക്കേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതണം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ആ 2 മാർക്കിന്റെ 6 മാർക്കിന്റെ ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഒന്ന് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇതിന്റെ പുറമെ ഇതിനകത്തുള്ള ഓരോ സർക്യൂട്ടും സെപ്പറേറ്റ് ആയിട്ട് 6 മാർക്കിനും അതിന്റെ അപ്പുറത്തേക്കുള്ള മാർക്കിനും വിഷയങ്ങൾക്കും കാര്യങ്ങൾക്കും ചോദിക്കും.
അപ്പോൾ അത് ചോദിക്കുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ട എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് അത് എടുക്കുമ്പോൾ അത് വഴിയെ പറയാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെറിയൊരു ആനിമേഷൻ ചെയ്ത വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആനിമേഷൻ ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓപ്പാമിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വിഷ്വലായിട്ട് കാണുന്നതും ഒരാൾ പറയുന്നത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമുക്കൊന്ന്. Suppose we have a voltage that we refer to as the input. Suppose we want to multiply this input by a number to produce another voltage that we'll refer to as the output. Or, suppose that we have several input voltages, and we wish to add them together, and we want the output voltage to represent their sum. Operations such as these, as well as many far more advanced calculations, can be performed with circuits that have what we call an operational amplifier, typically referred to as an op-amp. In this video, we'll discuss circuits that have an ideal op-amp. An op-amp has 2 input terminals and 1 output terminal. The op-amp also has 2 terminals for providing power to the device. Current can never flow into or out of the input terminals. Current can flow into and out of the output terminal. The current that flows into or out of the output is supplied by the 2 terminals providing power to the op-amp. The 2 terminals providing power to the op-amp are typically not shown. But it's important to keep in mind that the op-amp only has the ability to produce output voltages that are in between the voltages of the 2 power terminals. One of the 2 inputs has a plus sign next to it, and the other input has a minus sign next to it. The op-amp takes the voltage value of the plus input and subtracts from it the voltage value of the minus input. The op-amp then takes this difference between the 2 input voltages and multiplies it by a very large number. The op-amp then tries to make the output voltage equal to the value of this result. This means that if the plus input is even slightly lower than the minus input, the op-amp will try to make the output voltage equal to the largest negative number it is capable of producing. And if the plus input is slightly higher than the minus input, the op-amp will try to make the output voltage equal to the largest positive number it's capable of producing. Now, suppose we do something that we call providing negative feedback. These 2 resistors cause a portion of the output voltage to be added to the value of the op-amp's minus input terminal. Suppose that the voltage of the op-amp's plus input terminal is lower than the value of the op-amp's minus input terminal. This will cause the op-amp to want to decrease the voltage value of the output terminal, which will then also end up decreasing the voltage of the op-amp's minus input terminal. The output voltage will stop decreasing when the op-amp's minus input terminal is almost exactly equal to the value of the op-amp's plus input terminal. Now, let's consider a new scenario. Suppose that the voltage of the op-amp's plus input terminal is higher than the value of the op-amp's minus input terminal. This will cause the op-amp to increase the voltage value of the output terminal,
which will then also end up increasing the voltage of the op-amp's minus input terminal. The output voltage will stop increasing when the op-amp's minus input terminal is almost exactly equal to the value of the op-amp's plus input terminal. Therefore, the presence of negative feedback always forces the op-amp's two input terminals to always be at almost the same voltage value. Once the voltages of the op-amp's two input terminals are almost at the same value, the difference between them is a very small number. The output voltage is then this very small number multiplied by a very large number. For this example, let's suppose that the value of the op-amp's plus input terminal is always set to 0 volts. The negative feedback will force the op-amp's minus input terminal to also always be set to close to 0 volts. Let's define this point here as the input of the circuit. If we apply a voltage to this input, a current will flow. Since current is unable to flow into or out of the op-amp's input terminals, the value of current that flows through the first resistor must also be the exact same value of current that flows through the second resistor. The voltage drop across each resistor is the value of this current multiplied by the resistor's resistance. Now, let's suppose that one of the resistors has a larger value, which we'll represent as two resistors in series. Now, the magnitude of output voltage is changed as shown. If we want the output voltage to be positive when the input voltage is positive, then we can change the location of the input voltage as shown. Our circuits can have several different inputs. Since current can't flow into the op-amp's input terminals, this means that the current through the resistor on the right is equal to the sum of the current flowing through the other three resistors. The voltage drop of the resistor on the right is the sum of all these currents multiplied by the resistor's resistance. The output voltage therefore represents the sum of all the input voltages.
Suppose we use a capacitor in the circuit as shown. The output voltage represents the integral of the input voltage waveform with respect to time. Suppose we swap the positions of the resistor and the capacitor. The output voltage represents the derivative of the input voltage waveform with respect to time. Another important use of op amps is to act as a buffer. In this case, the output voltage is exactly equal to the input voltage. Although no current is ever drawn from the input, the output terminal supplies a current coming from the op amp's power terminals. Much more information about electric circuits is available in the other videos on this channel. Please subscribe for notifications when new videos are ready. അപ്പോൾ എന്താണ് ഈ കോൾപിറ്റ്സ് ഓസിലേറ്റർ? നമ്മൾ ഓസിലേറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഒരുപാട് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. അപ്പൊ നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കോൾപിറ്റ്സ് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഹാറ്റ്ലി ഓസിലേറ്റർ, ഈ മൂന്ന് ഓസിലേറ്ററും ഏകദേശം ഒരേ ക്രൈറ്റീരിയ ആണ്. വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സർക്യൂട്ടിനകത്ത് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്തിട്ട് പോകാൻ വേണ്ടി സാധിക്കും. വളരെ ചെറിയ ചെറിയ മാറ്റങ്ങളെ നമുക്ക് വരുത്തേണ്ടതുള്ളൂ, പക്ഷെ ആ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ തന്നെ ടോട്ടൽ എന്ത് ചെയ്ത് പോകും, മാറിപ്പോകും. അപ്പൊ ഓസിലേറ്റർ എന്നുള്ള സാധനം വർക്ക് ചെയ്യണമെങ്കിൽ ബാർക്ലോസ്റ്റൈൻ ക്രൈറ്റീരിയ അറ്റൈൻ ചെയ്യണം നമ്മൾ പറയുന്നു. അതിന് ഒന്നാമത്തെ കണ്ടീഷൻ എന്നുള്ളത് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വേണം ടോട്ടൽ സർക്യൂട്ടിന്. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്നുള്ളത് എ ബീറ്റന്റെ വാല്യൂ എന്താവണം, 1 ആവണം. എ ബീറ്റ = 1 എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുമ്പോഴാണ് ഒരു സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യുക, ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്ത് റെസിസ്റ്റർ R1, R2, RE. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞ അതേ ഫംഗ്ഷൻ തന്നെ. റെസിസ്റ്റർ R1, R2, RE. ഈ ആംപ്ലിഫയർ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊരു വോൾട്ടേജ് ബയാസിംഗ് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ബയാസിംഗ് ആണ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ്. അപ്പൊ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൊടുക്കാനും ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാനും ഇത് ആംപ്ലിഫയർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ റെസിസ്റ്റർ R1, R2, RE ഫംഗ്ഷൻ എന്നുള്ളത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൊടുക്കാനും ഇതിന്റെ ബയാസ് സ്റ്റെബിലിറ്റി നിലനിർത്താനൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തത് CE, ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ. ആവശ്യമില്ലാത്ത സിഗ്നൽ ബൈപ്പാസ് ചെയ്യാനും നോയ്സും ഡിസ്റ്റോർഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ ബൈപ്പാസ് കപ്പാസിറ്റർ CE നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു RFC കോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, റേഡിയോ ഫ്രീക്വൻസി കോയിൽ. അതായത് ഈ ഇൻഡക്റ്റീവ് കോയിലിന്റെ പ്രത്യേകത എന്താ, ഇൻഡക്റ്റീവ് കോയിൽ ആണെങ്കിൽ അത് റിയാക്ടൻസ് എന്നാണ് 2πFC എന്നുള്ളതാണ്. അപ്പൊ AC കമ്പോണന്റ് വരുമ്പോൾ ഗുണം ചെയ്യില്ല, കടത്തി വിടില്ല, അതിന്റെ ഫ്രീക്വൻസി കൂടും. അപ്പൊ റിയാക്ടൻസ് കൂടും, AC കമ്പോണന്റ് കടത്തി വിടില്ല, പകരം കറക്റ്റ് ആയിട്ടുള്ള DC കമ്പോണന്റ് ഇങ്ങോട്ട് കടത്തി വിടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു RFC കോയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായി. അത് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള സിഗ്നൽ എടുക്കാൻ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിച്ചു. ഇതാണ് നമ്മളെ ട്യൂണിംഗ് സർക്യൂട്ട്. ഓക്കെ, ട്യൂണിംഗ് സർക്യൂട്ടിനകത്ത് ഒരു ഇൻഡക്ടർ ഉണ്ട്, രണ്ട് കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിന്റെ സെന്റർ പോയിന്റ് പിടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിലെ ഈ C1 അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് നമ്മൾ ഔട്ട്പുട്ടിൽ വരിക, ഈ C2 അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് പോകും. അതായത് കപ്പാസിറ്റർ C1 അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലേക്ക് വരും. C2 അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് പോകും. അപ്പോൾ ബാർക്കൂസൻ ക്രൈറ്റീരിയ പ്രകാരം ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഈക്വൽ ടു 360 ഡിഗ്രി വരണം സർക്യൂട്ടിന്. അപ്പോൾ ഇവിടെ ടൂണിംഗ് സർക്യൂട്ടിനകത്ത് ഈ ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന ഈ കപ്പാസിറ്ററിനകത്ത് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരും. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു. ആ ഫീഡ്ബാക്ക് സിഗ്നൽ ഇവിടെ കോമൺ നെഗറ്റീവ് ആംപ്ലിഫയറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 180 ഡിഗ്രി എന്ത് ചെയ്യും, ഫേസ് ഷിഫ്റ്റ് വരും. അങ്ങനെ ടോട്ടൽ ആ സിഗ്നൽ തിരിച്ച് ടൂണിംഗ് സർക്യൂട്ടിലേക്ക് വരുമ്പോഴത്തേനും 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അവിടെ വരുന്നുണ്ടാവും, സാറ്റിസ്ഫൈഡ് ഉണ്ടാവും. അതായത് ഫീഡ്ബാക്ക് സർക്യൂട്ടിനകത്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരും. അതേപോലെ കോമൺ നെഗറ്റീവ് ആംപ്ലിഫയറിന് എത്ര ഡിഗ്രി വരും, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരും. അതായത് ടോട്ടൽ അത് റിട്ടേൺ ആയിട്ട് ടൂണിംഗ് സർക്യൂട്ടിൽ എത്തുമ്പോഴേക്കും 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ബാർക്കൂസൻ ക്രൈറ്റീരിയയുടെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. രണ്ടാമത്തെ കണ്ടീഷൻ A beta ഈക്വൽ ടു 1 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് സർക്യൂട്ട് ഓൾറെഡി നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സർക്യൂട്ടിന്റെ ബാർക്കൂസൻ ക്രൈറ്റീരിയ എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. ഇനി ഈ സർക്യൂട്ട് വർക്കിംഗ് നമുക്ക് ഏതൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളിപ്പോ സപ്ലൈ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഇൻഡക്ടർ വഴി എന്ത് ചെയ്യും, ചാർജിങ് നടക്കും. അതേമാതിരി അവിടെ എന്ത് ചെയ്യും, ഡിസ്ചാർജിങ് നടക്കും. അതിന് ഈ കപ്പാസിറ്റർ ഇന്റർഫിയർ നെറ്റ്വർക്കിൽ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുമ്പോൾ അവിടെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്ത് തുടങ്ങും. ആ നിശ്ചിത ഫ്രീക്വൻസിയിലെ സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് കിട്ടുക. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി എപ്പോൾ സിഗ്നലും 1/2π√LC. ഇതിനകത്ത് L എന്നുള്ളത് ഇൻഡക്ടറിന്റെ വാല്യൂ, C എന്നുള്ളത് ഈ കപ്പാസിറ്ററിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ടൂണിംഗ് സർക്യൂട്ടിനകത്ത് 1/2π√LC ഈ ഒരു ടൂണിംഗ് സർക്യൂട്ടിനകത്തുള്ള ഇൻഡക്ടറിന്റെയോ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂസോ മാറ്റി കൊടുത്താൽ നമുക്ക് ഈ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ സർക്യൂട്ടിനെ വർക്ക് നമ്മൾ പറഞ്ഞു, ഇത് ബാർക്കൂസൻ ക്രൈറ്റീരിയ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞു. അതിന്റെ പുറമെ സർക്യൂട്ട് വർക്കിംഗ് നമ്മൾ പറഞ്ഞു. ഈ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എങ്ങനെ മാറാന്നുള്ളത് നമുക്ക് ഈ ഫ്രീക്വൻസിയുടെ ഫോർമുല പരിശോധിച്ചറിയാം. F is equal to 1/2π√LC. 1/2π√LCക്ക് അകത്ത് ഇൻഡക്ടറിന്റെ കപ്പാസിറ്ററിന്റെ വാല്യൂസ് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു ഇൻഡക്ടറിന്റെ വാല്യൂസ് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഇൻഡക്ടറിന്റെ കപ്പാസിറ്ററിന്റെ ഏതെങ്കിലും വാല്യൂസ് മാറ്റി കൊടുത്താൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും, മാറും. അപ്പൊ എങ്ങനെയാണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഇത് 6, 7, 8 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ടാണ് വരിക. അപ്പൊ ഈ സർക്യൂട്ട് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതി വെക്കാം. അപ്പൊ ഇത് എഴുതി വരച്ചതിന് ശേഷം നമുക്ക് അറിയാം, നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഭംഗിയായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക. അതിന് പുറമെ ഫ്രീക്വൻസിയുടെ ഫോർമുല എഴുതാൻ മറക്കരുത്. അപ്പൊ നമ്മൾ വാല്യൂഷൻ ക്യാമ്പിൽ പേപ്പർ നോക്കുമ്പോൾ ആദ്യം നമ്മൾ സർക്യൂട്ട് വരച്ചിട്ടുണ്ടോ നോക്കി നോക്കും. സർക്യൂട്ട് വരച്ചതിന് ശേഷം പിന്നെ നമ്മള് അതിന്റെ ഫ്രീക്വൻസിയുടെ ഫോർമുല എഴുതുന്നുണ്ടോ നോക്കി നോക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ താഴെ എഴുതിയിട്ടുണ്ടോ നോക്കി നോക്കും. അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വായിച്ചു വെക്കുക. ചിലപ്പോൾ ഒന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. പകരം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതേപോലെ എഴുതി വെച്ച് ഞങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഏകദേശം ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ആനിമേഷൻ ചെയ്ത ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം. Colpit oscillator. Oscillator is an amplifier with a positive feedback, and it converts DC input signal into AC output waveform with certain variable frequency drive and certain shape of output waveform by using the positive feedback instead of input signal. Oscillators which utilizes the inductor L and capacitor C in the circuit are called as LC oscillator, which is a type of linear oscillator. The well-known LC oscillators are Hartley oscillators and Colpit oscillators. Among these two, the frequently used design is Colpit's oscillator, designed by and named after an American engineer, Edwin H. Colpitts, in 1918. Colpit's oscillator consists of a tank circuit, which is an LC resonant sub-circuit made of two series capacitors connected in parallel to an inductor, and frequency of oscillators can be determined by using the values of these capacitors and inductor of this tank circuit. This oscillator is almost similar to Hartley oscillator in all the aspects. Hence it is termed as electrical dual of Hartley oscillator and is designed for the generation of high frequency sinusoidal oscillations with the radio frequencies typically ranging from 10 kHz to 300 MHz. The major difference between these two oscillators is that it uses tapped capacitance, whereas the Hartley oscillator uses tapped inductance.
Colpitt's oscillator circuit. Every other oscillator circuit which generates sinusoidal waveforms utilizes the LC resonant circuit except a few electronic circuits such as RC oscillator, Wayne-Robinson oscillator, and a few crystal oscillators which don't require additional inductances of this purpose. The capacitors C1 and C2 forms potential divider, and this tapped capacitance in the tank circuit can be used as the source for feedback, and this setup can be used to provide better frequency stability compared to the Hartley oscillator, in which tapped inductance is used for feedback setup. Resistor in the above circuit provides stabilization for circuit against variations in temperature. The capacitor CE connected in the circuit, which is parallel to the RE, provides low reactive path to the amplified AC signal, acting as bypass capacitor. The resistors R1 and R2 form voltage divider for circuit and provides bias to the transistor. The circuit consists of a RC coupled amplifier with common emitter configuration transistor. Applications of Colpitt's oscillator. It is used for generating of sinusoidal output signals with very high frequencies. The Colpitt's oscillator using SAW device can be used as the different type of sensors such as temperature sensor, used for applications in which undamped and continuous oscillations are desired for functioning. This oscillator is preferred in situations where it is intended to withstand high and low temperatures frequency. It is used for the development of mobile and radio communications. Hartley oscillator circuit Colpitt's oscillator. Colpitt's oscillator circuit ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് Hartley oscillator ആയിട്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ സർക്യൂട്ട് മായ്ക്കാതെ വെച്ചിട്ടുള്ളത്. അതായത് ഇതും ബോർഡ് എക്സാമിനുള്ള ശരിയാക്കി വരുന്ന 6, 7, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Hartley oscillator, Colpitt's oscillator അല്ലെങ്കിൽ crystal oscillator. ഇതിൽ ഏതെങ്കിലും ഒരു സംവിധാനം എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന് ഒരു എസ്എ പാർട്ട് ക്വസ്റ്റ്യൻ പോലെ വരാറുണ്ട്. അപ്പൊ ഈ Colpitt's oscillator സർക്യൂട്ടിനകത്ത് എന്ത് മാറ്റം വരുത്തിയാൽ Hartley oscillator ആവാം? വളരെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമ്മൾ ഈ ടോണി സർക്യൂട്ട് ഉണ്ടല്ലോ, ഈ ടോണി സർക്യൂട്ടിനകത്ത് ഇവിടെ 2 കപ്പാസിറ്ററിന് പകരം ഇവിടെ 2 ഇൻഡക്ടർ കൊടുക്കും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഒരു കപ്പാസിറ്റർ കൊടുക്കും. ഇയാളെ M1, ഇയാളെ L2, ഇയാളെ C. സർക്യൂട്ട് നേരെ മാറി. ഇപ്പോ സർക്യൂട്ട് Hartley oscillator ആയി. അപ്പൊ ഈ ഒരു ടോണി സർക്യൂട്ട് ഒന്ന് മാറ്റി വരച്ചു നോക്കുമ്പോ Hartley oscillator ആയി. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു Colpitt's oscillator പഠിച്ചു കഴിഞ്ഞാൽ അതേ Colpitt's oscillatorന്റെ സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Hartley oscillator വരയ്ക്കാം. ഇതിന് നമുക്ക് crystal oscillator വരയ്ക്കാം. നമുക്ക് വഴി ചർച്ച ചെയ്യാം. അപ്പൊ ഈ Hartley oscillator വരയ്ക്കാൻ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ ആ ഒരു നേരത്തെ ടോണി സർക്യൂട്ടിനകത്ത് ഇവിടെ 2 കപ്പാസിറ്റർമാരെ എന്ത് ചെയ്തു? 2 ഇൻഡക്ടർ കൊടുത്തത്. പിന്നെ ഇവിടെ ഇൻഡക്ടർമാരെ ആരെ കൊടുത്തു? കപ്പാസിറ്റർ കൊടുത്തു. ചെറിയൊരു മാറ്റം വരുത്തി നോക്കുമ്പോൾ Colpitt's oscillator നേരെ പിടിച്ചതുണ്ടാക്കി Hartley oscillator ആയി. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരാം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് 2 കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഒന്ന് ബാർബോസൺ ക്രൈറ്റീരിയ പ്രകാരം 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരണം. അപ്പോ ഇതിനകത്ത് ഇപ്പോൾ ഒരു L1 അക്രോസ് ഉള്ളത് സിഗ്നൽ ഔട്ട്പുട്ടിലേക്ക് പോകും, L2 അക്രോസ് ഉള്ളത് ഫീഡ്ബാക്ക് ആയിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഒരു 150 ഡിഗ്രി ഫേസ് ഡിഫറൻസ് നമുക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ടിന് കിട്ടും. ഏതിനകത്ത് ബാർബോസൺ ക്രൈറ്റീരിയയുടെ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് പറ്റിയിട്ട് ഉപയോഗിക്കണം വിചാരിക്കാം. അപ്പൊ ഈ L1 150 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടി. അടുത്ത 150 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിനകത്ത് കിട്ടി. അപ്പൊ ഫീഡ്ബാക്കിനകത്ത് ഒരു 150 ഡിഗ്രി കിട്ടി, ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്തു? ഒരു 150 ഡിഗ്രി കിട്ടി. അപ്പൊ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്രയായി? 360 ഡിഗ്രി. അപ്പൊ ബാർബോസൺ ക്രൈറ്റീരിയ പ്രകാരമുള്ള ഒന്നാമത്തെ കണ്ടീഷൻ എന്ത് ചെയ്തു? സർക്യൂട്ട് സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ഒരു 150 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ടിനകത്തും അടുത്ത 150 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിനകത്തും വന്നു. ബാർബോസൺ ക്രൈറ്റീരിയയുടെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അടുത്ത കണ്ടീഷനാണ് A beta = 1 എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മൊത്തം സർക്യൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇനി ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി നോക്കുമ്പോൾ സർക്യൂട്ട് ഓസിലേറ്റർ ആയിട്ട് എന്ത് ചെയ്തു? വർക്ക് ചെയ്ത് തുടങ്ങി.
അപ്പോൾ ഇതിനകത്ത് ഈ കോമൺ ആയിട്ട് ആംപ്ലിഫയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഇവിടെ കിട്ടും. അപ്പോൾ റെസിസ്റ്റർ R1 ഉണ്ട്, റെസിസ്റ്റർ R2 ഉണ്ട്, റെസിസ്റ്റർ RE ഉണ്ട്. ഇവരുടെ പരിപാടി എന്നുള്ളത് ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൊടുക്കുക, ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. അതിന്റെ പുറമെ ആംപ്ലിഫയർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത ഫംഗ്ഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. പിന്നെ ഈ ഒരു ഇതെന്നുള്ളത് ബൈപാസ് കപ്പാസിറ്റർ ആണ്. ആവശ്യമില്ലാത്ത സിഗ്നലും നോയ്സ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് കളയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു എമിറ്ററിനകത്തുള്ള ഈ കപ്പാസിറ്റർ ചെയ്യും. ഇതിനോട് RFC കോയിൽ ഉണ്ട്. RFC കോയിലിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടെ ഒരു 2πFC എന്നുള്ളതാണ് ഇതിന്റെ റിയാക്ടൻസ് വരിക. അപ്പൊ AC കമ്പോണന്റ് വരുമ്പോൾ ഇതിന്റെ റിയാക്ടൻസ് കൂടും. അപ്പൊ ഇവിടെ നിന്ന് AC കമ്പോണന്റ് എന്നിട്ട് കടത്തി വിടില്ല, പകരം DC കമ്പോണന്റ് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യും, കടത്തി വിടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സർക്യൂട്ടിനകത്ത് നമുക്ക് എഴുതാനുള്ളത്. പിന്നെ അതേപോലെ ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ എന്നുള്ളത് ഫീഡ്ബാക്ക് സിഗ്നൽ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരാനും ഇത് ഔട്ട്പുട്ട് സിഗ്നൽ പുറത്തേക്ക് എടുക്കാനും. ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ബയാസിംഗ് സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഈ ഇൻഡക്ടർ ഈ രണ്ട് ഇൻഡക്റ്റീവ് കോയിൽ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കും നമ്മുടെ ഈ കപ്പാസിറ്റർ നെറ്റ്വർക്ക് വഴി. അങ്ങനെ ഈ ഇൻഡക്ടർ ഈ കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുമ്പോൾ ഇവിടെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ആ സിഗ്നൽ ജനറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കിട്ടിയാൽ F is equal to 1/2π√LC. ആ ഫോർമുലകളിലേക്ക് കണ്ടാൽ മതി. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി F is equal to 1/2π√LC എന്നുള്ളതാണ് ഫോർമുല. അപ്പൊ ഇതിനകത്ത് ഇൻഡക്ടറിന്റെ കപ്പാസിറ്ററിന്റെ വാല്യൂ മാറ്റി കൊടുത്താൽ നമുക്കുള്ള ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ വർക്ക് ചെയ്യുക. അതായത് കോൾപിറ്റ്സ് ഓസിലേറ്ററിന് അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതേ സർക്യൂട്ട്, പക്ഷെ ടൂണിംഗ് സർക്യൂട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ചെറിയ വ്യത്യാസമുള്ളൂ. അതിനോട് നോക്കുമ്പോൾ കോൾപിറ്റ്സ് ഓസിലേറ്റർ നേരെ എന്തായിട്ട് മാറി, ഹാർട്ട്ലി ഓസിലേറ്റർ ആയിട്ട് മാറി. അപ്പൊ കണ്ടോ മൊത്തത്തിൽ സർക്യൂട്ടിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയുടെ സിഗ്നലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അവൻ ഇതിന്റെ വർക്കിംഗ് ഒന്നുകൂടി വലുതായിട്ട് മനസ്സിലാവും. നമുക്കൊരു ആനിമേഷൻ ഇത് വീഡിയോ കണ്ടുനോക്കാം. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യും, എളുപ്പത്തിൽ മനസ്സിലാവും. Oscillator. Hartley oscillator is inductively coupled variable frequency oscillators where the oscillator may be a series or shunt fed. Hartley oscillators is the advantage of having one tuning capacitor and one center taped inductor. This processor simplifies the construction of a Hartley oscillator circuit. Hartley oscillator circuit and its working. An NPN transistor connected in a common emitter configuration works as the active device in amplifier stage. R1, R2 are biasing resistors and RFC is the radio frequency choke which provides the isolation between AC and DC operation. At high frequencies, the reactance value of this choke is very high, hence it can be treated as an open circuit. The reactance is 0 for DC condition, hence causes no problem for DC capacitors. The CE is the emitter bypass capacitor and RE is also be a biasing resistor. The CC1 and CC2 are the coupling capacitors. The circuit diagram of a Hartley oscillator is shown here. When the DC supply VCC is given to the circuit, the collector current starts rising and begins with the charging of the capacitor C. Once capacitor C is fully charged, it starts discharging through L1 and L2 and again starts charging. This back and forth voltage waveform is a sine wave which is small and leads with its negative alteration. It will eventually die out unless it is amplified. Now the transistor comes to the picture. The sine wave generated by the tank circuit is coupled to the base of the transistor through the capacitor CC1. Since the transistor is configured as common emitter, it takes the input from tank circuit and inverts into a standard sine wave with the leading positive alteration. Thus the transistor provides amplification along with inversion to amplify and correct the signal generated by the tank circuit. The mutual inductance between L1 and L2 provides the feedback of energy from collector emitter circuit to the base emitter circuit. Now let's look into the advantages. Instead of two separate coils L1 and L2, a single coil of bare wire can be used and coil grounded at any desired point along it. By using a variable capacitor or by making core movable, that is varying the inductance, frequency of oscillations can be varied.
Very few components are needed, including either two fixed inductors or a taped coil. The amplitude of the output remains constant over the working frequency range. ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സബ്ജക്ട് തുടങ്ങുന്നതിന്റെ ഈ ഒരു മൊഡ്യൂൾ തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇപ്പൊ ലാപ്ടോപ്പിന്റെയും അതേമാതിരി മൊബൈൽ ഫോണിന്റെയും ഒക്കെ ഉദാഹരണങ്ങൾ നമ്മളിങ്ങനെ മാറി മറിഞ്ഞൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രത്യേകത വെച്ചാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ക്രിസ്റ്റൽ ഓസിലേറ്റർ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡൊക്കെ കഴിച്ചതിനെ കാണാം, ഒരു സ്റ്റീലിന്റെ കളറിൽ ചെറിയൊരു ക്രിസ്റ്റൽ പോലത്തെ സംവിധാനം അതിന്റെ മദർ ബോർഡിലേക്ക് ഇരിക്കുന്നതാണ്. ആ ഒരു ചെറിയ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടാണ് ഈ സിസ്റ്റം വരയ്ക്കാൻ വേണ്ടുന്ന നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അത് ക്രിസ്റ്റൽ ഓസിലേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന ക്രിസ്റ്റലാണ്. എന്താണ് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന പീസ് ക്രിസ്റ്റലിന്റെ ഒരു പ്രത്യേകത? അതിൽ ഈ ക്രിസ്റ്റലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്രിസ്റ്റലായി ആയിരിക്കാം. ഇതിന് അക്രോസ് ആയിട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി പുറത്തേക്ക് കിട്ടും. ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജി പുറത്തേക്ക് കിട്ടും. അതാണ് പീസ് ഇലക്ട്രിക്കൽ ക്രിസ്റ്റലിന്റെ പ്രത്യേകത. ഈ പീസ് ഇലക്ട്രിക്കൽ ക്രിസ്റ്റൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആൾക്കാർ നടക്കുമ്പോൾ നടക്കുന്നതിന് കറണ്ട് ചാർജ് ചെയ്യാം. അങ്ങനെയുള്ള ഓരോ വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെയൊക്കെ ഒരു പീസ് ക്രിസ്റ്റലാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മളതിന് പറയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞു, ഈ പീസ് ക്രിസ്റ്റൽ അക്രോസ് നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുകയായിരിക്കാം, അതായത് പ്രസ് ചെയ്യുകയായിരിക്കാം. അപ്പൊ ഇതിന് ചെറിയൊരു സ്ട്രക്ചറിനകത്ത് ചെറിയ ഡിഫോർമേഷൻ വരും. കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ക്രിസ്റ്റൽ അക്രോസ് മെക്കാനിക്കൽ എനർജി കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയായിരിക്കാം, കറസ്പോണ്ടിങ് ആയിട്ട് മെക്കാനിക്കൽ എനർജി കിട്ടും. ആ കിട്ടുന്ന മെക്കാനിക്കൽ എനർജി എന്നുള്ളത് വൈബ്രേഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് മെക്കാനിക്കൽ എനർജി കിട്ടും. അത് വൈബ്രേഷൻ ആയിട്ട് കിട്ടും. ആ വൈബ്രേഷൻ ഉള്ള നിശ്ചിത ഫ്രീക്വൻസിയിലാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ആ ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ഒക്കെ വരച്ച അതേ സാധനം തന്നെയാണ് നമ്മുടെ കോൾപിറ്റ്സ് ഓസിലേറ്ററിനകത്ത്. ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ ഇൻഡക്ടർ കോയിൽ ഉണ്ട്. ആ ഇൻഡക്ടർ കോയിലിൽ പോയാൽ നമ്മൾ ഇവിടെ ഒരു ക്രിസ്റ്റലാ കൊടുത്തിരിക്കുക. അതായത് നമ്മൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കോൾപിറ്റ്സ് ഓസിലേറ്ററിന്റെ സർക്യൂട്ട് പഠിച്ചാൽ അതിന് നമുക്ക് ആപ്പിൾ ഓസിലേറ്റർ പഠിക്കാം. പിന്നെ ഏത് പഠിക്കാം? ക്രിസ്റ്റൽ ഓസിലേറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആ ഒരു കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ രണ്ട് കപ്പാസിറ്റർ ഉണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡക്റ്റീവ് കോയിലാണ്. ആ ഇൻഡക്റ്റീവ് കോയില് പോലെ നമ്മളൊരു ക്രിസ്റ്റലാ ഉപയോഗിക്കുക. എന്ത് ഓസിലേറ്റർ ആയിട്ട് മാറി? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആയിട്ട് മാറി. ബാക്കി വർക്കിംഗ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. ഇവിടെ 3 റെസിസ്റ്റർ ഉണ്ട്, R1, R2, RA. ഇവരെ പരിപാടി എന്താ? ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ട വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൊടുക്കുക. പിന്നെ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ട ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുക. പിന്നെ അതിന് വേണ്ട ബയാസ് സ്റ്റെബിലിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് ആരുടെ പരിപാടി? റെസിസ്റ്റർ R1, R2, RA. ഈ 3 റെസിസ്റ്ററിന്റെ ഫംഗ്ഷന് അതാണ്. പിന്നെ ഇവിടെ ബൈപാസ് കപ്പാസിറ്റർ ഉണ്ട്, അയാളാണ് C. ഇവിടെ വരുന്ന ആവശ്യമില്ലാത്ത സിഗ്നലിനെ ഫിൽറ്റർ ചെയ്യലും ബയാസ് സ്റ്റെബിലിറ്റി കൊടുക്കലൊക്കെ മൂപ്പരപ്പുഴയാണ്. പിന്നെ റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഉണ്ട്. ഇവിടെ തന്നെ AC കമ്പോണന്റിനെ ബ്ലോക്ക് ചെയ്യാം. അതുപോലെ DC കമ്പോണന്റിനുള്ള ബയാസിന് കറക്റ്റ് ആയിട്ട് നിർത്താം. അപ്പൊ അതിന്റെ റിയാക്ടൻസ് 2πHC എന്നുള്ളത് നമ്മൾ കുറെ നേരം പറയുന്ന F എന്നുള്ളത് ഫ്രീക്വൻസി ആണ്. AC കമ്പോണന്റ് ഫ്രീക്വൻസി ഉണ്ടാവുക. അപ്പൊ അതിന്റെ AC കമ്പോണന്റ് ഫ്രീക്വൻസി വരുമ്പോൾ അതിന്റെ റിയാക്ടൻസ് കൂടും. അപ്പൊ ഇവിടെ നിന്നുള്ള AC കമ്പോണൻസ്, അതായത് ഈ സപ്ലൈയിൽ വരുന്ന AC കമ്പോണൻസ് എന്ത് ചെയ്യുക, കടത്തി വിടൂല. പകരം DC കമ്പോണൻസ് മാത്രമാണ് എന്ത് ചെയ്യുക, കടത്തി വിടുക. ഇത്രയും കാര്യങ്ങളായി. ഇനി ബാർബൂസൻ ക്രൈറ്റീരിയ പ്രകാരം ഒന്നാമത്തെ കണ്ടീഷൻ, ഫസ്റ്റ് ഒരു കണ്ടീഷൻ A β = 1 ആവണം. അത് പ്രകാരമാണ് നമ്മൾ സർക്യൂട്ട് മൊത്തം ഡിസൈൻ ചെയ്തത്. അപ്പൊ ഈ കണ്ടീഷൻ അവിടെ തന്നെ ചെയ്തു, സാറ്റിസ്ഫൈഡ് ആയി. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്നുള്ളത് 360 ഡിഗ്രി വരണം. അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി വരാൻ വേണ്ടിയിട്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇവിടെ ഈ ഒരു ട്യൂണിംഗ് സർക്യൂട്ടിനകത്തുള്ള ഫീഡ്ബാക്ക് സർക്യൂട്ടിനകത്ത് കിട്ടും. ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അടുത്ത 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്നുള്ളത് ഈ ഒരു കോമൺ ഇൻപുട്ട് ആംപ്ലിഫയറിനകത്ത് കിട്ടും. അങ്ങനെ ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിനകത്തും കോമൺ ഇൻപുട്ട് ആംപ്ലിഫയറിനകത്തും കൂടി നമുക്ക് ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടി. അങ്ങനെ സർക്യൂട്ട് എന്തായി, ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ബാർബൂസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. പിന്നെ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യാം? നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇതിനകത്ത് ഇവിടെ ചാർജിങ് ഡിസ്ചാർജിങ് കാര്യങ്ങളൊക്കെ നടക്കും കപ്പാസിറ്ററിന്. ആ സമയത്ത് ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്തിട്ട് നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ഇവിടെ ജനറേറ്റ് ചെയ്ത് തുടങ്ങും. ഫ്രീക്വൻസിയുടെ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. F = 1/2π√LC.
ക്ലിയർ ആയില്ലേ? അപ്പൊ Fs equal to 1/2 pi root LC ക്കകത്ത് ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഫ്രീക്വൻസിയുടെ വാല്യൂ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഈ L എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ഒരു ക്രിസ്റ്റലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ L എന്നുള്ളൊരു കമ്പോണന്റ് അവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇന്റർനായിട്ട് ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും ഒക്കെ ഒരു ക്രിസ്റ്റലിനകത്ത് അതിന്റെ വാല്യൂ ആണ് അതിന്റെ എല്ലാറ്റും നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത്ര വിശാലമായിട്ട് നമുക്ക് കണ്ടു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഫ്രീക്വൻസിയുടെ ഫോർമുലയും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ സർക്യൂട്ട് വരയ്ക്കാം. ജസ്റ്റ് അതിനകത്തുള്ള കാര്യങ്ങളും വിഷയങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കാം. ഇതിൽ ഫ്രീക്വൻസിയുടെ ഫോർമുല എഴുതി വെക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ മെയിൻ പ്രത്യേകത നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്. അതാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചെറിയൊരു ആനിമേഷൻ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടുപോകാം. ക്രിസ്റ്റൽ ഓസിലേറ്റർ ചർച്ച ചെയ്തു, ഹാർട്ട് ഓസിലേറ്റർ ചർച്ച ചെയ്തു, കോൾപിറ്റ്സ് ഒക്കെ ചർച്ച ചെയ്തു. അപ്പൊ ഈ 3 ഓസിലേറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മളത് ചിലപ്പോൾ ഒരു 6 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒരു തവണയായിട്ട് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ അത് ഓരോന്നും തമ്മിലുള്ള ട്യൂണിംഗ് സർക്യൂട്ടിന്റെ ഇടയിൽ ഡിഫറൻസ് ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ബാക്കി എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി റേഞ്ചും കാര്യങ്ങളൊക്കെ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാനതിപ്പോ ഇവിടെ നിന്ന് കുറെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിക്കോണമെന്നില്ല. അപ്പൊ നമുക്ക് അതിന് ആനിമേഷൻ ചെയ്ത് ചെറിയൊരു വീഡിയോ കണ്ടോക്കാം. അപ്പൊ നമുക്ക് അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 6 മാർക്കിന്റെ ആൻസർ സുഖമായിട്ട് ആൻസർ ചെയ്യാനും പറ്റും.
അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് പുഷ് പുൾ പവർ ആംപ്ലിഫയർ. പുഷ് പുൾ പവർ ആംപ്ലിഫയർ ക്ലാസ് ബി കാറ്റഗറിയിൽപ്പെട്ട പുഷ് പുൾ പവർ ആംപ്ലിഫയറിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കാണാം, പുഷ് പുൾ എന്നൊക്കെ പറയുമ്പോൾ ആ പേരിന് അതിന്റെ വെറൈറ്റി എനിക്ക് കാണാം. അപ്പൊ ഇതിന്റെ സർക്യൂട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ആദ്യം നോക്കി നോക്കാം. അപ്പൊ ആദ്യം നമ്മളിവിടെ ഒരു ട്രാൻസിസ്റ്റർ വരയ്ക്കാം. ഇയാളുടെ പേര് T1 കൊടുക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത ട്രാൻസിസ്റ്റർ വരയ്ക്കാം. ഇയാൾക്ക് നമ്മൾക്ക് ട്രാൻസിസ്റ്റർ T2 കൊടുക്കാം. ഇവര് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആയില്ലേ? ഫസ്റ്റത്തെ ട്രാൻസിസ്റ്റർ T1, അടുത്ത ട്രാൻസിസ്റ്റർ എന്താണ് T2. ഇനി നമുക്ക് ഈ ഒരു പുഷ് പുൾ ആംപ്ലിഫയർ പ്രധാനമായിട്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സൈഡിൽ ഒരു സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കണം. ക്ലിയർ ആയാലോ? ഈ ഒരു ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് സൈഡിൽ ഒരു സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇൻപുട്ടിൽ നമ്മളുള്ള സിഗ്നൽ കൊടുത്തു. ആ ഇൻപുട്ട് കൊടുത്ത സിഗ്നൽ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലേക്ക് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വൈൻഡിങ് കൂടെ ഉണ്ടാവും. ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇത് സെൻട്രൽ ടൈപ്പ് കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. എന്ത് കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക? സെൻട്രൽ ടൈപ്പ് കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഈ ട്രാൻസ്ഫോമറിന്റെ ഈ ഒരു എൻഡിൽ നിന്നുള്ള ഒരു കണക്ഷൻ എടുത്തിട്ട് ഈ ട്രാൻസിസ്റ്റർ T1ലേക്കും ഈ എൻഡിൽ നിന്നുള്ള ഒരു കണക്ഷൻ എടുത്തിട്ട് ട്രാൻസിസ്റ്റർ T2ലേക്ക് എന്ത് ചെയ്തു നമ്മൾ കൊടുത്തു. ക്ലിയർ ആയാലോ? അതിനുശേഷം ഇതിന്റെ ഒരു സെൻട്രൽ ടൈപ്പ് പോയിന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റിലെ കണക്ഷൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ നമ്മളൊരു ബയാസിംഗ് വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അങ്ങനെ ബയാസിംഗ് വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തു. അത് കഴിഞ്ഞാല് ഇതിന് വേറെ ഇനി അടുത്തത് ഇതിന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കണം. അപ്പൊ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് സൈഡ് നമ്മളൊരു സെൻട്രൽ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിലേക്കുള്ള കണക്ഷൻ ഈ രീതിയിൽ എന്ത് ചെയ്തു, കണക്ഷൻ കംപ്ലീറ്റ് ആയി. എന്നിട്ട് നമ്മൾ ലോഡായിട്ട് കൂടെ ഒരു ലൗഡ് സ്പീക്കർ ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ഇതാണ് എന്ത്, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. അപ്പൊ ഈ ആംപ്ലിഫയറിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരാമെന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം. അപ്പൊ ആദ്യം നമ്മളിവിടെ ഇൻപുട്ടിൽ എന്ത് ചെയ്തു, ഒരു സിഗ്നൽ കൊടുത്തു. ഇവിടെ ഇൻപുട്ടിലുള്ള സിഗ്നൽ വരും. ഇൻപുട്ടിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിഗ്നലാണ് കൊടുത്തത്. ഇവിടെ പ്രൈമറി സൈഡിൽ തന്നെ നമ്മളൊരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ട്രാൻസ്ഫോമർ ഫസ്റ്റ് ട്രാൻസ്ഫോമറിന് എന്താണ്, ഒരു സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇയാൾ എന്താണ്, ഒരു സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. പിന്നെ അവിടെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫോമർ T1 ഉണ്ടാവും. അതുപോലെ അടുത്ത ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് അടുത്ത ട്രാൻസ്ഫോമറാണ് T2. പിന്നെ അവിടെ ബയാസിംഗ് വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് VCC. ഇനി ഈ ഭാഗം വെച്ചിട്ട് ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ട്രാൻസ്ഫോമർ T1 T2 അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും പറഞ്ഞു നോക്കാം. അപ്പൊ സർക്യൂട്ട് വരയ്ക്കൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതിന്റെ ഒന്നുകൂടിയും പറയാം. നമ്മളിവിടെ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. ആ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ വഴിയാണ് കൊടുത്തത്. അപ്പൊ ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ടായത് സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഔട്ട്പുട്ട് എടുക്കുന്നവർക്ക് ട്രാൻസ്ഫോമർ ഉണ്ട്. അയാളും എന്താണ്, സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. ക്ലിയർ ആയില്ലേ? അത് നമ്മുടെ ട്രാൻസിസ്റ്റർ ഉണ്ടായത് T1, അടുത്ത ട്രാൻസിസ്റ്റർ ആണ് T2. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഇപ്പൊ എങ്ങനെ നമ്മൾ പറയാം. അപ്പൊ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ വന്നാൽ ഈ സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം നമ്മൾ സെൻട്രൽ ടൈപ്പ് റെക്ടിഫയർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ റെക്ടിഫയറിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ പറഞ്ഞ മാതിരി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ഇങ്ങനെ സിഗ്നൽ ആണെങ്കിൽ അതേ സമയം ഈ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ സിഗ്നൽ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇവിടെ ഈ ട്രാൻസ്ഫോമർ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. ഇത് സെൻട്രൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ് ആണ്. ഇത് അതിന്റെ സെക്കൻഡറി വൈൻഡിങ് ആണ്. ഈ സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള പവർ സപ്ലൈ ഈ പോയിന്റിൽ ഇങ്ങനെ ഒരു സപ്ലൈ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ വരുന്ന സപ്ലൈ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, കയറി വരിക. അതിന് ഈ രീതിയിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഇയാൾ ഏതാ ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ ആണ്. ഇയാളും അതേപോലെ NPN ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ ഉണ്ട്, T1 ഉണ്ട്, T2 ഉണ്ട്. ഇയാളെ NPN ആയിരിക്കും, ഇയാളെ NPN ആയിരിക്കും. അപ്പൊ അതെങ്ങനെ വർക്ക് ചെയ്യാം? ഫസ്റ്റ് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. അപ്പൊ ഈ പി റീജിയനിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നാൽ ഈ ട്രാൻസിസ്റ്റർ T1 എന്തായി, ആക്റ്റീവായി. അതിനോട് ആംപ്ലിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് സൈക്കിൾ അങ്ങനെ വന്നു. ആ സമയത്ത് ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും ഉണ്ടാവും. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പി റീജിയൻ വന്നു കഴിഞ്ഞാൽ ഇയാൾ ആക്റ്റീവ് ആവില്ല. അപ്പൊ ഇവിടെ കറണ്ട് സിഗ്നൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത കേസിൽ ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും,
ഓഫ് സ്റ്റേജിലേക്ക് പോകും. ആ സമയത്ത് ഈ ട്രാൻസിസ്റ്ററിന്റെ ഇവിടെ ബേസിലേക്ക് വരുന്നത് ഇവിടെ പോസിറ്റീവ് സൈക്കിളാണ്. അപ്പൊ ഇയാൾ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് സിഗ്നൽ എന്ത് ചെയ്യും, കയറി വരും. അങ്ങനെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്നത്? സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സൈക്കിളും കൂടി ഇവിടെ കമ്പൈൻ ചെയ്തിട്ട് അത് നമുക്ക് ഔട്ട്പുട്ടിലുള്ള ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നിന്നും ഇതിന്റെ സെക്കൻഡറിയിലേക്ക് കിട്ടും. അങ്ങനെ ഇവിടെ സ്മൂത്ത് ആയിട്ടുള്ള സിഗ്നൽ കിട്ടിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് കിട്ടും. ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യും, പുറത്തേക്ക് കിട്ടും. അപ്പൊ ഈ പുഷ് പുൾ ആംപ്ലിഫയറിന്റെ ഒരു പ്രധാന ഡ്രോബാക്ക് എന്താണ്? ഇതിന്റെ പ്രധാന പ്രശ്നം എന്നുള്ളത് ഇൻപുട്ട് സൈഡിൽ നമ്മൾ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം, ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം. അത് നമുക്ക് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇൻപുട്ട് സൈഡിൽ നമ്മൾ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം, അതേപോലെ എന്ത് വേണം, ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം. ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, അതൊരു പ്രധാന ഡ്രോബാക്ക് ആണ്. പിന്നെ ഇതിന്റെ വേറെ പ്രധാന പ്രശ്നം എന്താ വരിക, നമ്മളെ ഒരു ആംപ്ലിഫയറിന്റെ ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എടുത്ത് വിചാരിക്കാം. പോട്ടെ, നമ്മളിപ്പോ മൊബൈൽ ചാർജറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ മൊബൈൽ ചാർജറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് പഴയ കാലഘട്ടത്തിലെ മൊബൈൽ ചാർജർ ആണെങ്കിൽ അത് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താണ്, അതിനകത്ത് ആ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിക്കുന്നത് ഒരു ട്രാൻസ്ഫോമർ ആണ്. പുതിയ ചാർജർ ആണെങ്കിൽ അതിനകത്തൊരു കോയിലാണ് ഉപയോഗിക്കുക. അപ്പൊ തന്നെയാണ് അതിന്റെ വെയിറ്റിൽ ഒരുപാട് മാറ്റം വന്നു. പിന്നെ ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടില് ഒരു സർക്യൂട്ട് ബോർഡിനകത്ത് ഒരു ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ അത്യാവശ്യം അതിന് സ്ഥലവും വേണം, അതിന് വെയിറ്റും ഉണ്ടാവും, അതിന് കോസ്റ്റും കൂടും. അതേ സ്ഥാനത്ത് ഇവിടെ ഈ ട്രാൻസ്ഫോമർ, ഈ ഒരു ആംപ്ലിഫയറിനകത്ത് നമ്മൾ രണ്ട് സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയറിന്റെ പ്രധാന ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ രണ്ട് സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ഇനീഷ്യൽ കോസ്റ്റ് കൂടും, മാത്രമല്ല ഏരിയ കൂടുതൽ വേണം, മാത്രമല്ല അത് കണക്ഷനും കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് കിട്ടും വേണം, വെയിറ്റ് കൂടെ അപ്പൊ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഒരുപാട് പ്രയാസങ്ങളും പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുമുണ്ട് ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയറിന്. കാരണം ഈ രണ്ട് സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. ഇതെങ്ങനെ പറയാൻ കാരണം, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറും കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയറും തമ്മിലുള്ള കമ്പാരിസൺ ഇവിടുത്തെ 6 മാർക്ക് ചോദിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തരുന്നതും പ്രധാന പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതും ഈ സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഇനി ഈ ഇതിനകത്തുള്ളൊരു പ്രധാന അപാകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ സാന്നിധ്യമാണ് ഈ ഒരു ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിന്റെ പ്രധാന പോരായ്മയായിട്ട് നമ്മൾ പറഞ്ഞത്. അത് തന്നെ ഒരെണ്ണല്ല, രണ്ടെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രധാന പോരായ്മ ഇതിനകത്തുണ്ട്. ആ പോരായ്മ നമുക്ക് ക്ലാസ് ബി കോംപ്ലിമെന്ററി സിമെട്രി ആംപ്ലിഫയർ വെച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കോംപ്ലിമെന്ററി സിമെട്രി ആംപ്ലിഫയറിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഇതിനകത്തുള്ള പോരായ്മ അതിനകത്ത് അതിനെ ഓവർകം ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളിപ്പോ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ നമ്മൾ പറഞ്ഞു, അതിന്റെ പോരായ്മകൾ നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിനകത്ത് അതിന്റെ പ്രധാന പോരായ്മയായിട്ട് നമ്മൾ പറഞ്ഞത്, അതിനകത്ത് രണ്ട് സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതാണ് അതിന്റെ പ്രധാന പോരായ്മയായിട്ട് പറഞ്ഞത്. അപ്പൊ ആ പോരായ്മ നമുക്ക് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ വെച്ചിട്ട് നമുക്ക് പുഷ് പുൾ പവർ ആംപ്ലിഫയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെ സാധിക്കാം, ഇവിടെ ഒരു NPN ട്രാൻസിസ്റ്ററും ഇവിടെ ഒരു PNP ട്രാൻസിസ്റ്ററാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചത്. അപ്പൊ അതില് നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് NPN ട്രാൻസിസ്റ്റർ വരയ്ക്കുമ്പോ നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ് അല്ലെ, NPN ഇയാളാണ് NPN ട്രാൻസിസ്റ്റർ. ഏത് ട്രാൻസിസ്റ്ററാണ്? NPN ട്രാൻസിസ്റ്റർ. നിങ്ങൾക്ക് വരച്ച് പരിചയം ഉണ്ടാവും. ആരോ മാർക്ക് പുറത്തേക്കാണ് കൊടുത്തിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് തന്നെ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ആരോ മാർക്ക് ഉള്ളിലേക്കാണ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇയാൾ എന്നാൽ NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ആരോ മാർക്ക് എന്താണ്, പുറത്തേക്കാണ് കാണിച്ചിട്ടുണ്ടാവുക. നേരെ മറിച്ച് ഇയാൾ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ആരോ മാർക്ക് എവിടേക്കാണ്, ഉള്ളിലേക്കാണ് കാണിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകം ഒന്നും ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മള് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിനകത്തുള്ള പ്രധാന പോരായ്മ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവിടെ രണ്ട് സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കണമായിരുന്നു. ആ രണ്ട് സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന പോരായ്മ നമ്മൾ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയറിനായിട്ട് പരിഹരിച്ചത്. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ T1 എന്നുള്ളത് NPN ട്രാൻസിസ്റ്ററും ട്രാൻസിസ്റ്റർ T2 എന്നുള്ളത് PNP ട്രാൻസിസ്റ്ററാണ്. ക്ലിയർ ആയില്ലേ?
ബാക്കി സർക്യൂട്ട് വരച്ചത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിന്റെ വർക്കിംഗ് പറയാം. ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ സിഗ്നൽ കൊടുത്തു, ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തു, ആ സിഗ്നൽ ഇവിടെ കപ്പാസിറ്ററോട് കയറി വന്നു. അപ്പൊ ആ കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്താ? നമുക്ക് ആവശ്യമില്ലാത്ത നോയ്സോ ഡിസ്റ്റോർഷൻസോ മറ്റു സിഗ്നലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഫിൽറ്റർ ചെയ്ത് പോയിക്കോളും. ആ ഇൻപുട്ട് റെസിസ്റ്റർ കൊടുത്തിട്ട് അതിന്റെ ബയാസിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് റെസിസ്റ്ററിന്റെ പേരാണ് R. അങ്ങനെ ഈ സിഗ്നൽ ഇവിടേക്ക് എത്തി. ഇവിടേക്ക് എത്തിയ സമയത്ത് നമുക്ക് ഇതിന്റെ 2 സൈക്കിൾ നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് വന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ആരാ വന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്ന സമയത്ത് ഇവിടെ NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, ഇവിടെ PNPN ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പൊ പി റീജിയനിൽ പോസിറ്റീവ് വന്ന് നോക്കുമ്പോൾ ട്രാൻസിസ്റ്റർ T1 ആക്റ്റീവ് ആയി. ആരാണ് ആക്റ്റീവ് ആയത്? പി റീജിയനിൽ പോസിറ്റീവ് വന്ന് നോക്കുമ്പോൾ ട്രാൻസിസ്റ്റർ T1 ആക്റ്റീവ് ആയി. അങ്ങനെ ഇവിടെ സിഗ്നൽ കിട്ടി, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സിഗ്നൽ ഇവിടെ കിട്ടി. ക്ലിയർ ആയി? അതായത് ഇൻപുട്ടിനകത്തുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. അപ്പോൾ ഇവിടെ പി റീജിയൻ ഉണ്ട്, ഇവിടെ എൻ റീജിയൻ ഉണ്ട്. അപ്പൊ പി റീജിയനിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്തു? ആക്റ്റീവായി. അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ നമുക്ക് ഇവിടെ കിട്ടി. അത് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വഴി പോയി ഇപ്പൊ സെക്കൻഡറിയിലേക്ക് ആ സമയത്ത് സിഗ്നൽ കിട്ടി. ഇവിടെ ലോഡ് എന്ത് ചെയ്യും? നമുക്ക് ആക്റ്റീവ് ആവും. ഒന്നാമത്തെ ഘട്ടം. രണ്ടാം ഘട്ടത്തിൽ ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നത്. ആരാണ് വന്നത്? രണ്ടാം ഘട്ടത്തിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. അപ്പൊ ഈ എൻ റീജിയനിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ആക്റ്റീവ് ആയി. ആരാണ് ആക്റ്റീവ് ആവാം? ട്രാൻസിസ്റ്റർ T2 ആക്റ്റീവ്. കാരണം ഇവിടെ PNP ട്രാൻസിസ്റ്റർ ആണ്. ആ സമയത്ത് ഇയാൾ ആക്റ്റീവ് ആവില്ല. എന്നുവെച്ചാൽ പി റീജിയനിൽ നെഗറ്റീവ് വന്നാൽ ഇയാൾ ബയാസിലേക്ക് പോകുന്ന മാതിരി പോകുന്ന ഡയോഡ് പോകുന്ന മാതിരി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എൻ റീജിയനിൽ നോക്കുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്ത് ആക്റ്റീവായി. ആ സമയത്ത് ഇവിടെ സിഗ്നൽ കിട്ടി. അപ്പൊ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ ഔട്ട്പുട്ട് സിഗ്നൽ വന്നു. എഗെയിൻ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒന്ന് ഇയാൾ ആക്റ്റീവ് ആവും. ആ സിഗ്നൽ ഇവിടെ കയറി വരും. അത് കഴിഞ്ഞാൽ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇയാൾ ആക്റ്റീവ് ആവും. ആ സിഗ്നൽ ഇവിടെ കയറി വരും. ഇവിടെ വരുന്ന സിഗ്നൽ ഇതുവഴി പോകും. അപ്പൊ സിഗ്നൽ രണ്ടും കൂടി ഇതുവഴി ട്രാൻസ്ഫോമർ വഴി പോകുമ്പോൾ ഇതിന്റെ പ്രൈമറി വഴിയാണ് സിഗ്നൽ പോവാ. ആ സിഗ്നൽ സെക്കൻഡറിയിലേക്ക് കിട്ടിയിട്ട് സെക്കൻഡറിയിലുള്ള ലോഡ് എന്ത് ചെയ്യും? ആക്റ്റീവ് ആവും. ഇങ്ങനെയാണ് കോംപ്ലിമെന്ററി സിമെട്രി ആംപ്ലിഫയർ വർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? ഒരു NPN ട്രാൻസിസ്റ്ററും വേണം. പിന്നെ അടുത്തത് ആരാ വേണ്ടത്? ഒരു PNPN ട്രാൻസിസ്റ്ററും വേണം. ഈ 2 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിനകത്തുള്ള 2 സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഈ 2 ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിന്റെ വർക്കിംഗ് ഒന്നുകൂടി പറയാം. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ റീജിയനിൽ നോക്കുമ്പോൾ ഇയാൾ ആക്റ്റീവായി. ആ സമയത്ത് ഔട്ട്പുട്ട് സിഗ്നൽ വന്നു. അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നത്. ആ സമയത്ത് ഈ ഇവിടെ എൻ റീജിയനിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുമ്പോൾ ഇയാൾ ആക്റ്റീവായി. അതിനെ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ ഇവിടെ ഔട്ട്പുട്ടിൽ കയറി വന്നു. ആ 2 സിഗ്നലും കൂടിയിട്ട് ഔട്ട്പുട്ടിലുള്ള ട്രാൻസ്ഫോമർ പ്രൈമറി കൂടെ പോയി. ആ സമയത്ത് സെക്കൻഡറി ലോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്റ്റീവ് ആക്കാൻ പറ്റും. ഇങ്ങനെയാണ് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ വരിക. അപ്പൊ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനകത്ത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എന്താണെന്നൊരു ചോദ്യം വരും. അത് 6 മാർക്കിന് 7 മാർക്കിന് 8 മാർക്കിന് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ എന്താണെന്ന് ചോദിച്ചിട്ട് ചോദ്യം വരും. അത് 6 മാർക്കിന് 7 മാർക്കിന് 8 മാർക്കിനാണ് വരിക. അതല്ലെങ്കിൽ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറും അതേപോലെ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ എന്നുള്ള കമ്പാരിസൺ, ഇവര് തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചിട്ട് ഒരു 6-7 മാർക്കുള്ള ചോദ്യം വരുമ്പോൾ ക്ലാസ് ബി ആംപ്ലിഫയറിനകത്ത് 2 സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. ഇന്നത്തെ അതിന്റെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ഡ്രോബാക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയണം. അതിന്റെ പുറമെ അത് എങ്ങനെയാണ് കോംപ്ലിമെന്ററി സിമെട്രി ആംപ്ലിഫയറിനകത്ത് ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറയണം. അതായത് ക്ലാസ് നമ്മുടെ പുഷ് പുൾ ആംപ്ലിഫയർ ആണെങ്കിൽ പ്രധാന പോരായ്മ എന്നുള്ളത് ഇൻപുട്ട് സൈഡിൽ ഒരു സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ വേണം. അതിന്റെ ഔട്ട്പുട്ട് സൈഡിൽ എന്ത് വേണം? ഒരു സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ വേണം. അതിന്റെ പ്രധാന ഡ്രോബാക്ക് ആണ്. അതിന്റെ പുറമെ ഈ 2 സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമർ വയ്ക്കുമ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് കൂടും. അത് വെക്കാൻ ഒരുപാട് ഏരിയ വേണം. മാത്രമല്ല ആ ആംപ്ലിഫയറിന്റെ വെയിറ്റ് കൂടും. അതിന് ഒരുപാട് പോരായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിനകത്തുണ്ട്. അത് നമ്മൾ നേരെ ഓവർകം ചെയ്യും. ഏത് വെച്ചിട്ട്? കോംപ്ലിമെന്ററി സിമെട്രി ആംപ്ലിഫയർ വെച്ചിട്ട്. അപ്പൊ ഇതിനകത്ത് 2 ട്രാൻസിസ്റ്റർ ഉണ്ട്. ട്രാൻസിസ്റ്റർ T1 അടുത്ത ട്രാൻസിസ്റ്റർ T2. ഈ ട്രാൻസ്ഫോമർ ഒരു ട്രാൻസിസ്റ്റർ T1 അടുത്ത ട്രാൻസിസ്റ്റർ T2. ഈ 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ ആ ഒരു പോരായ്മ, അതിന്റെ ഒരു ഉപയോഗം നമുക്ക് ഒഴിവാക്കാനും കുറെ കൂടി സ്മൂത്ത് ആയിട്ട് ആംപ്ലിഫയർ വർക്കിങ്ങിന് സാധിക്കും. അപ്പൊ ഇതിനകത്ത് എന്നുള്ളത് സർക്യൂട്ട് ഒന്ന് ഇനിഷ്യൽ കോസ്റ്റ് കുറയും. 2 ട്രാൻസ്ഫോമറും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ ഏരിയ മതി.
അതായത് പുഷ് പുൾ ആംപ്ലിഫയർ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് രണ്ട് സെമി ടാപ്പർ ട്രാൻസ്ഫോമർ വരുന്നത് കൊണ്ട് അവിടെ ആ ആംപ്ലിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഏരിയ കൂടുതൽ വേണം. നേരെ മറിച്ചിട്ട് അത്ര ഏരിയ കൂടുതൽ എവിടെ വേണ്ട കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയറിനകത്ത് ഏരിയ കൂടുതൽ വേണ്ട. മാത്രമല്ല കുറഞ്ഞ ഏരിയ മതി, ഇനീഷ്യൽ കോസ്റ്റ് കൂടും, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കുറയും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയറിനകത്ത് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് ചെയ്താൽ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയറിന്റെ വർക്കിംഗ് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയർ. അപ്പോൾ ഫീഡ്ബാക്ക് എന്നുള്ള പേര് നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. അതിനകത്ത് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, നിങ്ങൾ ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. അതിനെ കുറച്ചു നേരം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കും ക്ലാസ് മനസ്സിലായി എന്താന്നുള്ളത്. അപ്പൊ നിങ്ങളൊരു ഫീഡ്ബാക്ക് പറയും, സാറേ ഇന്ന ഭാഗം കൂടി ശ്രദ്ധിച്ചാൽ അത് നന്നായിരുന്നു. അപ്പൊ ഞാൻ അതിനെ വീണ്ടും ഞാൻ കറക്റ്റ് ചെയ്യും. അതിനെ ഞാൻ കറക്റ്റ് ചെയ്ത് വീണ്ടും എടുക്കും. അതിനെ വീണ്ടും ഞങ്ങൾക്ക് ചോദിക്കും ഇപ്പൊ എന്താ കുഴപ്പമില്ല സാർ ഇപ്പൊ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നോക്കി. അപ്പൊ അതൊരു ഫീഡ്ബാക്കാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വിലയിരുത്തി നിങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ എവിടെയാണോ പോരായ്മ ഉള്ളത് ആ പോരായ്മയുള്ള ഏരിയ ഞാൻ വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് കാര്യങ്ങൾ നല്ല പെർഫെക്ഷനിലേക്ക് വരിക. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ആംപ്ലിഫയറിന്റെ ഫീഡ്ബാക്കിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ ആംപ്ലിഫയർ ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഇൻപുട്ടിൽ സിഗ്നൽ കൊടുക്കും. അപ്പൊ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. നമുക്ക് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടി, പക്ഷെ നമ്മൾ വിചാരിച്ച സിഗ്നൽ തന്നെയാണോ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്നത് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മള് വിചാരിച്ച പെർഫോമൻസ് ഉള്ള ആ ലെവലുള്ള ആ ഒരു സിഗ്നലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ഓക്കെ, സംഗതി ഫിനിഷായി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് സൈഡ് പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യും ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടോ, നമ്മൾ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ചെറിയൊരു സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യും. ആ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച പെർഫോമൻസ് തന്നെയാണ് ഔട്ട്പുട്ട് സിഗ്നൽ വന്നേർക്കുന്നത് നോക്കി വെക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കറക്ഷൻ സിഗ്നൽ പോലെ ഇൻപുട്ടിൽ വലിയൊരു ഫീഡ്ബാക്ക് സിഗ്നൽ കൊടുത്തിട്ട് പിന്നെ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ നമ്മൾ വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ എന്ത് ഇങ്ങനെ പെർഫോമൻസ് ഇങ്ങനെ സ്ഥിരമാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് എന്ത് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്നുള്ളത്. അപ്പൊ ഈ ഫീഡ്ബാക്ക് എന്നുള്ളത് രണ്ട് ടൈപ്പ് ഫീഡ്ബാക്ക് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്കും പിന്നെ ഒന്ന് നെഗറ്റീവ് ഫീഡ്ബാക്കും. അതിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുക ഓസിലേറ്റർ സർക്യൂട്ടിലാണ്. നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ എടുക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറയും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ആംപ്ലിഫയറിനകത്ത് ഉപയോഗിക്കുക. അപ്പൊ ഈ പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും എന്താണെന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. അതിന് മുമ്പായിട്ട് ആംപ്ലിഫയറിനകത്ത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാർക്ക് 7 മാർക്ക് 8 മാർക്കിന്റെ ചോദ്യമായിട്ട് ആംപ്ലിഫയറിനകത്ത് ഫീഡ്ബാക്ക് എന്താണെന്നുള്ള ചോദ്യം വരും. അതിന് പുറമെ ആംപ്ലിഫയറിനകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ട് അതൊരു ചോദ്യം വരും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ടുള്ള മെറിറ്റും ഡിമെറിറ്റ്സും എന്താണെന്നുള്ള ചോദ്യം വരും. അപ്പൊ ഇതൊക്കെ 6 മാർക്ക് 7 മാർക്ക് 8 മാർക്കിന്റെ വലിയ ക്വസ്റ്റ്യൻസ്, എസ്എ ക്വസ്റ്റ്യൻസ് പോലെയാണ് ഞാൻ ഈ പറഞ്ഞ ചോദ്യാവലികൾ നമുക്ക് ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ മൊത്തത്തിലെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ആംപ്ലിഫയറിനകത്തുള്ള ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അതേപോലെ അതിനകത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് ചർച്ച ചെയ്യും. നെഗറ്റീവ് ഫീഡ്ബാക്കിനകത്തുള്ള പ്രധാനമായിട്ടുള്ള മെച്ചങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള സർക്യൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പോകുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരിക. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് എടുക്കാനും നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടി സാധിക്കും. അപ്പൊ ഫീഡ്ബാക്ക് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ നല്ല സ്മൂത്ത് ആയിട്ട് ആ സാധനം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ഒരു സാമ്പിൾ എടുക്കും. എന്നിട്ട് നമ്മൾ വിചാരിച്ച സിഗ്നൽ തന്നെയാണ് നമുക്ക് പുറത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യും. നമുക്ക് ആ വിചാരിച്ച പെർഫോമൻസ് ഉള്ള സിഗ്നൽ അല്ല നമുക്ക് പുറത്ത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ടിൽ ചെറിയ ഫീഡ്ബാക്ക് സിഗ്നൽ കൊടുക്കും. എന്നിട്ട് ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ വീണ്ടും നമ്മളൊന്ന് റീസെറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ വിചാരിച്ച ആ ഒരു റേഞ്ചിലുള്ള ആ ഒരു പെർഫോമൻസ് വരുന്നത് വരെ നമ്മൾ ഈ പ്രോസസ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഫീഡ്ബാക്കിന്റെ ആംപ്ലിഫയർ ആദ്യം നമുക്ക് ഫീഡ്ബാക്കിന്റെ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആംപ്ലിഫയർ വരയ്ക്കാം അല്ലെ. ഏറ്റവും ആദ്യം നമ്മൾ ആരെ വരച്ചത്, ഒരു ആംപ്ലിഫയർ വരച്ചു.
അപ്പൊ ഈ ആംപ്ലിഫയറിനകത്ത് നമ്മൾ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ആ ഇൻപുട്ടിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിഗ്നൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കും. ആ ഇൻപുട്ടിൽ സിഗ്നൽ കൊടുത്തത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇവിടെ നമ്മളെ ഇൻപുട്ട് നമ്മൾ കൊടുത്തു, ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടുന്നുണ്ട്. ഒരു ഫസ്റ്റത്തെ ആളായിട്ട് നമ്മൾ വരച്ചത് ആരെയാണ്? ഒരു ആംപ്ലിഫയറിനാണ്. ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ നമ്മൾ സിഗ്നൽ കൊടുത്തു, ഔട്ട്പുട്ടിൽ നമുക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടുന്നതിന് ഞാനിവിടെ ചെറിയൊരു സാധനം വെച്ചു, ഒരു സാമ്പിൾ സർക്യൂട്ട്. ഒരു സാമ്പിൾ സർക്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ഔട്ട്പുട്ടിൽ വളർന്നിരുന്നത് ചെറിയൊരു യൂണിറ്റ് വെച്ചു. എന്നിട്ടേക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഞാനിവിടെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ പറയുമ്പോൾ ഒന്ന് ഞാൻ ആദ്യം കൂടി പറയാം, നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല, അതിനൊരു കൂടി പറയാം. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഒരു ആംപ്ലിഫയർ വരച്ചു. ഒരു ആംപ്ലിഫയർ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിന് ഞാനൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. ഈ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ ആംപ്ലിഫയറിന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഔട്ട്പുട്ട് സിഗ്നൽ എനിക്ക് പുറത്തേക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ ആംപ്ലിഫയർ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷേ ഈ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ നമ്മൾ വിചാരിച്ച റേഞ്ചിൽ നടക്കുന്നുണ്ടോ, നമുക്ക് വിചാരിച്ച സിഗ്നൽ പുറത്തേക്ക് കിട്ടുന്നുണ്ടോ, വേറെ അതിനകത്ത് നോയ്സ് ഉണ്ടോ, ഡിസ്റ്റോർഷൻസ് ഉണ്ടോ, പെർഫോമൻസിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മെഷർ ചെയ്യണം. അപ്പൊ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ വരുന്നതിന് ഞാൻ ചെറിയ ഒരു സാമ്പിൾ സർക്യൂട്ട് ഞാൻ വെച്ചോടെ, ഒരു സാമ്പിൾ നെറ്റ്വർക്ക് ഞാൻ കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടേക്ക് നമുക്ക് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അങ്ങനെ ഇപ്പൊ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മളൊരു സാമ്പിൾ നെറ്റ്വർക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു സാമ്പിൾ പീസ്, അതായത് ഇപ്പൊ നമ്മള് മൊത്തം ഇപ്പൊ അടുപ്പില് ഭക്ഷണം പാചകം ചെയ്യാണ്. നമ്മളിപ്പോ ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മൾ വേണം, നമ്മളിപ്പോ ഒരു കറി വെക്കുകയാണ്, ഒരു കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ കൂട്ടാൻ നമ്മൾ അടുപ്പത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ കാരണം ടീസ്പൂണിൽ ലേശം നമ്മൾ എടുത്തിട്ട് ഒന്ന് കയ്യിലേക്ക് വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. അതിനകത്ത് ഉപ്പുണ്ടോ, മുളകുണ്ടോ, മസാല ഉണ്ടോ എന്നൊക്കെ അറിയാൻ പോകുന്നത് പോലെ നമ്മൾ മൊത്തം എടുത്ത് കഴിക്കുന്നില്ല, ഒരു ടീസ്പൂൺ ചെറിയൊരു സാമ്പിൾ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുള്ളൂ. ആ സംഭവം എങ്ങനെ നോക്കാൻ പറ്റും എന്നതുപോലെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ സാമ്പിൾ നെറ്റ്വർക്ക് വഴി ചെറിയൊരു സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. വളരെ ചെറിയൊരു സിഗ്നൽ കണക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ നേരെ എവിടേക്ക് കൊടുക്കും, ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കും. ഏതിലേക്കാ കൊടുക്കാം, നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ ഫീഡ്ബാക്ക് സർക്യൂട്ടിനകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇവിടുന്ന് എടുത്ത സിഗ്നലിനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച പെർഫോമൻസ് ആ സിഗ്നലിനുണ്ടോ, അവിടെ എന്തൊക്കെയാണ് കോലം, എന്തൊക്കെയാണ് അതിന്റെ വിഷയങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ ഒരു ഫ്രാക്ഷൻ സിഗ്നൽ ഇപ്പോൾ ഇൻപുട്ട് വരുന്നുണ്ട്. ഈ ഇൻപുട്ടിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു മിക്സിംഗ് യൂണിറ്റ് വെച്ച് കൊടുക്കും. ഒരു മിക്സിംഗ് നെറ്റ്വർക്ക് നമ്മളോട് റിപ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ ഫീഡ്ബാക്കിൽ നിന്നുള്ള സിഗ്നൽ എന്ത് ചെയ്യും, ഈ മിക്സിംഗ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കും. അതിന്റെ പുറമെ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കും, എങ്കിൽ നമ്മൾ കൊടുക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരച്ചു കഴിഞ്ഞാല് നമ്മളുടെ സർക്യൂട്ടും കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ക്ലിയർ ആയി. അപ്പൊ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ വരച്ചത്. ഫസ്റ്റ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ആംപ്ലിഫയറിനകത്ത് കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന സിഗ്നൽ നമ്മൾ ചെറിയൊരു സാമ്പിൾ നെറ്റ്വർക്കിലേക്ക് കടത്തി വിടും. എന്നിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് ആവശ്യം ആംപ്ലിഫയർ ഔട്ട്പുട്ട് നമ്മളോട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാമ്പിൾ നെറ്റ്വർക്ക് വഴി ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. വിചാരിച്ച രീതിയിലുള്ള സിഗ്നൽ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സാമ്പിൾ നെറ്റ്വർക്ക് വഴി ഔട്ട്പുട്ടിൽ നിന്നുള്ള സിഗ്നൽ കുറച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് കൊടുക്കും. അങ്ങനെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് വന്നാൽ ഈ ആംപ്ലിഫയറിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ എത്തുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കറക്ഷൻ സിഗ്നൽ നമ്മുടെ ഒരു മിക്സിംഗ് നെറ്റ്വർക്ക് കൊടുക്കുന്നുണ്ടാവും. ഈ മിക്സിംഗ് നെറ്റ്വർക്കിലേക്കാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നലും വരിക, നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നലും വരിക. അതിനകത്ത് രണ്ടും കൂടിയിട്ട് മിക്സിംഗ് നെറ്റ്വർക്കിൽ വന്നിട്ട് നിൽക്കും. ഈ മിക്സിംഗ് നെറ്റ്വർക്കിന്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ നമ്മളോട് ഉപയോഗിക്കുന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അത് പേര് നമ്മൾ ഡിസൈഡ് ചെയ്യാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഇൻപുട്ടിൽ വരുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്, സപ്ലൈ വോൾട്ടേജ് VS. ഫീഡ്ബാക്ക് വരുന്ന ഒരു സിഗ്നൽ ഉണ്ട്, അയാളാണ് VR. ഇത് രണ്ടും കൂടിയിട്ടാണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് പോകുന്നത്, V ഇൻപുട്ട്. ക്ലിയർ ആയി? അതായത്
നമ്മളിവിടെ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ട്. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കും. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിന്റെ ചെറിയൊരു പോർഷൻ സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സാമ്പിൾ നെറ്റ്വർക്ക് വഴി എന്ത് ചെയ്തു, നമ്മൾ കളക്ട് ചെയ്തു. ആ സാമ്പിൾ നെറ്റ്വർക്ക് വഴി കളക്ട് ചെയ്ത ചെറിയൊരു സാമ്പിൾ നമ്മൾ എവിടേക്ക് കൊടുത്തു, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് കൊടുത്തു. അതിന് ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നിന്ന് വന്ന ഒരു ആംപ്ലിഫയറിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പിടിച്ച ഒരു കറക്ഷൻ സിഗ്നൽ എവിടേക്ക് പോയി, ഇവിടെ ഒരു ഇൻപുട്ട് ഒരു മിക്സിംഗ് നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടേക്ക് പോയി. ഈ മിക്സിംഗ് നെറ്റ്വർക്കിലേക്കാണ് നമ്മൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടും വരുന്നത്, അവിടെ ഫീഡ്ബാക്ക് സിഗ്നലും വരുന്നത്. അവിടെ നിന്ന് ഇത് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് ഇവിടെ കൊണ്ടുപോകും. അപ്പൊ നമ്മളിവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ ഡിസൈഡ് ചെയ്യുന്നത് മിക്സിംഗ് നെറ്റ്വർക്കിലാണ് നമ്മൾ പറഞ്ഞു. അതിപ്പോ എങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ എന്നുള്ളത് മിക്സിംഗ് നെറ്റ്വർക്കിൽ എങ്ങനെയാ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാം. ഇപ്പൊ ഇവിടെ വരുന്ന ഇൻപുട്ട് സിഗ്നൽ VI ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് പ്ലസ് ഇവിടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് പ്ലസ് ഇവിടെ വരുന്ന ഫീഡ്ബാക്ക് സിഗ്നൽ. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ടാ വരുന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ക്ലിയർ ആയില്ലേ? ഇവിടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജും ഇവിടെ വരുന്ന ഫീഡ്ബാക്ക് സിഗ്നൽ തമ്മിൽ ആഡ് ചെയ്തിട്ടാ വരുന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഈ VI ഇൻപുട്ട് എന്നുള്ളത് VS ഈക്വൽ VS പ്ലസ് VF, അതായത് VS എന്നുള്ളത് ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജും VF എന്നുള്ളത് എന്താണ് ഇവിടുത്തെ ഫീഡ്ബാക്ക് വോൾട്ടേജും. ക്ലിയർ ആയോ? അപ്പൊ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അധികവും ഉപയോഗിക്കാം. ഇൻപുട്ട് ആയിട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ ആഡ് ചെയ്ത് വരാം. ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ ആഡ് ചെയ്ത് വരുന്ന ഈ നെറ്റ്വർക്കിന് നമ്മൾ എന്താ പറയുക, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അധികവും ഉപയോഗിക്കാം ഓസിലേറ്റർ സർക്യൂട്ടിലാണ്. ഓസിലേറ്റർ സർക്യൂട്ട് എന്നുള്ളത് നിങ്ങൾ അടുത്ത മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. എന്താ ഈ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ആംപ്ലിഫയറിന്റെ കേസ് എനിക്കറിയാം. ആംപ്ലിഫയർ നമ്മൾ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്ന ആംപ്ലിഫയർ നമ്മൾ ഇൻപുട്ടിൽ ഹലോ എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, ഹലോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യുക ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പൊ കണ്ട ആംപ്ലിഫയറിൽ ഒരു നിശ്ചിത സിഗ്നൽ ഇൻപുട്ട് കൊടുക്കണം. ആ നിശ്ചിത സിഗ്നൽ ഇൻപുട്ട് കൊടുത്താൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്പുട്ടിലേക്ക് വരിക. അതാണ് ആംപ്ലിഫയർ എന്നുള്ളത്. എന്നാൽ നേരെ മറിച്ചിട്ട് ഓസിലേറ്റർ എന്നുള്ളത് അതിന് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കൂല. പകരം ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലെ സിഗ്നൽ എങ്ങനെ ജനറേറ്റ് ചെയ്യും, ആ സർക്യൂട്ടിനെ നമ്മൾ ഓസിലേറ്റർ എന്ന് പറയാം. ഓസിലേറ്ററിനെ കൂടുതൽ മനസ്സിലാവാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ചിലതിന്റെ സ്പീഡ് കാണാം ഹൈ സ്പീഡ് മൊബൈൽ ഫോൺ ആവും. അതായത് അതിന്റെ പ്രോസസ്സർ ഇത്ര ജിഗാ ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള പ്രോസസ്സറാണ്. അപ്പൊ പ്രോസസ്സറിന്റെ ഫ്രീക്വൻസി കൂടുന്തോറും മൊബൈലിന്റെ സ്പീഡ് കൂടും. നമ്മളിപ്പോ നെറ്റൊക്കെ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും സംഭവം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കാണാൻ ഡൗൺലോഡ് ആയിട്ട് വരുന്നത്. അതായത് പ്രോസസ്സറിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. അതുപോലെ നമ്മളിപ്പോ ലാപ്ടോപ്പ് എടുക്കുകയായിരിക്കാം. അപ്പൊ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ പറയും അതിന് 10 GHz ആണ് അതിന്റെ പ്രോസസ്സറിന്റെ സ്പീഡ്, ഇത് 25 GHz ആണ്, അതിന് 50,000 റുപ്യാണ്, ഇതിന് 75,000 റുപ്യ എന്ന് പറയും. അപ്പൊ 75,000 റുപ്യ കൊടുത്താൽ 25 GHz ആ ഒരു ലാപ്പായിരിക്കും നമ്മൾ എടുക്കുക. കാരണം എന്താണ്, അവിടെ ഫ്രീക്വൻസി കൂടുന്തോറും അതിന്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ കൂടും, പെർഫോമൻസ് കൂടും. അപ്പൊ നമുക്ക് മനസ്സിലായി ആ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പൈസ കൂടുതൽ കൊടുത്തിട്ട് സാധനം പർച്ചേസ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൽ പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് അവിടെ വേറൊരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ അവിടെ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻപുട്ട് ഒന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ആ പ്രോസസ്സർ വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ അവിടെ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻപുട്ടോ കാര്യങ്ങളോ കൊടുക്കാതെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓസിലേറ്റർ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നത്. ആ ഓസിലേറ്റർ സർക്യൂട്ടിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഫീഡ്ബാക്ക് ആണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആ മൊഡ്യൂളിൽ ചർച്ച ചെയ്യുമ്പോൾ, മൂന്നാമത്തെ മൊഡ്യൂളിനകത്തുള്ള ഓസിലേറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളവിടെ വളരെ വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഓസിലേറ്ററിന്റെ അകത്ത് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ആംപ്ലിഫയറിനകത്ത് ഇവിടെ വരുന്ന ഇൻപുട്ട് സിഗ്നൽ VI that is equal to VS minus VF എന്നുള്ള കണ്ടീഷനാണ് വന്നിരിക്കുക. അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അതായത് ഇവിടെയുള്ള സപ്ലൈ വോൾട്ടേജിനായിട്ട് വരുന്ന ഫീഡ്ബാക്ക് മൈനസ് ചെയ്ത് പോവാണെങ്കിൽ, ഓപ്പോസിറ്റ് ഫേസിലായിട്ട് പോവാണെങ്കിൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ആംപ്ലിഫയറിനകത്ത് 99% ഉപയോഗിക്കാം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അതായത് ഇവിടെ വരുന്ന സപ്ലൈ വോൾട്ടേജിനായിട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ മൈനസ് ചെയ്ത് പോവാണെങ്കിൽ അത് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഇതിനെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഇതിനെ നമ്മൾ ചെയ്യും നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. അത് ഇവിടെയുള്ള സപ്ലൈ വോൾട്ടേജിനായിട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ മൈനസ് ചെയ്ത് പോവാണെങ്കിൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്.
ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ആംപ്ലിഫയറിൽ 99% നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു 6 മാർക്കിന്റെ ചോദ്യം. ഒന്ന്, ആംപ്ലിഫയറിനകത്തുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻപുട്ട് സിഗ്നലിനായിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ മൈനസ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. 99% കേസിലും ആംപ്ലിഫയറിനകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കാം. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചാലുള്ള പ്രധാന മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയറിന്റെ പെർഫോമൻസ് കൂടും, അതിന്റെ നോയ്സ് കുറയും, ഡിസ്റ്റോർഷൻസ് കുറയും, ബാൻഡ് വിഡ്ത്ത് കൂടും. അതായത് നോയ്സ് കുറയാ, ഡിസ്റ്റോർഷൻസ് കുറയാന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ ചില സമയത്ത് നമ്മൾ അനൗൺസ്മെന്റ് ഉള്ള ഒരു ഉപയോഗിക്കുന്ന മൈക്ക് സെറ്റ് ഒക്കെ ആവശ്യമില്ലാതെ കൂക്കിക്കൊണ്ടിരിക്കുന്നു, ഭയങ്കര റൊട്ടേഷൻ ആയിരിക്കും നമുക്ക് ആ നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് 1-2 നോബൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കലും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ എന്ത് ചെയ്യും, അവിടെ നിൽക്കും. അപ്പൊ അവിടെയുള്ള നോയ്സിനെയും ഡിസ്റ്റോർഷൻസിനൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, കുറയ്ക്കാൻ. അപ്പൊ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചാൽ ആംപ്ലിഫയറിനകത്തുള്ള നോയ്സും ഡിസ്റ്റോർഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഒരു പോയിന്റാണ്. രണ്ടാമത് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത്. നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്താണെന്നുള്ളത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ബാൻഡ് വിഡ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും ആംപ്ലിഫയറിനകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ. അതേപോലെ ഇതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് സൈഡിൽ അതിന്റെ ഒരു ഇന്റേണൽ ഇംപെഡൻസ് ഉണ്ടാവും, അത് നമുക്ക് കൂട്ടാൻ പറ്റി കഴിഞ്ഞാൽ അതിന്റെ ഇംപെഡൻസ് മാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ത് ചെയ്യുമെന്ന് കുറയുകയും ചെയ്യും. ക്ലിയർ ആയിട്ട് ഓവറോളായിട്ട് ഇതിന്റെ ഗെയിനകത്തുള്ള പെർഫോമൻസ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ആംപ്ലിഫയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഗെയിൻ, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നുള്ള ഓവറോൾ അതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും, അതിന്റെ പെർഫോമൻസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള മെച്ചങ്ങൾ ആയിട്ട് വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായാൽ മതിയായിരുന്നു. അപ്പൊ ഫീഡ്ബാക്ക് നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്ടിൽ ചെറിയ പോർഷത്തിൽ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന പരിപാടിനെ ഫീഡ്ബാക്ക് എന്ന് പറയാം. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും. ഇൻപുട്ടായിട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് പറയാം, അത് ഓസിലേറ്ററാണ്, അത് ഉപയോഗിക്കാം. ഇൻപുട്ട് സിഗ്നൽ ഫീഡ്ബാക്ക് സിഗ്നൽ മൈനസ് ചെയ്ത് പോകാൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. 99% കേസിൽ ആംപ്ലിഫയറിനകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്താറ്. മാത്രമല്ല നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേകതകൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഇതില് നമ്മള് ഇപ്പൊ ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ചെയ്തപ്പോൾ വരയ്ക്കുമ്പോൾ ആംപ്ലിഫയർ മനസ്സിലായിട്ടുണ്ടാവും. ഇൻപുട്ടിൽ കൊടുത്ത സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. സാമ്പിൾ നെറ്റ്വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നൽ ചെറിയ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് സാമ്പിൾ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഫീഡ്ബാക്ക് സിഗ്നലിനകത്ത് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ ഒരു മിക്സിംഗ് നെറ്റ്വർക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഇപ്പൊ കറണ്ട് ആണോ വോൾട്ടേജ് ആണോ സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന് നമ്മൾ അടുത്തൊരു സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജസ്റ്റ് ഇതിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളും മതി നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അതിന് പുറമെ ഇപ്പൊ നമ്മളെ ചില ബുക്കിനകത്ത് കുറച്ചൊരു വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇതിപ്പോ നമ്മുടെ ആംപ്ലിഫയർ ആണ് അല്ലെ, നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട്, ഇത് നമ്മുടെ ആംപ്ലിഫയർ, ഇത് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു വോൾട്ടേജ് ആണ് സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഔട്ട്പുട്ടിനെ പാരലായിട്ടായിരിക്കും നമ്മൾ സാമ്പിൾ സിഗ്നൽ എടുക്കുക. ക്ലിയർ ആയില്ലേ? നമ്മുടെ സാമ്പിൾ നെറ്റ്വർക്കുകളാണ്. അപ്പൊ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു വോൾട്ടേജ് ആണ് ഇപ്പോ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഔട്ട്പുട്ടിൽ നിന്ന് ഇങ്ങനെ പാരൽ കണക്ഷൻ വഴിയാണ് ഈ സാമ്പിൾ നെറ്റ്വർക്ക് വഴി ചെയ്യുന്നത് ഫീഡ്ബാക്ക് സിഗ്നൽ എടുക്കുക. ഒരു പറയാം ഔട്ട്പുട്ടിൽ നമ്മൾ വോൾട്ടേജ് ആണ് സാമ്പിൾ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സാമ്പിൾ നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പൊ ഒരു പാരലൽ കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിൽ നിന്നുള്ള സാമ്പിൾ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കാണാം നമ്മൾ സർക്യൂട്ടിനകത്ത് വോൾട്ട്മീറ്റർ അതിനെ കണക്ട് ചെയ്യാം, പാരലായിട്ട് അതിനെ കണക്ട് ചെയ്യാം അല്ലെ. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ട്മീറ്റർ അതിനെ നമ്മൾ കണക്ട് ചെയ്യാം. നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അവിടെ വോൾട്ട്മീറ്റർ നമ്മൾ അതിനെ കണക്ട് ചെയ്തത് പാരലായിട്ട് കണക്ട് ചെയ്തത്. എന്നതുപോലെ നമ്മൾ സാമ്പിൾ ആയിട്ട് ഇപ്പൊ വോൾട്ടേജ് ആണ് എടുക്കുന്നത് വിചാരിക്കാം. സാമ്പിൾ ആയിട്ട് നമ്മൾ വോൾട്ടേജ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാമ്പിൾ ആയിട്ട് നമ്മൾ വോൾട്ടേജ് എടുക്കുമ്പോൾ ഔട്ട്പുട്ടിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ സാമ്പിൾ വോൾട്ടേജ് എടുത്തിട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇനിയിപ്പോ എനിക്ക് അടുത്ത കേസ് നോക്കും. എനിക്കിപ്പോ കറണ്ട് ആണ് ഔട്ട്പുട്ടിന് സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് വിചാരിക്കാം.
എന്താണ് സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടത്? ഔട്ട്പുട്ട് കറണ്ട് ആണ് സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു സർക്യൂട്ടിനകത്തുള്ള കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ ആ മീറ്റർ ഏതാ കണക്ട് ചെയ്യാറ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ? കറണ്ട് ഇങ്ങനെ കയറും, എന്നിട്ട് കറണ്ട് ചെയ്ത് കൂടെ പോകും. അപ്പൊ ആ സമയത്തുള്ള കറണ്ട് നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. അപ്പൊ ആ മീറ്റർ നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആ മീറ്റർ ആണ്. അപ്പൊ ആ മീറ്റർ നമ്മൾ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യാറ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യാറ്. അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഫീഡ്ബാക്ക് സർക്യൂട്ടിനകത്ത് അടുത്തത് സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് കറണ്ട് ആണ് സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും, ഇവിടെ ഒരു സാമ്പിൾ നെറ്റ്വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അതിനോട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് സാമ്പിൾ നമ്മൾ കണക്ട് ചെയ്യാം. ഏത് കറണ്ട് ആണ് നമ്മൾ ഔട്ട്പുട്ടിന് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്പുട്ടിന് ഒരു സാമ്പിൾ ഓഫ് കറണ്ട്, ഒരു കറണ്ട് ചെറിയ സാമ്പിൾ ആണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ടാണ് ചെയ്യാം. ആ കറും കറണ്ടിന്റെ സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ സാമ്പിൾ നെറ്റ്വർക്ക് ഉണ്ടാവും, സാമ്പിൾ നെറ്റ്വർക്കിനകത്ത് സീരീസ് ആയിട്ടുള്ള കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഔട്ട്പുട്ടിന് കറണ്ടിന്റെ സാമ്പിൾ എടുക്കാം. അപ്പൊ നമ്മള് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിന് വോൾട്ടേജിന്റെ സാമ്പിൾ എടുക്കുന്ന കാര്യം പറഞ്ഞു, അതേപോലെ കറണ്ടിന്റെ സാമ്പിൾ എടുക്കുന്ന കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഇപ്പൊ ഔട്ട്പുട്ട് സൈഡിൽ നിന്നുള്ള സാമ്പിൾ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഇൻപുട്ട് സൈഡിലേക്കൊന്നും വരണ്ട. അതിപ്പോ എന്താ ചെയ്യാം? ഇപ്പൊ നമ്മുടെ ആംപ്ലിഫയർ ഇവിടെ ഉണ്ട്, ഇത് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോക്കട്ടെ. അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതവിടെ ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ ഇൻപുട്ടിനകത്ത് ഇവിടെ ഒരു സപ്ലൈ വോൾട്ടേജ് ഒക്കെ വരുന്നുണ്ട് അല്ലെ? സപ്ലൈ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആംപ്ലിഫയർ ഉണ്ട്, അത് നമുക്ക് നേരത്തെ മനസ്സിലായി. ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ട്, മനസ്സിലായി. ഇൻപുട്ടിൽ നിന്നുള്ള ഒരു സപ്ലൈ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനകത്ത് ഒരു നിശ്ചിത വോൾട്ടേജ് ഇവിടേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ മിക്സിംഗ് നെറ്റ്വർക്ക് ഉണ്ടാവും. മിക്സിംഗ് നെറ്റ്വർക്കിനകത്ത് പാരലായിട്ടാണ് എന്ത് ചെയ്യാം? നമുക്ക് ഇൻപുട്ട് സൈഡിൽ വോൾട്ടേജ് ഫീഡ്ബാക്ക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സൈഡിൽ പാരലായിട്ടാണ് ഇവിടെ മിക്സിംഗ് സർക്യൂട്ടിന്റെ കണക്ഷൻ. ഇൻപുട്ടില് വോൾട്ടേജ് ആണ് നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ മിക്സിംഗ് സർക്യൂട്ടിനകത്ത് പാരലൽ കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ വോൾട്ട്മീറ്റർ എങ്ങനെ നമ്മൾ സർക്യൂട്ടിനകത്ത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ട്മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ടുള്ള സിഗ്നൽ ഇൻപുട്ടിൽ വരണം. അപ്പൊ ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന സിഗ്നൽ എന്നുള്ളത് വോൾട്ടേജ് ആണ്. അപ്പൊ അത് ഇൻപുട്ട് ആയിട്ട് അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും അത് ഇൻപുട്ടിലേക്ക് മിക്സ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ മിക്സിംഗ് നെറ്റ്വർക്കിനകത്തുള്ള പാരലൽ കണക്ഷൻ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഇനിയിപ്പോ അടുത്ത കേസ് വന്നു. നമുക്ക് ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് വരുന്നത് കറണ്ട് ആണ്. ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് വരുന്നത് ആരാണ്? കറണ്ട് ആണ്. അപ്പൊ അത് ഇൻപുട്ടില് ഇവിടെ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. അപ്പൊ ഇൻപുട്ടിൽ സപ്ലൈ വോൾട്ടേജ് ആയിട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാമ്പിൾ സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ അതിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ കണക്ഷൻ പോവാ. ഇൻപുട്ടിൽ നമ്മൾ കറണ്ട് ആണ് ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് കൊടുക്കുന്ന ഫീഡ്ബാക്ക് സിഗ്നൽ കറണ്ട് ആണെങ്കിൽ ഇവിടെ സീരീസ് ആയിട്ടുള്ള കണക്ഷൻ ആയിട്ടും പോവാം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇത് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ കാണാം, അവിടെ വോൾട്ടേജ് സാമ്പിളിങ്, കറണ്ട് സാമ്പിളിങ്, വോൾട്ടേജ് മിക്സിങ്, കറണ്ട് മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിൽ കാണാം. അപ്പൊ ഇൻപുട്ട് സീരീസ് കണക്ഷൻ ആണ് ഇങ്ങനെ വന്നു വിചാരിച്ചാൽ നമുക്ക് മനസ്സിലായി ഇൻപുട്ടിൽ നമ്മൾ സാമ്പിൾ ആയിട്ട് ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? കറണ്ടാണ്. അതാണ് സീരീസ് കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ അവിടെ സീരീസ് മിക്സിംഗ് വരും. നേരെ മറിച്ചിട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് പാരലൽ കണക്ഷൻ ആയിട്ട് മാറും. അപ്പൊ അവിടെ ഷണ്ട് മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞ ഓരോ സാങ്കേതിക പദങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളില് ഫീഡ്ബാക്ക് എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എവിടെയാണ് ഉപയോഗിക്കുക, നെഗറ്റീവ് ഫീഡ്ബാക്ക് എവിടെയാണ് ഉപയോഗിക്കുക, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളായിട്ട് വരാം. അപ്പൊ നമ്മൾ ഈ മൊത്തം പറഞ്ഞ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദമായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ചില സമയത്ത് ഇതിന്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ഒരു സാധ്യത ഉണ്ട്. അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. അതിന്റെ പുറമെ നമ്മളിത് കറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തില്ല, സെറ്റ് ചെയ്ത് കൊടുത്തില്ല ആയിരിക്കാം. ചിലപ്പോൾ അത് ആംപ്ലിഫയറിന്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വെച്ച സാധനം ചിലപ്പോൾ നേരെ വിപരീത ഗുണമായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അധികം നമുക്ക് മെറിറ്റ്സ് ആണുള്ളത്, പിന്നെ ഒന്നോ രണ്ടോ ഡിമെറിറ്റ്സിന്റെ പോയിന്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി എഴുതി വെക്കാം.
അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ചെറിയൊരു ആനിമേഷൻ ചെയ്തൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ആ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Feedback in amplifiers. To overcome any adverse effect on the overall performance of an amplifier, feedback is used. Feedback is said to exist in an amplifier circuit when a fraction of the output signal is returned or fed back to the input and combined with the input signal. If the magnitude of the input signal is reduced by the feedback is called negative or degenerative. If the magnitude of the input signal is increased by the feedback, such feedback is called positive or regenerative. Principle of feedback amplifier. For an ordinary amplifier that is without feedback, let VO and VI be the output voltage and input voltage respectively. If A be the voltage gain of the amplifier, then A is equal to VO by VI. The gain A is often called as open loop gain. The general theory of feedback can be explained with the help of block diagram shown in the animation. The feedback amplifier has two parts, that is, amplifier and feedback circuit. The feedback circuit usually consists of passive components, that is, resistor, capacitor, and inductor. A fraction, say beta, of the output voltage is fed back to the input through the feedback circuit. Let V-O be the output voltage with feedback. Therefore, after feedback, the input voltage V-I becomes V-I, that is equal to Vi plus or minus beta into V-O. For positive feedback, beta is taken as positive. For negative feedback, beta is taken as negative. For positive feedback, the input voltage would be Vi plus beta V-O. When this is amplified A times by the amplifier, the output voltage after feedback V-O will be A into Vi plus beta V-O. Therefore, V-O is equal to A into Vi plus beta V-O. V-O into 1 minus beta A is equal to A into Vi. Then the voltage gain of the amplifier with feedback is AF is equal to V-O divided by VL. That is equal to A by 1 minus A beta. Since the modulus of 1 minus beta A is less than 1, AF greater than A, the positive feedback increases the amplifier gain. For the negative feedback, the feedback fraction is minus beta. AF is equal to A divided by 1 minus A beta. That is equal to A divided by 1 plus A beta. Since modulus of 1 minus beta A greater than 1, AF less than A. Therefore, negative feedback reduces the amplifier gain. The term A beta is called loop gain and beta is called the feedback ratio. Advantages of negative feedback. Following are the advantages of negative feedback: highly stabilized gain, reduction in the noise level, increased bandwidth, increased input impedance and decreased output impedance, less distortion. Thank you. പറയാൻ വേണ്ടി പോകുന്നത് ഓസിലേറ്ററിന്റെ വർക്കിങ്ങും പിന്നെ ബാർക്കൂസൻ ക്രൈറ്റീരിയ. അപ്പൊ ഇത് ഈ ഓസിലേറ്ററിന്റെ വർക്കിങ്ങും നമ്മുടെ ബാർക്കൂസൻ ക്രൈറ്റീരിയയും ഒന്നിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വലിയൊരു വിഷയമാണ്. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിനകത്തുള്ള പ്രധാനമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഈ ഓസിലേറ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു 2 മാർക്കിന്റെ
ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിൽ വരാറുണ്ട്. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാതെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടിനെ നമ്മൾ എന്താ പറയുക, ഓസിലേറ്റർ എന്ന് പറയാം. അതായത് ഒരു ആംപ്ലിഫയറിന്റെ കേസിലാണെന്ന് വിചാരിക്കാം. ഒരു ആംപ്ലിഫയറിന്റെ കേസിലാണെങ്കിൽ നമ്മളിപ്പോ ഒരു മൈക്ക് എടുത്തു, ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ നമ്മൾ മൈക്കിനകത്ത് നമ്മൾ ഹലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഹലോ എന്ന് പറഞ്ഞ സിഗ്നൽ ഒരു ഇൻപുട്ട് സിഗ്നലാണ്. അപ്പൊ നമുക്ക് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പൊ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ടിൽ സിഗ്നൽ കൊടുത്താൽ അതിന്റെ സ്ട്രെങ്ത് ആംപ്ലിഫൈ ചെയ്ത് പുറത്തേക്ക് കിട്ടുന്നതാണ് എന്ത്, ആംപ്ലിഫയർ സർക്യൂട്ട്. എന്നൊരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നില്ല. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാതെ തന്നെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടിനെ നമ്മൾ എന്താ പറയുക, ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് നമ്മൾ സാധാരണ പറയാറ്. ഈ ഓസിലേറ്റർ സർക്യൂട്ട് എവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു ചോദ്യം വരാം. ഓസിലേറ്റർ സർക്യൂട്ട് ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിനകത്തും ലാപ്ടോപ്പിനകത്തൊക്കെയാണ് സ്ഥിരമായിട്ട് ഓസിലേറ്റർ സർക്യൂട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ പറയാനുള്ളത്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു ലാപ്ടോപ്പ് മേടിക്കാം. അപ്പൊ ഒരു ലാപ്പ് മേടിക്കുമ്പോൾ അവർ പറയും ഇത്ര ഫ്രീക്വൻസി ഉള്ള പ്രോസസ്സറാണ് അതിന്റെ, അപ്പോൾ അതിന് ഇത്ര റേറ്റ് വരും. ഇപ്പൊ ഒരു 10 GHz ഫ്രീക്വൻസി ഉള്ള ഒരു ലാപ്പിന് ഒരു 50,000 രൂപ ആണെങ്കിൽ ഒരു 20 GHz ഫ്രീക്വൻസി ഉള്ള ഒരു ലാപ്പിന് ഒരു 1,00,000 രൂപ വിചാരിക്കാം. അപ്പൊ എന്താണ് ഈ വിലയിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം. ഈ വിലയിലുള്ള ഡിഫറൻസ് വേറൊന്നുമല്ല, നമ്മൾ ഈ ലാപ്പിന്റെ പ്രൊസസ്സറിന്റെ സ്പീഡ് കൂടുന്തോറും അതിന്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്യും, കൂടും. അതാണ് ഇതിന്റെ വിലയിൽ വരുന്ന കാര്യമായിട്ടുള്ള മാറ്റം വരാനുള്ള ഒരു കാരണം. അപ്പൊ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്താന്നുള്ളത്. പിന്നെ ഓസിലേറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് പറയും, അടുത്തത് വേണമെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് പറയാം, പിന്നെ വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് പറയും, പിന്നെ അൾട്രാ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്നൊക്കെ പറയും. അതായത് ഓസിലേറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ വരാം എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പൊ ഫ്രീക്വൻസി റേഞ്ചിനനുസരിച്ച് നമുക്ക് ഓസിലേറ്റർ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ, വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ, അൾട്രാ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. പിന്നെ ഓസിലേറ്ററിന്റെ വേവ് ഫോമിനനുസരിച്ച് ഇപ്പൊ സൈനസോയിഡൽ ഓസിലേറ്റർ, ട്രയാങ്കുലർ ഓസിലേറ്റർ, പിന്നെ UJT റിലാക്സേഷൻ ഓസിലേറ്റർ, അങ്ങനെ പല രീതിയിൽ ഓസിലേറ്റർ നമുക്ക് പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, ഓഡിയോ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓസിലേറ്റർ ക്ലാസിഫൈ ചെയ്യാം. അത് ഓസിലേറ്ററിന്റെ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്തതാണ് ഇതിന്റെ വേവ് ഫോമിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓസിലേറ്റർ നമുക്ക് അടുത്തായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്യൂണിംഗ് സർക്യൂട്ടിനൊക്കെ അനുസരിച്ചിട്ട് ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഹാർട്ട്ലി ഓസിലേറ്റർ ഉണ്ടാവും, ക്രിസ്റ്റൽ ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, വീൻബ്രിഡ്ജ് ഓസിലേറ്റർ, പിന്നെ ടൂണ്ട് കലക്ടർ ഓസിലേറ്റർ, അങ്ങനെയുള്ള രീതിയിൽ ഓസിലേറ്റർ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാതെ തന്നെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഫ്രീക്വൻസിയുള്ള സിഗ്നൽ നമുക്ക് പുറത്തേക്ക് തരുന്ന സർക്യൂട്ടിനെ നമ്മൾ എന്താ പറയുക, ഓസിലേറ്ററിന്റെ സർക്യൂട്ട് എന്ന് പറയാം. ആ ഓസിലേറ്റർ നമുക്ക് ഒരു ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം ഒരു DC ബയാസിംഗ് വോൾട്ടേജ് ആ സർക്യൂട്ടിന് കൊടുത്താൽ മതി. ആ DC ബയാസിംഗ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ അത് എന്ത് ചെയ്യാണ്, ജനറേറ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഓസിലേറ്ററിന്റെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷൻ വരും. ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് 2 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വരിക. ഓസിലേറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഓസിലേറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഓഡിയോ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ വരും. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ഉപയോഗിച്ച കമ്പോണൻസിനനുസരിച്ചിട്ട് ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളും വിഷയങ്ങളൊക്കെ അതിനകത്ത് വേറെയും വരും. ഇങ്ങനെയാണ് ഒരു ഓസിലേറ്ററിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരാം. അപ്പൊ അത് 2 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് വരുന്നതാണ്. പിന്നെ ഓസിലേറ്ററിനകത്ത് പ്രധാനമായിട്ടും 3 പാർട്ടുകളാണ് ഉണ്ടാവുക. ഒന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടാവും, പിന്നെ അടുത്തത് ഒരു ട്യൂണിംഗ് സർക്യൂട്ട് ഉണ്ടാവും, പിന്നെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടാവും, പിന്നെ ആംപ്ലിഫയർ സർക്യൂട്ട്. ഇങ്ങനെ റൊട്ടേഷനിലായിട്ട് പോകും. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഒരു ഓസിലേറ്ററിനകത്ത് മെയിനായിട്ട് ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടാവും. ഈ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് നമുക്ക് നിശ്ചിത ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ട്യൂണിംഗ് സർക്യൂട്ട് ഉണ്ടാവും, ഉണ്ടാവും. ഇതിനകത്താണ് നമുക്ക് നിശ്ചിത ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്യാം. അതുപോലെ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വഴിയാണ്. അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടാവും. അപ്പോ ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്
നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് ആംപ്ലിഫയറിനകത്തുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, എന്തൊക്കെയാണ് അതിനകത്തുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഓസിലേറ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ബ്ലോക്ക് ഡയഗ്രം പോലും വരയ്ക്കാനല്ല, ഓസിലേറ്ററിനെ കുറിച്ചിട്ട് നമ്മൾ സർക്യൂട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാം. അതിനകത്ത് ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. നമുക്ക് ഓസിലേറ്റ് ചെയ്ത് വരുന്ന സിഗ്നലിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനും അതിന്റെ കറക്റ്റ് സ്ട്രെങ്ത് എടുക്കാനൊക്കെ. പിന്നെ നമുക്ക് നിശ്ചിത ഫ്രീക്വൻസിയുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്യൂണിംഗ് സർക്യൂട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ആംപ്ലിഫയറിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടാണ് ഓസിലേറ്റർ വർക്ക് ചെയ്യുക. അതിനൊരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളൊന്നും ഈ ഒരു സെറ്റപ്പ് കാണില്ല. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന സർക്യൂട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ ഒരു ആംപ്ലിഫയറിനും ഈ ഒരു ട്യൂണിംഗ് സർക്യൂട്ടും ഫീഡ്ബാക്ക് സർക്യൂട്ടും അതിനകത്ത് വരുന്ന കമ്പോണൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോവാം. അപ്പൊ ആ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് ഓസിലേറ്ററിലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയൊരു ആനിമേഷൻ ചെയ്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. The function of an electronic oscillator is to convert direct current to alternating current by continually looping the signal through a feedback circuit. An oscillator is made up of 2 components. One part is an inverting amplifier, which, as we have discussed previously, amplifies and inverts the signal. Therefore, the signal comes out larger and 180 degrees out of phase. The other aspect of an oscillator is a feedback network, which also has an inverting function, but as a result of passing through the network, the signal is attenuated. Therefore, the signal leaves the feedback network 180 degrees out of phase or inverted and reduced in magnitude. Also note that the output of the feedback network is now in phase with the original input of the inverting amplifier. Remember that the feedback network is frequency selective. Therefore, you only get one signal that will arrive back in phase. Feedback networks can function in a variety of ways. In this oscillator example, a phase shift network is employed. This feedback network uses a series of capacitors and resistors to shift the signal's phase by 180 degrees as the signal passes through the network. Each of these capacitor and resistor units will shift the phase of the signal by 60 degrees. However, passing through each unit will also incrementally decrease the size of the signal. So, by the time the signal leaves the network, it will be 180 degrees out of phase and reduced in size. Finally, the 180-degree out-of-phase attenuated signal will pass through the inverting amplifier, where it's amplified and shifted 180 degrees back into phase. In order for the oscillator to produce a repetitive oscillating electrical signal, it must follow 2 criteria. The circuit must have a loop gain that is greater than 1, and it must maintain its phase state. The phase state is sustained when the inverting amplifier's 180-degree phase shift is reversed by the 180-degree phase shift of the feedback network. Thus, maintaining the phase state is accomplished by a 360-degree change in the phase as a result of the 180-degree signal inversion at both the inverting amplifier and the phase shift network. ബേസിക്കായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്തു. മാത്രമല്ല അതിന്റെ ഒരു ചെറിയൊരു ആനിമേഷൻ വീഡിയോ നമ്മൾ കണ്ടുനോക്കുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓസിലേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ബാർക്കൂസൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഒരു സർക്യൂട്ട് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ മാത്രമേ ഒരു ഓസിലേറ്റർ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്താണ് ഈ ബാർക്കൂസൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഓസിലേറ്റർ വരയ്ക്കുമ്പോൾ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടാവും, ഒരു ട്യൂണിംഗ് സർക്യൂട്ട് ഉണ്ടാവും, പിന്നെ അതേപോലെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഇതൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ആണ്. ഇത് നമ്മൾ ട്യൂണിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് ആണ്. ഇത് നമ്മളെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഒരു കോമൺ ഇത് ഫസ്റ്റ് ഇങ്ങനെ ഈ സൈക്കിൾ എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് പോകാനാവാം. അപ്പൊ എനിക്കറിയാം നമ്മളിപ്പോ ചർച്ച ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ബാർക്കൂസൻ ക്രൈറ്റീരിയ ഈ സർക്യൂട്ട് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇനി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി വരണം എന്നും പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതായത് സർക്യൂട്ടിന്റെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ്, ഫേസ് ഡിഫറൻസ് 360 ഡിഗ്രി വരണം എന്നൊരു ഫസ്റ്റ് കണ്ടീഷൻ ആണ് നമ്മൾ ബാർബൂസൻ ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഇപ്പൊ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയുള്ള സിഗ്നൽ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്തു. അതായത് നമ്മള് ഒരു സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആംപ്ലിഫയറിന്റെ ഫീഡ്ബാക്ക് ആയിട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ക്ലിയർ ആയിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കുന്ന സിഗ്നലിനെ ഒരു 150 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലൂടെ ഫീഡ്ബാക്ക് സർക്യൂട്ടിനകത്ത് വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ ടൂണിംഗ് സർക്യൂട്ടിനകത്താണ് നമുക്ക് വേണ്ട നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ എങ്ങനെ ജനറേറ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അത് ഏത് ഷേപ്പായിട്ട് ആ ഷേപ്പിൽ. അപ്പൊ ഈ നിശ്ചിത ഫ്രീക്വൻസിയുടെ സിഗ്നലിനെ നമ്മൾ ജനറേറ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അവിടെ തന്നെ ഫീഡ്ബാക്ക് സർക്യൂട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് കൊടുക്കുക. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ 150 ഡിഗ്രി ഫേസ് ഡിഫറൻസ് എന്ത് ചെയ്യും, സെറ്റപ്പ് ചെയ്യും. അതിന് പുറമെ ഒരു 150 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആംപ്ലിഫയർ സർക്യൂട്ടിനകത്ത് സെറ്റപ്പ് ചെയ്യും. കാരണം എന്താണ്, ഇവിടെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് എന്തുണ്ടാവുക, യൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ടോട്ടലി ഇവിടുന്ന് ആ സിഗ്നൽ ഇവിടേക്ക് എത്തുമ്പോഴേക്കും 160 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നിട്ടുണ്ടാവും. അങ്ങനെ ടൂണിംഗ് സർക്യൂട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നമുക്ക് നിശ്ചിത ഫ്രീക്വൻസിയുടെ സിഗ്നൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇവിടുന്ന് ഒരു സാമ്പിൾ എടുത്തു, ആ സാമ്പിൾ എടുത്ത സിഗ്നൽ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വിചാരിക്കാം, ഒരു ഉദാഹരണം മാത്രമാണ്. അത് ഫീഡ്ബാക്ക് സർക്യൂട്ടിന് ഔട്ട്പുട്ടിൽ വരുമ്പോഴേക്കും അത് ഇവിടെ എങ്ങനെ ആയിട്ടുണ്ടാവും, ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നിട്ടുണ്ടാവും. ആ 180 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് ആണ് ആംപ്ലിഫയറിലേക്ക് വരാം. ആംപ്ലിഫയറിന് പിന്നെ ഔട്ടിലേക്ക് വരുമ്പോഴേക്കും അതുകൊണ്ട് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നിട്ട് കറക്റ്റ് സിഗ്നൽ ആയിട്ടുണ്ടാവും. ബാർബൂസൻ ക്രൈറ്റീരിയയുടെ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ടൂണിംഗ് സർക്യൂട്ടിൽ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുക, ചെറിയ സിഗ്നൽ എടുത്തു, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു, നമ്മളോട് സാമ്പിൾ ആയിട്ട് എടുത്ത സിഗ്നലിന് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു. അത് കഴിഞ്ഞ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ പുറത്തേക്ക് വരുമ്പോൾ അടുത്ത 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും വന്നു. അങ്ങനെ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടിന് മൊത്തം വന്നു. അപ്പൊ ബാർബൂസൻ ക്രൈറ്റീരിയയുടെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ആ രീതിയിലായിരിക്കും ഈ സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ബാർബൂസൻ ക്രൈറ്റീരിയയുടെ അടുത്ത സംഭവം എന്നുള്ളത്, ഇതിപ്പോ ഈ ഒരു ഭാഗങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മൾ അടുത്തൊരു ഭാഗത്ത് എന്നുള്ളത് 1 - a ബീറ്റ എന്നുള്ളതായിരിക്കും ഇതിന്റെ ഒരു ടോട്ടൽ ലൂപ്പ് ഗെയിൻ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു മൊത്തത്തിലൊരു ഗെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ 1 - a ബീറ്റ 1 / 1 - a ബീറ്റ എന്ന രീതിയിലാണ് ഇതിന്റെ ഗെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിൽ ഈ a ബീറ്റയുടെ വാല്യൂ 1 ആണ്. എന്നാലാണ് നമ്മൾ ഈ സർക്യൂട്ട് എന്ത് ചെയ്യുക, ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 1 / 1 - a ബീറ്റയുടെ വാല്യൂ വന്നു കഴിഞ്ഞാൽ 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അല്ല 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി എന്നുള്ള കണ്ടീഷനിലേക്കാണ് പോവുക. അതായത് 1 - 1 എന്ന് പറയുമ്പോൾ 1/0 വരും, അത് ഇൻഫിനിറ്റി എന്നുള്ള കണ്ടീഷൻ എന്തെങ്കിലും വരും. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സർക്യൂട്ടിനകത്ത് കറക്റ്റ് ഓസിലേഷൻ വരും. അപ്പൊ ബാർബൂസൻ ക്രൈറ്റീരിയയുടെ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്ര വരണം, 360 ഡിഗ്രി വരണം. ആ സർക്യൂട്ട് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തതാണ് 1 / 1 - a ബീറ്റ എന്നുള്ളത്, ഇതിന്റെ a ബീറ്റ എന്നുള്ള ആ ലൂപ്പ് ഗെയിൻ ഇത് ഈസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു സർക്യൂട്ട് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഈ a ബീറ്റ എന്നുള്ളതിന്റെ വാല്യൂ എങ്ങനെയാണ് 1 ആയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത്. a ബീറ്റ എന്നുള്ളതിന്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് കുറച്ചൊക്കെ നമ്മളിപ്പോ സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോ നമ്മൾ പറഞ്ഞു, ഇവിടെ ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടാവും, ഇവിടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ ഇതിനകത്തുള്ള പാരാമീറ്റേഴ്സും കാര്യങ്ങളും, ഇതിനകത്തുള്ള ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉണ്ടാവും, ഫീഡ്ബാക്ക് ഫാക്ടർ ഉണ്ടാവും. അങ്ങനെ അതിനകത്തുള്ള സർക്യൂട്ട്സിന്റെ കമ്പോണൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്താൽ a ബീറ്റയുടെ വാല്യൂ 1 ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ബാർബൂസൻ ക്രൈറ്റീരിയ പ്രകാരമുള്ള രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നതും സർക്യൂട്ട് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണതും. അപ്പൊ ഇതാണ് ഓസിലേറ്ററിന്റെ വർക്ക് പ്രിൻസിപ്പിൾ വരിക. ബാർബൂസൻ ക്രൈറ്റീരിയ എന്താന്നുള്ളത് 6 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും വളരെ വിശദമായിട്ട് പോകണം. അതല്ല 2 മാർക്കിന്റെ
ഒരു ചെറിയ ചോദ്യമായിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് വിചാരിക്കാം. അപ്പൊ എഴുതാൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വർഗോസൻ ക്രൈറ്റീരിയ വെറും 2 മാർക്കിന് ചെറിയൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരണം. ഒന്നാമത്തെ കണ്ടീഷൻ എഴുതാം. രണ്ടാമത്തെ കണ്ടീഷൻ എഴുതാം എ ബീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ വർഗോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ ഈ 2 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 2 മാർക്കിന്റെ ആൻസർ ആയി. അതല്ല എന്നുണ്ടെങ്കിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതണം. 6 മാർക്കിന് 7 മാർക്കിന് 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ പൊതുവെ ഇത് 2 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിക്കാറ്. അപ്പൊ ഈ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ആനിമേഷൻ ചെയ്ത ചെറിയൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം. Principle of oscillator and Barkhausen criterion. The principle of the oscillator is that when the feedback factor or the loop gain is 1, then the overall gain of the oscillator circuit will be infinite. This implies that even when there is no input, then also the oscillator will continue to generate the output. Barkhausen criterion. Vi equals to Vs plus Vf. Vi equals to Vs plus beta Vo. Here beta equals to Vf by Vo. Vs plus beta Vo into A equals to V beta Vo. A into Vs plus A into beta Vo equals to Vo. A into Vs equals to Vo into 1 minus A into beta. Vo by Vs equals to A by 1 minus A beta. AF equals to Vo by Vs. AF equals to A by 1 minus A into beta. Where A beta is a feedback factor or loop gain. If A beta is 1, then AF is equal to infinity. Thus, the gain becomes infinity if output without any input. Therefore, amplifier in this condition works as an oscillator. This condition A beta is equal to 1 is called Barkhausen criterion. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോണതാണ് മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടുകൾ. ഈ കാണുന്ന മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടുകളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് നല്ല പരിചയമുള്ള സാധനങ്ങളാണ്. ഇതിനകത്ത് പുതുമുള്ളതൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് കാണുന്നതാണ്. എന്തായാലും മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻപുട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടിനെ നമ്മൾ എന്താ പറയുക ഓസിലേറ്റർ എന്ന് പറയാം. ഓസിലേറ്ററിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻപുട്ട് സിഗ്നലോ കാര്യങ്ങളോ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഇൻപുട്ടോ കാര്യങ്ങളോ കൊടുക്കാതെ തന്നെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ അവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓസിലേറ്ററിനകത്ത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഒരു സർക്യൂട്ടാണ് എന്ത് ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ. പക്ഷെ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നില്ല. പക്ഷെ ഓസിലേറ്ററിനുമായ നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് പോയോണ്ടിരിക്കുകയാണ് ചെയ്യാം. പക്ഷെ ഒരു പർട്ടിക്കുലർ പർപ്പസിനൊക്കെയാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത് ഉപയോഗപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി വൈബ്രേറ്റർ പ്രധാനമായിട്ട് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ, അടുത്തത് മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ, അടുത്തതാണ് ബൈസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ. അതിൽ ഏറ്റവും ആദ്യത്തെ ആളാണ് ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇയാളൊരു പ്രകൃതി നമ്മൾ പൾസ് വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് ഓൺ ആവും, പിന്നെ ഓഫ് ആവും, പിന്നെ വീണ്ടും ഓൺ ആവും, പിന്നെ വീണ്ടും ഓഫ് ആവും. ഇങ്ങനെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്തിട്ട് പോയോണ്ടിരിക്കും. അതായത് ഓണായി ഓഫായി, പിന്നെ അടുത്ത വീണ്ടും ഓണായി പിന്നെ ഓഫായി. ഈ രീതിയിലുള്ള ഒരു ഓൺ ഓഫ് സ്റ്റേജിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പോണ ആളാണ് ആര് ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ. ക്ലിയർ ആയില്ലേ? ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മള് ഒരു ബസ്സിൽ യാത്ര ചെയ്യുക വെച്ചിരിക്കാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം അതിൽ പല ദൈവങ്ങളിലൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടാവും. ഈ ഫോട്ടോസിനെ 4 പുറം കാണാൻ ഒരു LED ബൾബ് ഇങ്ങനെ ഓടി കളിക്കുന്നത്. അതിങ്ങനെ കുറച്ച് നേരം ഒരു സ്പീഡിൽ ഓടി കഴിഞ്ഞാൽ പിന്നെ കാണാൻ വേറെ സ്പീഡിൽ ഓടാം, പിന്നെ കുറച്ചിനെ വേറെ സ്പീഡിലായിരിക്കും അവിടെ ഉണ്ടാകും. അവിടെ ഉപയോഗിക്കുന്നത് ഏത് മൾട്ടി വൈബ്രേറ്റർ ആണ്? ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു നമ്മൾ അധികം ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മളെ സ്കൂളുകളിൽ ഇപ്പൊ കുട്ടികളെ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒരു പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 555 ടൈമർ IC മേടിക്കും. ടൈമർ ICക്ക് ഒരു 7 രൂപ വില ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി സെറ്റപ്പ് ചെയ്ത് 10-30 രൂപയ്ക്ക് കാണാം. അവരിങ്ങനെ LED ഇങ്ങനെ മാറി മാറി കത്തുന്ന സർക്യൂട്ട് കുട്ടികൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മൾ ഈ ഡെക്കറേഷൻ വർക്കിനൊക്കെ ഇപ്പൊ ഇങ്ങനെ LED ബൾബൊക്കെ തന്നെ അങ്ങനെ ബൾബ് കാണാം, പല മോഡലിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ പോകുന്നു. അപ്പൊ അത്ര സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ. മൂപ്പർക്ക് ഒരു സ്ഥിരത ഉണ്ടാവില്ല.
ഒന്ന് ഓണാകുമ്പോൾ അടുത്ത് പിന്നെ ഓഫ് ആവും, പിന്നെ ഓണാവും, പിന്നെ ഓഫ് ആവും. ആ രീതിയിലായിരിക്കും ആസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ത് ചെയ്യേണ്ടവ, വർക്ക് ചെയ്യേണ്ടവ. അപ്പൊ അതിന്റെ ഓൺ പീരീഡും ഒരു 10 സെക്കൻഡ് ഓൺ ആയിരിക്കണം, 10 സെക്കൻഡ് ഓഫ് ആയിരിക്കണം, അല്ലെങ്കിൽ 1 മിനിറ്റ് ഓൺ ആവണം, 1 മിനിറ്റ് ഓഫ് ആവണം എന്നുള്ളത് അതിന്റെ അതിനകത്തുള്ള കപ്പാസിറ്ററി റെസിസ്റ്ററിന്റെ ഒക്കെ വാല്യൂസ് സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ആസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്തതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. എന്താ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, മൂപ്പർക്ക് ഒരു ട്രിഗർ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റിംഗ് മാറും. അത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന് പഴയ സ്റ്റേറ്റിലേക്ക് വരും. ഇയാളാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഫ്രിഡ്ജ് ഉണ്ട്, അതല്ലെങ്കിൽ എയർ കണ്ടീഷൻ. അതിനിപ്പോ ചില കമ്പനിക്കാർ പറയും ഇതിന് സ്റ്റെബിലൈസർ ആവശ്യമില്ല, അതില്ലാണ്ട് ഓടിക്കോളും എന്ന് പറയും. എന്നാലും ചില ആൾക്കാരുടെ സ്റ്റെബിലൈസറും കാര്യങ്ങളൊക്കെ ഓടിച്ചു വയ്ക്കും. അപ്പൊ അവിടെ കറണ്ട് പെട്ടെന്ന് പോയി വിചാരിക്കാം, പിന്നെ കറണ്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ സ്റ്റെബിലൈസറിന് വേഗം സപ്ലൈ എവിടേക്ക് പോകില്ല, എയർ കണ്ടീഷനിലൊക്കെ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കോ പോകില്ല. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ എയർ കണ്ടീഷനിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കൊക്കെ എന്ത് ചെയ്യുള്ളൂ, പവർ സപ്ലൈ കയറിപ്പോകും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ്. അതായത് എന്താ അവിടെ സംഭവിക്കുന്നത്, ഇപ്പൊ കറണ്ട് പോയി, പിന്നെ കറണ്ട് വന്നാൽ പെട്ടെന്ന് പവർ സപ്ലൈ നമ്മൾ ഈ പറഞ്ഞ AC-ലേക്കോ ഫ്രിഡ്ജിലേക്കോ പോയിട്ട് ഇൻസ്ട്രുമെന്റ് കേടാവാതെ കറണ്ട് പോയിട്ട് കറണ്ട് വന്ന കുറച്ച് നേരം കഴിഞ്ഞ് ചെറിയൊരു ഡിലേ വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഈ ഫ്രിഡ്ജിലേക്ക് AC-ലേക്കുള്ള പവർ സപ്ലൈ പോകുള്ളൂ. അപ്പോ ഇയാൾ എങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രിഗർ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റേറ്റ് ഇപ്പൊ ഹൈ ആയി. അങ്ങനെ നമ്മളിവിടെ ഒരു 3 മിനിറ്റ് സെറ്റ് ചെയ്ത ആ 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് ഹൈ ആയ സ്റ്റേജിൽ പിന്നെയും പല സ്റ്റേജിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരും. ഈ 3 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 5 മിനിറ്റ് സെറ്റ് ചെയ്യാം, 10 മിനിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. അതിനകത്തുള്ള റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിനകത്ത് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, എന്താണ്, നമ്മൾ ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത നേരത്തേക്ക്, കുറച്ച് നേരത്തേക്ക് അതിന്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യും, റീസ്റ്റോർ ചെയ്ത് വരും. ഏതുപോലെ നമ്മുടെ സ്റ്റെബിലൈസറിനകത്തുള്ള പവർ സപ്ലൈ പെട്ടെന്ന് പോയി, അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് സ്റ്റെബിലൈസറിന് കറണ്ട് AC-ലേക്ക് പോകില്ല. ഒരു 3 മിനിറ്റ് ഡിലേ കഴിഞ്ഞാൽ അത് AC-ലേക്ക് പോകും. ആ സമയത്ത് ആ 3 മിനിറ്റ് നേരത്തേക്ക് ആ പവർ സപ്ലൈ എന്ത് ഹോൾഡ് ചെയ്യും, എന്നിട്ട് പഴയ സ്റ്റേജിലേക്ക് പോയിട്ട് പവർ സപ്ലൈ AC-ലേക്ക് കടത്തി വിടും. അതേ ആ ഫംഗ്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. അപ്പൊ ഈ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്താണോ അതിന്റെ ഫംഗ്ഷൻ എന്താണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ടുള്ളത് നമ്മുടെ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ്. ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മൾ ട്രിഗർ പൾസ് കൊടുക്കും, ഇയാളെ സ്റ്റേറ്റ് അങ്ങനെ മാറി, അതങ്ങനെ നിൽക്കും. ഒരു ട്രിഗർ പൾസ് കൊടുത്തു, ഇയാളെ സ്റ്റേറ്റ് മാറി, അതങ്ങനെ നിൽക്കും. ഏതുവരെ, അടുത്ത ട്രിഗർ പൾസ് വരുന്നത് വരെ. പിന്നെ ഇയാളെ സ്റ്റേറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത ട്രിഗർ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇയാളെ സ്റ്റേറ്റ് മാറും. ഏതുവരെ, അടുത്ത ട്രിഗർ പൾസ് വരുന്നത്. അപ്പോ ഒരു ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ആയി, അടുത്ത ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റേറ്റ് ആയി, വീണ്ടും അടുത്ത ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റേറ്റ് ആയി, വീണ്ടും അടുത്ത ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റേറ്റ് ആയി. അപ്പൊ ഇൻപുട്ടിൽ ഓരോ ട്രിഗർ പൾസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മാത്രം ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുകയും റീസെറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ബൈസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ. ഈ ബൈസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ അധികം ഉപയോഗിക്കുക മെമ്മറി ഡിവൈസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോ ഫോണിനകത്ത് മെമ്മറി ഉണ്ട്, കമ്പ്യൂട്ടറിനകത്ത് മെമ്മറി ഉണ്ട്, അതുപോലെ ഒട്ടുമിക്ക സാധനം എടുത്താലൊക്കെ ഓട്ടോമാറ്റിക് ആണ്, ഇതിനകത്തൊക്കെ ഒരു മെമ്മറി ഡിവൈസ് ഉണ്ട്. അപ്പൊ ഈ മെമ്മറി ഡിവൈസിനകത്തുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലുള്ള മെമ്മറി ഉണ്ടാക്കിയത് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ചിട്ടാണ്. ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വർക്കിംഗ് തത്വം എന്നുള്ളത് നമ്മൾ ബൈസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നിർത്താം. ആസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കാം ഡെക്കറേഷൻ പർപ്പസിനാണ് ഉപയോഗിക്കുക. നമ്മളിങ്ങനെ LED ലൈറ്റ് ഇങ്ങനെ മാല ലൈറ്റ് ഇങ്ങനെ ഓടിക്കത്ത, അതായത് കത്തിയിൽ ഇങ്ങനെ ഓടി കളിക്കണൊക്കെ നല്ല രസമായിട്ട് കാണും. പ്രത്യേകിച്ച് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബൾബും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കും. അപ്പൊ അത്ര സ്ഥലങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത്, ആസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ്. ക്ലിയർ ആയില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ് നമ്മൾ കുറച്ചുമ്പോ പറഞ്ഞ ഫ്രിഡ്ജിന്റെയും അതേമാതിരി എയർ കണ്ടീഷന്റെ ഒക്കെ അവിടെ സ്റ്റെബിലൈസറിനകത്ത് ഉപയോഗിക്കുക. അതായത് ഒരു റിലേ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ അവിടെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാൻ. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒരു മെഷീൻ ഓൺ ആക്കണം. അപ്പൊ ട്രിഗർ പൾസ് കൊടുത്തു, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ത് ചെയ്തു, ആക്റ്റീവായി. 10 മിനിറ്റ് നേരത്തിൽ മെഷീൻ ആക്റ്റീവായി. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും, ഓഫ് ആവും. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉപയോഗിക്കാം. മെമ്മറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ് നമ്മൾ ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മൾട്ടിവൈബ്രേറ്റർ എന്താണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനേഷൻ ചെയ്യുന്നത്. അതിന്റെ മൾട്ടിവൈബ്രേറ്റർ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ 3 മൾട്ടിവൈബ്രേറ്റർ എന്ത് ചെയ്യാൻ നമ്മൾ എഴുതാം. അതിന് 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഓരോ വേവ് ഫോമും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നമ്മൾ എഴുതണം. അപ്പൊ ഈ ഭാഗത്ത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം.
essay question വരും. Stable multioperator എന്താണ്, മോണോസ്റ്റേബിൾ മൾട്ടിഓപ്പറേറ്റർ എന്താണ്, ബൈസ്റ്റേബിൾ മൾട്ടിഓപ്പറേറ്റർ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് essay ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ അതിന്റെ പുറകെ വരും. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളെ ഒരു മൾട്ടിഓപ്പറേറ്ററിൽ എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഓരോ മൾട്ടിഓപ്പറേറ്റർ പറയുമ്പോഴും അത് എവിടെയാണ് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം അവിടെ തന്നെ ക്ലിയർ ആയിട്ടോ. ഒരു ഓസിലേറ്ററിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ മൾട്ടിഓപ്പറേറ്റർ എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. പിന്നെ ഇതിനകത്ത് ഓരോ മൾട്ടിഓപ്പറേറ്ററും ട്രാൻസിസ്റ്റർ ചെയ്തിട്ടുള്ള സർക്യൂട്ട് നമുക്ക് പഠിക്കാണ്ട്, അതേമാതിരി 555 ടൈമർ IC വെച്ചിട്ടുള്ള സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒന്നുകൂടി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആനിമേഷൻ ചെയ്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. Hey friends, welcome to the YouTube channel All About Electronics. Now, some of you might have already heard about the multivibrator circuits. In electronics, these multivibrator circuits are widely used. So in this video, let us quickly understand about the multivibrator circuits. So this multivibrator is the electronic circuit which is used to implement the two-state devices like oscillator, timer and flip-flop. Now here the two states refers to the two voltage levels of the multivibrator like plus 15 volt and 0 volt. And if we talk in terms of the digital electronics, then it can be either high or low state, where here the high state represents the logic 1 and the low state represents the logic 0. And depending upon the number of stable states, the multivibrator can be divided in three types: astable, monostable and bistable multivibrators. So in astable multivibrator, the output will not remain stable in any of the two states. And if you see the output of the multivibrator will continuously changes between the two states. Now here, the time for which the output remains in the particular state can be decided by the passive components like resistor and the capacitor. And this type of astable multivibrator is widely used for the design of relaxation oscillator. Then the second type of multivibrator is the monostable multivibrator, and it is also known as the one-shot multivibrator. So in monostable multivibrator, there is a one stable state and one astable state. So in this multivibrator, the output remains in the stable state. But whenever some external trigger signal is applied, then output momentarily goes into the unstable state. And after some time, it comes back into the stable state. So the time required to come back into the stable state depends upon the passive components like R and C. So by selecting this R and C, we can decide the time for which the output will remain in the unstable state. So here, let's say 0 volt is the stable state of this multivibrator, and let's say 5 volt is the astable state. And similarly, exactly opposite is also possible. Let's say a 5 volt is the stable state of this multivibrator, and whenever some triggering action occurs, then the output goes into the unstable state, and let's say that is equal to 0 volt. So this type of multivibrator is widely used in the timer applications. So let's say in one particular application, after the certain time from the triggering action, one wants to turn on the relay. So in this type of applications, this monostable multivibrator is very useful. Then the third type of multivibrator is the bistable multivibrator. So in this multivibrator, both states are the stable state, and the output of the multivibrator can be in any of the two stable states. So let's say initially the output of the multivibrator is in one stable state, and whenever some triggering action occurs, then the output will go from one stable state to the another stable state. And unless some triggering action occurs, the output will remain in this second stable state. Now let's say after a certain time, if once again a triggering action occurs, then output will go back into the another stable state, and it will remain in that state unless and until once again the triggering action occurs. So this type of bistable multivibrator is used in the design of flip-flop. So these are the three types of multivibrators which are used in the design of different electronic components. And these three types of multivibrators can be designed using either op-amp, transistor or using the 555 timer ICs. So in the future videos, we will see that
how these multivibrator's can be designed using these components. So I hope in this short video you understood what is multivibrator and what are the different types of multivibrator circuits. Multivibrator astable multivibrator, monostable multivibrator, bistable multivibrator. Just market അടുത്തത് ചിലപ്പോൾ 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഈ മൾട്ടിവൈബ്രേറ്ററുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അതായത് ഈ 3 മൾട്ടിവൈബ്രേറ്റർ തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് 6 മാർക്കിന് ചോദിക്കും. അപ്പൊ 6 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്കത് വളരെ ചെറുതാക്കി എഴുതേണ്ടി വരും. അപ്പൊ അത് ഓരോന്നും വരച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേക്കാൾ നല്ലത് നമുക്ക് ഏതൊരു കാര്യം കഥ പറയുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ എഫക്റ്റ് വരിക ഒരു വീഡിയോ കാണുമ്പോഴാണ്. നമുക്ക് അതിനകത്ത് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇവര് തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആനിമേഷൻ ചെയ്ത വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. നമ്മൾ എടുക്കാൻ വേണ്ടി പോണത് ആസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ. ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ആസ്റ്റബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ സർക്യൂട്ടിനെ കാണുമ്പോൾ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന്റെ 7 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് സർക്യൂട്ട് നമ്മൾ വരച്ച് പഠിക്കുക. അതിനകത്ത് RC1ന്റെ വാല്യൂ RC10ന്റെ വാല്യൂ എന്തായിരിക്കും, ഈക്വലായിരിക്കും. RB1ന്റെ വാല്യൂ RB2ന്റെ വാല്യൂ എന്തായിരിക്കും, ഈക്വലായിരിക്കും. C1ന്റെ വാല്യൂ C2ന്റെ വാല്യൂ എന്തായിരിക്കും, ഈക്വലായിരിക്കും. ട്രാൻസിസ്റ്റർ T1 ട്രാൻസിസ്റ്റർ T2 ഐഡന്റിക്കൽ ടു ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞ ഒരേ വാല്യൂ ഉള്ള ട്രാൻസിസ്റ്റർ ആണ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഫ്രീക്വൻസി ഇവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ സിഗ്നലിന്റെ ഫ്രീക്വൻസി f2 = 1/2 1.386 RC Hz. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സർക്യൂട്ടിൽ നമുക്ക് റഫ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇവിടെ 2 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ട്രാൻസിസ്റ്റർ T1
രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ആണ് ആര് T2. ഇത് രണ്ടും ഒരേ ട്രാൻസിസ്റ്റർ തന്നെയാണ് ഉപയോഗിക്കുക. അതിപ്പോ ഒന്ന് BC547 ആണെങ്കിൽ ഇതും BC547 തന്നെ, വേറെ ഒരു മോഡലല്ല ഉപയോഗിക്കുക. അതുപോലെ റെസിസ്റ്ററിന്റെ വാല്യൂ ഇവിടുത്തെ ഇതേ റെസിസ്റ്റൻസിന്റെ വാല്യൂ RC1ന്റെ വാല്യൂ RC2ന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. RB1ന്റെ വാല്യൂ RB2ന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. C1ന്റെ വാല്യൂ C2ന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫ്രീക്വൻസിയുടെ ഫോർമുല F=1/T. അതായത് T എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടൈം പീരീഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1/1.386 RC. ഈ RC എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂ ആണ്. അപ്പൊ ഇവിടുത്തെ ഈ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂ ഈ RB-ന്റെയും C-ന്റെയും RB1 C1 അല്ലെങ്കിൽ RB2 C2 അതൊക്കെ ഒരേ ഈക്വൽ വാല്യൂ ആണ്. അതിന്റെ വാല്യൂ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഫ്രീക്വൻസി മാറും. ഫ്രീക്വൻസി മാറുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺ ആവുന്നതിന്റെയും ഓഫ് ആവുന്നതിന്റെയും ആ ടൈം പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് അതിനകത്തുള്ള ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്. അപ്പൊ RB1ന്റെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. നമുക്ക് ഇതിനകത്ത് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ വർക്കിംഗ് ആണ്. ഇപ്പൊ ഇത് രണ്ടും ഒരേ മോഡല് ട്രാൻസിസ്റ്റർ ആണ് വിചാരിക്കാം. രണ്ടും ഒരേ മോഡല് ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഇതിലിപ്പോ ഫസ്റ്റ് ഓൺ ആയത് ട്രാൻസിസ്റ്റർ T1 ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ പവർ സപ്ലൈ ഓൺ ചെയ്യും. പവർ സപ്ലൈ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓൺ ആയ ട്രാൻസിസ്റ്റർ ആരാ? T1 എന്നുള്ള ട്രാൻസിസ്റ്റർ ആണ്. അങ്ങനെ T1 എന്നുള്ള ട്രാൻസിസ്റ്റർ ഓൺ ആയി നോക്കുമ്പോ ഈ T1 എന്നുള്ള ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ക്ലോസ് ആയിട്ടുള്ള സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. ഈ ട്രാൻസിസ്റ്റർ ഇപ്പൊ എന്തുപോലെ ആക്ട് ചെയ്യും? T1 എന്നുള്ള ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ് ആയിട്ടുള്ള സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഈ RC കൂടെ കറണ്ട് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിന് ഇവിടെ കറണ്ട് ഫ്ലോ കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. അതായത് RC1 അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. അതായത് ഫസ്റ്റ് ആരോൺ ആയത് ട്രാൻസിസ്റ്റർ T1 എന്നുള്ള ട്രാൻസിസ്റ്റർ ഇപ്പൊ എന്തായി? ഓണായി. ട്രാൻസിസ്റ്റർ T1 ഓണായി നോക്കുമ്പോ ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്തു? കൂടി. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ആ കുറഞ്ഞ വോൾട്ടേജ് എന്ത് ചെയ്യും? ഈ RC1 C1 വഴിക്ക് ഇതിന്റെ ബേസിലേക്ക് വരും. ക്ലിയർ ആയി? അപ്പൊ ഇവിടെ ഈ ട്രാൻസിസ്റ്റർ ഓണായി. അപ്പൊ ഇവിടുത്തെ കറണ്ട് കൂടി ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്തു? കുറഞ്ഞു. ആ കുറഞ്ഞ വോൾട്ടേജ് ഇതിന്റെ ബേസിലേക്ക് വരും. അതിന്റെ ബേസിലേക്ക് വന്നാൽ ഇയാൾ ഓഫ് ആയിട്ട് നിൽക്കും. ആ സമയത്ത് ഇതൊരു ഓഫ് ആയിട്ടുള്ള സ്വിച്ച് പോലെ ആക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഫുള്ളായിട്ടുള്ള ഈ VCC എന്നുള്ള ഇവിടെ ഒരു കറക്റ്റ് വോൾട്ടേജ് ഫുള്ളായിട്ട് കിട്ടും. ആ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇതിന്റെ ബേസിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇയാൾ ഓൺ ആയിട്ട് തന്നെ നിൽക്കും, ഇയാൾ ഓഫ് ആയിട്ട് നിൽക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവണ്ട, ഒന്നുകൂടി പറയാം. നമ്മളിവിടെ പവർ സപ്ലൈ എന്ത് ചെയ്തു? ഓൺ ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് പവർ സപ്ലൈ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഇയാൾ എന്തായി? ഓണായി. ഓണായി നോക്കുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്തു? കുറഞ്ഞു. ആ കുറഞ്ഞ വോൾട്ടേജ് ഇതിന്റെ ബേസിലേക്ക് എന്ത് ചെയ്തു? വന്നു. അപ്പൊ ഇയാൾ കട്ട് ഓഫ് ആയിട്ട് തന്നെ നിന്നു. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയി നിൽക്കുമ്പോൾ അതൊരു ഓപ്പൺ ടൈപ്പ് സ്വിച്ച് പോലെയാണ് എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. ആ സമയത്ത് ഇവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും. ആ കൂടിയ വോൾട്ടേജ് ഇതിന്റെ ബേസിലേക്ക് വന്നു. അപ്പൊ ഇയാൾ ഓൺ ആയിട്ട് തന്നെ നിന്നു, ഇയാൾ എന്ത് ചെയ്തു? ഓഫ് ആയിട്ട് നിന്നു. അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഇത് ഓൺ ആയിരിക്കുമ്പോൾ ഈ കപ്പാസിറ്റർ ഇങ്ങനെ എന്ത് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ കാണിക്കും. അങ്ങനെ ട്രാൻസിസ്റ്റർ വഴി കപ്പാസിറ്റർ ഇതിപ്പോൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു C2 എന്നുള്ള കപ്പാസിറ്റർ ഈ ഒരു ട്രാൻസിസ്റ്റർ വഴി ചെയ്യുന്നുണ്ട്, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നിശ്ചിത സമയമാകുമ്പോൾ ഇതിനെ അക്രോസ് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ അയക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇതിനെ അക്രോസ് ഉള്ള ഫോർവേഡ് ബയസ് വോൾട്ടേജ് കൂടും. ഫോർവേഡ് ബയസ് വോൾട്ടേജ് കുടിക്കുക. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഓണായി കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. ആ കുറഞ്ഞ വോൾട്ടേജ് ഇതിന്റെ ബേസിലേക്ക് വരും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഓഫ് ആവും. ഇയാൾ ഓഫ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടും. ആ കൂടിയ വോൾട്ടേജ് ഇതിന്റെ ബേസിലേക്ക് എത്തും. ഇപ്പൊ ഇയാളാണ് ഓണ്, ഇയാൾ എന്താണ്? ഓഫ് ആണ്. ഒന്നുകൂടി പറയാം. ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് ഏകദേശം ഇതിന്റെ അക്രോസിൽ ഒരു ഫോർവേഡ് ബയസ് വോൾട്ടേജ് എത്തിയ ട്രാൻസിസ്റ്റർ ഉണ്ടായി. ഓണായപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്തു? കുറഞ്ഞു. ആ കുറഞ്ഞ വോൾട്ടേജ് എവിടേക്ക് വന്നു? ഈ കപ്പാസിറ്റർ വഴി ഇതിന്റെ ബേസിലേക്ക് വന്നു. അപ്പൊ ഇയാൾക്ക് എന്തായി? ഓഫായി. ഓഫായി ആക്കുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്തു? കൂടി. ആ കൂടിയ വോൾട്ടേജ് ഇപ്പൊ എന്ത് ചെയ്തു? ഇതിന്റെ ബേസിലേക്ക് വന്നപ്പോൾ ഇയാൾ ഓണായിട്ട് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അതിലേക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കാണാം പിന്നെ ഇയാൾ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ ചാർജ് അതിലേക്ക് ഡിസ്ചാർജ് ഏകദേശം പിന്നെ ക്രോസുള്ള ബയസ് ഒക്കെ എത്തിക്കഴിഞ്ഞ് ഇയാൾ പിന്നെ ഓണാവും. ഇയാൾ പിന്നെ ഓണാക്കിയാൽ നേരത്തെ അതേ പ്രോസസ്സ് പിന്നെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഇയാൾ ഓണായി ഇയാൾ ഓഫായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ആകെ ഓഫ് ആയിട്ടുണ്ടാവും. അതപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നുകൂടി മനസ്സിലാവാം. നമുക്ക് ഇതിന്റെ ഒരു ആനിമേഷൻ വീഡിയോ ആയിരിക്കും നമുക്ക് നന്നാവുക. നമുക്ക് കാണാം. അപ്പൊ ഇതിൽ ഈ റെസിസ്റ്ററിലെ കപ്പാസിറ്ററിന്റെ വാല്യൂസ് ഒക്കെ നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ടിലുള്ള ഈ പൾസുകൾ മാറി വരിക. ഈ പൾസുകൾ റെസിസ്റ്ററിന്റെ കപ്പാസിറ്ററിന്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ചിട്ട് ആ പൾസുകൾ മാറി മാറി വരും. അത് നിങ്ങൾക്കറിയാം.
അപ്പോൾ ഈ പൾസിന്റെ ആ ഒരു വിടുത്ത് ഓണിന്റെയും ഓഫിന്റെയും ടൈം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേഷൻ പണിക്കാർ കാണാം, കുറച്ചു നേരം കഴിഞ്ഞാൽ അവിടെ ഒരു ട്രിഗർ പൾസോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തുന്നതിന്റെ ആ ഒരു ഓൺ ആവുന്ന പീരീഡും ഓഫ് ആവുന്ന പീരീഡിലും കാര്യമായിട്ടൊരു വേരിയേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ആക്ച്വലി അവിടെയുള്ള ഇതിന്റെ ട്രിഗർ പൾസും കാര്യങ്ങളൊക്കെ എന്ത് മാറ്റി കൊടുക്കാൻ. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാവാൻ നമുക്ക് ഇതിന്റെ ഒരു ആനിമേഷൻ ചെയ്ത വീഡിയോ കാണാം. ഇതെന്തായാലും സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം. ഞാൻ വരച്ചതിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ആനിമേഷൻ ചെയ്ത് വീഡിയോ കണ്ടാൽ എനിക്ക് ക്ലിയർ ആവും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. A stable multivibrator. In this video, we are going to see the circuit diagram of a stable multivibrator. A multivibrator is an electronic circuit that generates square, triangular pulse waveforms called nonlinear oscillator or function generators. Employ circuit building blocks known as multivibrator. There are three types of multivibrator: a stable multivibrator, monostable multivibrator, bistable multivibrator. A stable multivibrator. In a stable multivibrator, the circuit is not stable in either state. It continuously switches from one state to the other. It does not require an input such as a clock pulse. This is the circuit diagram of a stable multivibrator. It consists of two identical transistors Q1 and Q2. Both transistors acts as switch and connected back to back each other. R1C1 and R2C2 forms the charging and discharging network time constant network. RC1 and RC2 acts as a load resistors which is connected with biasing voltage VCC. When the supply voltage plus VCC is applied, one transistor will conduct more than the other due to some circuit imbalance. Initially, let us assume that Q1 is conducting and Q2 is cut off. That is, Q1 is on condition, Q2 is off condition. C1 will be discharging, C2 will be charging. Now, the capacitor C2 charges through RC2 and the base emitter junction of transistor Q1 with the polarity. The C1 which was previously charged discharges with a time constant R1C1 through C1 and R1. When Q1 conducts, the collector voltage VC1 is equal to saturated VCE, that is approximately zeros. Q2 is in cutoff condition. The voltage VC2 is approximately equal to VCC. During the process of discharging, the voltage across capacitor C1 crosses the cut-in voltage at which the transistor Q2 starts conducting. This sudden change in VC2 causes a negative going of pulse on the base of Q1 which rapidly switches it off. Now Q1 is off condition and Q2 is on condition. The capacitor C1 will be charged and the capacitor C2 will be discharged. When Q1 is switched off, the collector voltage VC1 rises to about VCC. The rise in voltage VC1 is coupled through C1 to the base of Q2, causing a small overshoot in voltage VB2. At the instant, the voltage levels are VB1 equal to minus VCC, VC1 equal to VCC, VB2 equal to the saturated voltage of VBE and VC2 equal to the saturated voltage of VCE.